നമസ്കാരം ഫാം. ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. കാരണം നമ്മൾ ആദ്യമായി അനിമേ ലോകത്തേക്ക് കടക്കാൻ പോവുകയാണ്. കോപ്പിറൈറ്റും പണിയും വരുമെന്ന് കണ്ടറിയാം. എന്നാലും ഏറെ കാത്തിരുന്ന ഒട്ടേറെ പ്രതീക്ഷയുള്ള ഒരു പുതിയ അനിമേ സീരീസാണ് ഇപ്പോൾ പ്രീമിയർ ചെയ്യാൻ തുടങ്ങിയിട്ടുള്ള വിച്ച് ഹാറ്റ് അറ്റീലിയർ. ഒരു മാജിക്കൽ ഫാൻറ്റസി സംഭവം. നമ്മുടെ ഈ കഥ തുടങ്ങുന്നത് വളരെ ശാന്തവും എന്നാൽ അതിശയകരവുമായ ഒരു കാഴ്ചയോടെയാണ്. കഥാനായികയായ കോക്കോ എന്ന കൊച്ചു പെൺകുട്ടിയാണ് നമ്മൾ ആദ്യം കാണുന്നത്. ഒരു മാന്ത്രിക നീരുറവയുടെ അരികിലിരുന്ന് അവൾ തൻ്റെ വസ്ത്രങ്ങൾ അലക്കുകയാണ്. സാധാരണ അരുവികളിൽ നിന്ന് വ്യത്യസ്തമായി ഈ നീരുറവയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. കോക്കോ അവിടെ നിന്ന് പോകുന്ന നിമിഷം തന്നെ ആ വെള്ളം തനിയെ ശുദ്ധീകരിക്കപ്പെടുന്നു. കലങ്ങിയ വെള്ളം നിമിഷങ്ങൾക്കുള്ളിൽ അതിൻ്റെ പഴയ തെളിഞ്ഞ അവസ്ഥയിലേക്ക് മടങ്ങുകയാണ്. പ്രകൃതിയിൽ പോലും മന്ത്രജലം വലിഞ്ഞു ചേരുന്ന ഒരു ലോകമാണതെന്ന് നമ്മെ തുടക്കം തന്നെ മനസ്സിലാക്കി തരികയാണ്. കോക്കോ എപ്പോഴും മനസ്സിൽ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അങ്ങനെ നടക്കും. ഈ ലോകത്ത് ജനിക്കുമ്പോൾ തന്നെ ചില പ്രത്യേക കഴിവുകളുമായി ജനിക്കുന്നവരെയാണ് വിച്ചസ് അഥവാ മന്ത്രവാദികൾ എന്ന് വിളിക്കുന്നത്. എന്നാൽ ഈ ലോകത്തെ ഏറ്റവും വലിയ സത്യം എന്തെന്നാൽ ഒരാൾക്ക് എത്ര ആഗ്രഹമുണ്ടെങ്കിലും ശരി, ജന്മനാ മന്ത്രശക്തി ഇല്ലെങ്കിൽ അയാൾക്ക് ഒരിക്കലും ഒരു വിച്ചാകാൻ കഴിയില്ല. നമ്മുടെ കോക്കോയ്ക്ക് മന്ത്രജാലം എന്ന് പറഞ്ഞാൽ ജീവനാണ്. മാന്ത്രികതയോടുള്ള അവളുടെ ആരാധനയും സ്നേഹവും വിവരിക്കാനാവാത്തതാണ്. പക്ഷേ നിർഭാഗ്യവശാൽ അവൾ ആ മന്ത്രശക്തിയോടെ അല്ല ജനിച്ചത്. തൻ്റെ സ്വപ്നങ്ങൾ ഒരിക്കലും നടക്കില്ലെന്ന് അറിഞ്ഞിട്ടും ആ മാന്ത്രിക ലോകത്തെ നോക്കി വിസ്മയിക്കാനേ അവൾക്ക് കഴിയുമായിരുന്നുള്ളൂ. തൻ്റെ അലക്കൽ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി അങ്ങനെ മുകളിൽ നിൽക്കുമ്പോഴാണ് കോക്കോ ഒരു അത്ഭുത കാഴ്ച കാണുന്നത്. ആകാശത്തുകൂടി പറക്കുന്ന ഒരു കുതിരവണ്ടി. വെറും കുതിരവണ്ടിയല്ല, പെഗാസസ് കുതിരവണ്ടി. നമുക്കറിയാവുന്ന പുഷ്പക വിമാനം പോലെ. ചിറകുള്ള കുതിരകൾ വലിക്കുന്ന ആ വണ്ടി അവളുടെ വീടിനടുത്തായി ഇറങ്ങുന്നത് കണ്ട് അവൾ ആവേശത്തോടെ ഉള്ളിലേക്ക് ഓടുന്നു. തൻ്റെ അമ്മയെ ഈ മനോഹരമായ കാഴ്ച കാണിക്കാനായി അവൾ താഴത്തെ നിലയിലേക്ക് കുതിക്കുകയാണ്. കോക്കോയുടെ അമ്മ ഒരു തയ്യൽ കട നടത്തുകയാണ് വീട്ടിൽ തന്നെയായി. അവൾ താഴേക്കെത്തുമ്പോൾ അവിടെ ആ പെഗാസസ് വണ്ടിയിൽ വന്ന 3 സ്ത്രീകളെ കാണുന്നു. അവർ അമ്മയുടെ ഇടപാടുകാരാണ്. എന്നാൽ അവരുടെ കൂടെയല്ലാത്ത തികച്ചും നിഗൂഢമായ ഭാവമുള്ള വെളുത്ത മുടിയുള്ള ഒരാളും അവിടെ ഉണ്ടായിരുന്നു. അയാളുടെ പേര് കിഫ്രി എന്നാണ്. കിഫ്രിക്ക് ഒരു പ്രത്യേകതരം തുണി ആവശ്യമായിരുന്നു, പുക പോലെ നിറമുള്ള തുണി. തിരക്കിലുള്ള അമ്മയോട് ആ പെഗാസസ് വണ്ടി അടുത്തൊന്ന് പോയി നിന്ന് കാണാൻ അനുവദിക്കുമെങ്കിൽ താൻ ആ തുണി മുറിച്ചു കൊടുക്കാമെന്ന് കോക്കോറിൻ ആക്കിയിടുന്നു. അമ്മ തയ്യാറല്ല. വരുന്നവരുടെ സാധനങ്ങളിൽ നമ്മൾ തലയിടാൻ പോകരുത് മോളെ എന്ന് പറഞ്ഞ് നിൽക്കുവാണ്. മന്ത്രവാദിയാകണമെന്ന് പറഞ്ഞ് ഇനി ഒരിക്കലും വാശി പിടിക്കില്ലെന്ന് വാക്കു കൊടുക്കുന്നതോടെ അമ്മ അതിന് സമ്മതിക്കുന്നു. കോക്കോ തുണി മുറിക്കുന്നതുകൊണ്ട് കിഫ്രി അവളെ വളരെയധികം പ്രശംസിക്കുന്നു. അവളുടെ ഏകാഗ്രതയും കൈപ്പുണ്യമൊക്കെ കണ്ടിട്ട് മാജിക് പോലെ തന്നെ ഉണ്ടെന്ന് അയാൾ പറയുന്നു. എന്നാൽ കോക്കോ അതിനോട് യോജിക്കുന്നില്ല. അവളെ സംബന്ധിച്ചിടത്തോളം മന്ത്രജാലം എന്നത് ഇതിലും എത്രയോ വലുതും മഹത്തരവും അത്ഭുതങ്ങൾ നിറഞ്ഞതുമായ ഒന്നാണ്. മാന്ത്രികതയോടുള്ള അവളുടെ ആ സ്നേഹം ആ സംസാരത്തിലുടനീളം പ്രകടമായിരുന്നു. എന്തുകൊണ്ടാണ് അവൾക്ക് മന്ത്രജാലത്തോട് ഇത്രയധികം ഭ്രമം എന്ന് കിഫ്രി ചോദിക്കുമ്പോൾ അവൾ തൻ്റെ കുട്ടിക്കാലത്തെ ഒരു അനുഭവം പങ്കുവയ്ക്കുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഉത്സവത്തിനിടയിൽ അവൾ മുഖംമൂടി ധരിച്ചൊരു വിച്ചിനെ കണ്ടുമുട്ടിയിരുന്നു. ആ വ്യക്തി അവൾക്കൊരു പുസ്തകവും ഒരു മാന്ത്രിക വടിയും നൽകി. അന്നു മുതൽ അവൾ ആ പുസ്തകത്തെ നിധി പോലെ കാത്തു സൂക്ഷിച്ചു. വിച്ചാകണമെന്ന മോഹം അവളിൽ കത്തിയത് അന്നാണ്. പക്ഷേ തൻ്റെ അമ്മ പറഞ്ഞ പോലെ ജന്മന ശക്തിയില്ലാത്ത തനിക്ക് അത് അസാധ്യമാണെന്ന് അവൾ വിശ്വസിച്ചിരുന്നു. അങ്ങനെ സംസാരിച്ച് നിൽക്കെ പെട്ടെന്ന് പുറത്തു നിന്നും ഒരു വലിയ ശബ്ദം കേൾക്കുന്നു. കോക്കോയും കിഫ്രിയും ഓടിച്ചു നോക്കുമ്പോൾ ഗ്രാമത്തിലെ 2 ആൺകുട്ടികൾ, കുരുത്തം കെട്ടവന്മാരാ. അവർ ആ പെഗാസസ് കുതിരവണ്ടിക്ക് കീഴിലേക്ക് കയറി നോക്കി എന്തൊക്കെയോ കേടുപാടുകൾ വരുത്തി വെച്ചിരിക്കുന്നു. വണ്ടിയിൽ വന്ന സ്ത്രീകൾ ദേഷ്യപ്പെടാൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ വെളുത്ത മുടിയുള്ള അപരിചിതൻ, അതായത് കിഫ്രി, വണ്ടി അപ്പാടെ നോക്കിയിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല, വിരോധമില്ലെങ്കിൽ താൻ ശരിയാക്കി തരാമെന്ന് പറയുവാണ്. നിങ്ങൾ ആരാണെന്ന് സ്ത്രീകളിൽ ഒരുവർ ചോദിക്കുമ്പോൾ അവിടെ കിഫ്രി വെളിപ്പെടുത്തുന്നു, താനൊരു വിച്ചാണ്, മന്ത്രവാദി. ഇത് കേട്ട് കോക്കോയുടെ റിയാക്ഷൻ എന്താണെന്ന് പറയണോ? അവൾ വളരെ എക്സൈറ്റഡായി നിൽക്കുവാണ് ഒരു മന്ത്രവാദിയെ നേരിൽ കാണുന്നതിൻ്റെ. വണ്ടി ശരിയാക്കി തരാമെന്ന് അദ്ദേഹം അവർക്ക് ഉറപ്പ് നൽകുന്നു. എന്നാൽ മാജിക്കിൻ്റെ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമം എന്തെന്നാൽ വിച്ചുകൾ മന്ത്രം ഉപയോഗിക്കുന്നത് മറ്റുള്ള സാധാരണക്കാർ കാണാൻ പാടില്ല എന്നതാണ്. പുറത്തുനിന്ന് മന്ത്രം ചൊല്ലാൻ കഴിയില്ലെന്ന് അദ്ദേഹം പറയുന്നത് കേട്ട് കോക്കോ ഉടൻ തന്നെ തങ്ങളുടെ തയ്യൽക്കടയിലെ വർക്ക്ഷോപ്പ് ഉപയോഗിക്കാൻ അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. കിഫ്രി വർക്ക്ഷോപ്പിനുള്ളിൽ കയറി മന്ത്രം പ്രയോഗിക്കാൻ തുടങ്ങുമ്പോൾ ആരും അകത്തേക്ക് നോക്കുന്നില്ല എന്നുറപ്പുവരുത്താൻ കോക്കോയെ വാതിൽക്കൽ കാവൽ നിർത്തുകയാണ്. അല്പസമയത്തിനകം നേരത്തെ വണ്ടി തകർത്ത ആ കുരുത്തം കെട്ടവന്മാർ കൗതുകം മൂത്ത് അകത്തേക്ക് ഒളിഞ്ഞു നോക്കാൻ വേണ്ടി മേൽക്കൂരയിലേക്ക് കയറി ശ്രമിക്കുന്നുണ്ടെങ്കിലും കോക്കോ അവരെ തടയുന്നു. എന്നാൽ മറ്റുള്ളവരെ തടയുമ്പോഴും കോക്കോയുടെ ഉള്ളിലെ കൗതുകം അടക്കാൻ അവൾക്കും കഴിയുന്നില്ല. മാന്ത്രികതയെ അത്രമേൽ സ്നേഹിക്കുന്ന അവൾ മറ്റവരെ പറഞ്ഞുവിട്ട ശേഷം പതുക്കെ ജനാലയിലൂടെ കടന്ന് പടിക്കെട്ടുകൾ വഴി താഴേക്ക് നോക്കുന്നു. അവിടെ കണ്ട ആ കാഴ്ച അവളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു കളഞ്ഞു. സാധാരണ കഥകളിൽ കേൾക്കുന്ന പോലെ കിഫ്രി ഒരു മന്ത്രോടി വീശുകയല്ല ചെയ്യുന്നത്. പകരം അദ്ദേഹം ഒരു പ്രത്യേകതരം മഷി ഉപയോഗിച്ച് കുതിരവണ്ടിയുടെ ആ ഒരു ഭാഗത്ത് ചില രൂപങ്ങളും ചിഹ്നങ്ങളും വരയ്ക്കുകയാണ്. ഡ്രോയിങ് സ്പെൽസ്. വിച്ചുകൾ മന്ത്രം ചൊല്ലുകയല്ല, മറിച്ച് അത് വരയ്ക്കുകയാണ് ചെയ്യുന്നതെന്ന വലിയ രഹസ്യം കോക്കോ അവിടെ വെച്ച് മനസ്സിലാക്കുന്നു. അങ്ങനെ പുഷ്പക വിമാനം ശരിയാക്കി എടുത്ത് നൽകുന്നതും എല്ലാവർക്കും സന്തോഷം. തൻ്റെ ഇടപാടുകാരെ സ്നേഹത്തോടെ യാത്ര അയക്കുന്ന കോക്കോയും അവളുടെ അമ്മയും. ഇവർ 2 പേർ മാത്രമാണ് ആ വീട്ടിലുള്ളത്. മന്ത്രവാദിയായ കിഫ്രിയെ കണ്ടപ്പോൾ ഇനി അയാളുടെ കൂടെ പോകണമെന്ന് പറയൂ എന്ന പേടി തൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നതായി അമ്മ പറയുമ്പോൾ
കോക്കോ മൗനത്തോടെ നിൽക്കുവാണ്. അവളുടെ അച്ഛൻ അസുഖം വന്ന് മരിച്ചതിൽ പിന്നെ അമ്മയ്ക്ക് അവൾ മാത്രമേ ഉള്ളൂ. അവളും കൂടി പോവുക എന്നത് ആ പാവത്തിന് സഹിക്കാനായില്ല. കോക്കോ അമ്മയെ കെട്ടിപ്പിടിച്ച് പറയുന്നു, ഞാൻ ഒരിക്കലും അമ്മ വിട്ടു പോകില്ല. അങ്ങനെ അന്നത്തെ അത്താഴം കഴിഞ്ഞ് ഉറങ്ങാൻ മുറിയിലേക്ക് കയറുമ്പോഴും അവളുടെ ചിന്ത അമ്മ പറഞ്ഞതേക്കുറിച്ചാണ്. കിഫ്രി പോയതിനു ശേഷം കോക്കോയുടെ മനസ്സ് അശാന്തമായിരുന്നു. താൻ കണ്ട കാഴ്ച അവളെ വിസ്മയിപ്പിക്കുകയും ഒപ്പം ആശയക്കുഴപ്പത്തിലാക്കുകയും ചെയ്തു. മന്ത്രവാദം എന്നത് ചിലർക്ക് മാത്രം സിദ്ധിക്കുന്ന ദൈവികമായ ഒന്നല്ല, മറിച്ച് അതൊരു വിദ്യയാണെന്നും അത് വരയ്ക്കാൻ കഴിയുന്ന ആർക്കും സാധ്യമാണെന്നും അവൾ തിരിച്ചറിഞ്ഞു. അന്ന് രാത്രി കോക്കോ തൻ്റെ പക്കലുള്ള പഴയ പുസ്തകവും മന്ത്രവടിയും പുറത്തെടുക്കുന്നു. കിഫ്രി ചെയ്തു കണ്ടപ്പോൾ അവൾക്കൊരു കാര്യം മനസ്സിലായി. വർഷങ്ങൾക്ക് മുമ്പ് ആ മുഖംമൂടി ധരിച്ച ആൾ നൽകിയ മന്ത്രവടി സത്യത്തിൽ ഒരു പേനയായിരുന്നു. അമ്മ പറഞ്ഞ പോലെ എവിടേക്കും പോകില്ല, പക്ഷെ ഒന്ന് ശ്രമിച്ച് നോക്കണം, അത് ഫലിക്കുമോ ഇല്ലയോ എന്ന്. കണ്ടാൽ വടി പോലെ ആണെങ്കിലും മുകളിലെ ഗോളത്തിലുള്ള മഷി അതിനുവേണ്ടിയാണെന്ന് മനസ്സിലാക്കി അവൾ ആ പേനയിൽ മഷി നിറച്ച് തൻ്റെ ആ പുസ്തകത്തിലുള്ള മനോഹരമായ ചിഹ്നങ്ങൾ ഒരു കടലാസിൽ വരയ്ക്കാൻ തുടങ്ങുന്നു. അതേപടി വരച്ചിട്ടും ഒന്നും സംഭവിക്കുന്നില്ല. അവൾ നിരാശയായി കിടക്കെ, എന്നാൽ ആ ഒരു വട്ടം പൂർത്തിയായിട്ടില്ലായിരുന്നു. പേനയിൽ നിന്നൊരു മഷിത്തുള്ളി ആ ഗ്യാപ്പിലേക്ക് വീഴുന്നതും അവിടെ മാന്ത്രികത ഉണരുവാണ്. പൊടുന്നനെ ആ കടലാസിൽ നിന്നും ചെറിയ പടക്കങ്ങൾ പൊട്ടുന്ന പോലെ മാന്ത്രിക സ്പാർക്കുകൾ ഉണ്ടാവുകയാണ്. അവൾക്ക് പറയാൻ പറ്റാത്തത്ര സന്തോഷം. തനിക്ക് മാന്ത്രിക പ്രവർത്തിക്കാൻ കഴിയുന്നു എന്നറിഞ്ഞ ആവശ്യത്തിൽ കോക്കോ വീണ്ടും നിർത്താതെ വരയ്ക്കാൻ തുടങ്ങുന്നു. അവളുടെ മുറി മുഴുവൻ മാന്ത്രിക ചിഹ്നങ്ങൾ വരച്ച കടലാസുകൾ കൊണ്ട് നിറയുമ്പോൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, കൃത്യമായി വരച്ചാൽ അതിന് ഫലം കൂടുതൽ കിട്ടും. അതുപോലെ ചെറിയ ചിഹ്നത്തേക്കാൾ വലിയ ചിഹ്നമാണെങ്കിൽ അതിന് എഫക്റ്റും കൂടുതലായിരിക്കും. മുന്നേ കിഫ്രി ചെയ്തതായി കണ്ടതും അയാളൊരു വലിയ ഡ്രോയിങ് അതും കൃത്യമായി വരയ്ക്കുന്നതായിരുന്നു. ഇന്നേരം കിഫ്രി മറ്റേതോ സ്ഥലത്തിരുന്ന് ചിന്തിക്കുകയാണ്. എന്നാലും ആ കൊച്ചുകുട്ടിയുടെ മന്ത്രവാദത്തോടുള്ള ആശ വല്ലാതെ സന്തോഷം തോന്നിപ്പിച്ചു. ആ പൈതലിന് പണ്ട് കിട്ടിയ ആ പുസ്തകത്തെക്കുറിച്ച് പറഞ്ഞു. എന്താണെന്നറിയാൻ നല്ല തോര. ഇനി ചിലപ്പോൾ അതായിരിക്കുമോ? കിഫ്രി പെട്ടെന്നെന്തോ മനസ്സിൽ വന്ന് ഭയം എഴുന്നേൽക്കുമ്പോൾ പടം കൃത്യമായി കിട്ടാൻ കോക്കോയുടെ ബുദ്ധി. അവൾ ട്രേസിംഗ് പേപ്പർ മുകളിൽ വെച്ച് അത് പകർത്തുകയാണ്. ഒരു വ്യത്യാസവുമില്ലാതെ ഒരു വലിയ റൗണ്ട് ചിത്രം പൂർത്തിയാക്കുമ്പോൾ അറിയുന്നില്ല അതൊരു ശക്തമായ പവറുള്ളതാണെന്ന്. അത് പൂർത്തിയാകുന്ന നിമിഷം മുറിയിലാകെ ഭയാനകമായ മാറ്റങ്ങൾ. നിയന്ത്രിക്കാൻ പോലും കഴിയുന്നില്ല. ഏതോ ഹീനമായ സ്പെല്ല് പോലെ വലിയ മഞ്ഞുപാളികൾ അവളുടെ മുറിയിൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങുന്നു. അത് അവളിലേക്ക് പടരാൻ അടുക്കുന്നതും പെട്ടെന്ന് അവിടേക്ക് കിഫ്രി എത്തി അവളെ എടുത്തുകൊണ്ട് പറക്കുകയാണ്. കോക്കോയെ രക്ഷിക്കാനായി വീടിനൽപ്പം ദൂരത്തേക്ക് എത്തിച്ച് അന്തരീക്ഷത്തിൽ നിന്ന് നോക്കവേ വീടിന് പുറത്തേക്ക് മഞ്ഞുപാളികൾ അതിവേഗം പടരാൻ തുടങ്ങുന്നു. എന്നാൽ ഇതേ സമയം എന്താ സംഭവിക്കുന്നതെന്ന ആശ്ചര്യത്തിൽ കോക്കോയെ നോക്കി പുറത്തേക്ക് ഇറങ്ങി നിൽക്കുന്നതും പാവം അമ്മയും മഞ്ഞുപാളികൾക്കുള്ളിൽ മരവിച്ചു പോകുന്ന ഞെട്ടിക്കുന്നതും ദാരുണവുമായ കാഴ്ച. താൻ ചെയ്ത തെറ്റ് തൻ്റെ അമ്മയുടെ ജീവൻ അപകടത്തിലാക്കി എന്ന് തിരിച്ചറിയുന്ന കോക്കോ തകർന്നു പോകുന്നു. കിഫ്രി അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും വലിയൊരു പ്രതിസന്ധി അവിടെയുണ്ട്. കോക്കോ ചെയ്തത് ഈ മാന്ത്രിക ലോകത്ത് നിരോധിക്കപ്പെട്ടൊരു മന്ത്രമാണ്, വിലക്കപ്പെട്ടതായ ഒരു ഫോർബിഡൻ മാജിക്. വിച്ചുകളുടെ രഹസ്യം, അതായത് ഇത്തരം സവിശേഷതയുള്ള പേനയും മഷിയും ഉണ്ടെങ്കിൽ ആർക്കും മന്ത്രം പ്രയോഗിക്കാം എന്നത്. അത് സാധാരണക്കാർ അറിയാൻ പാടില്ലാത്തതായിരുന്നു. എന്നാൽ ഇപ്പോൾ കോക്കോ അത് മനസ്സിലാക്കി. നിയമമനുസരിച്ച് കിഫ്രിക്ക് കോക്കോയുടെ ഓർമ്മകൾ മായ്ച്ചു കളയേണ്ടി വരും. ഇത് കേട്ട് ആ പുസ്തകത്തിലെ എല്ലാ ഡ്രോയിങ്സിനെ കുറിച്ച് തനിക്കറിയാമെന്നും തൻ്റെ ഓർമ്മകൾ മായ്ച്ചാൽ അമ്മയെ രക്ഷിക്കാൻ ആരും ഉണ്ടാവില്ലെന്ന് പറഞ്ഞ് കോക്കോ കരയുന്നു. ഇവിടെ കിഫ്രിയും ഒന്ന് ചിന്തിക്കുകയാണ്. കോക്കോയ്ക്ക് ആ പുസ്തകം നൽകിയ ആൾ ഒരുപക്ഷെ താൻ അന്വേഷിക്കുന്ന ഒരു നിഗൂഢ സംഘത്തിലെ അംഗമായിരിക്കാം. ഇപ്പോൾ കോക്കോയ്ക്ക് ആ പുസ്തകത്തിലെ മന്ത്രങ്ങളെക്കുറിച്ച് അറിയാം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ആ സംഘത്തിലേക്കുള്ള വഴിയായിരിക്കില്ലേ ഈ കുട്ടി. പുസ്തകത്തിലെ രഹസ്യങ്ങൾ തനിക്കറിയാമെന്നും ഡ്രോയിങ് കണ്ടാൽ ഏത് മന്ത്രമാണ് പ്രയോഗിച്ചതെന്ന് തനിക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തൻ്റെ അമ്മയെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ സഹായിക്കണമെന്ന് അവൾ കരഞ്ഞപേക്ഷിക്കുന്നു. ഇതോടെ കിഫ്രി ഒരു തീരുമാനമെടുക്കുന്നു. അവളുടെ ഓർമ്മകൾ മായ്ക്കുന്നതിന് പകരം അവളോട് മന്ത്രവാദത്തിൻ്റെ നിബന്ധനയെക്കുറിച്ച് പറയുകയാണ്. ഒരു രഹസ്യം രഹസ്യമായി തന്നെ സൂക്ഷിക്കുക എന്നതാണ് ഒരു വിച്ചിൻ്റെ ഏറ്റവും പ്രധാനമായ കടമ. കോക്കോ അത് മറക്കരുതെന്നും മറന്നാൽ ഓർമ്മകൾ മായ്ച്ചു കളയേണ്ടി വരുമെന്നും പറഞ്ഞിട്ട് ആ നിമിഷം ആകാശത്തിലായി. അദ്ദേഹം അവളെ തൻ്റെ ശിഷ്യയായി സ്വീകരിക്കുകയാണ്. ഒരു മനോഹരമായ നിമിഷം. അവളെ മാന്ത്രിക വിദ്യ പഠിപ്പിക്കാനും തൻ്റെ അമ്മയെ രക്ഷിക്കാനായി കോക്കോ ഒരു വിച്ചായി മാറാനുള്ള യാത്ര അവിടെ തുടങ്ങുന്നു. വികാരനിർഭരമായൊരു തുടക്കം. വിച്ച് ഹാറ്റ് അറ്റിലിയറിൻ്റെ 2ാമത്തെ എപ്പിസോഡ് ആരംഭിക്കുന്നത് പ്രധാന കഥാപാത്രമായ കോക്കോ അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മാറ്റത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നതോടെയാണ്. വിസാഡായ കിഫ്രിയുടെ അറ്റിലിയറിലേക്കാണ് അവൾ എത്തുന്നത്, അതായത് അയാളുടെ വീട്ടിലേക്ക്, മാജിക് വർക്ക്ഷോപ്പിലേക്ക്. കോക്കോയെ സംബന്ധിച്ചിടത്തോളം ഇത് വെറുമൊരു വീടല്ല, മറിച്ച് ഇനി അങ്ങോട്ട് മന്ത്രവിദ്യയുടെ ബാലപാഠങ്ങൾ പഠിക്കാനുള്ള ഇടവും അവളുടെ പുതിയ താമസ സ്ഥലവുമാണ്. മനസ്സ് മൊത്തം അമ്മയെക്കുറിച്ച് ഓർത്തുള്ള സങ്കടമാണ്. കിഫ്രി സമാധാനപ്പെടുത്തിക്കൊണ്ട് ആ ഉണ്ടായിരിക്കുന്ന സ്പെൽ ഇനിയും വ്യാപിക്കാതിരിക്കാൻ ഒരുതരം വിത്തുകൾ അവിടെ വിതറിയിട്ടുണ്ടെന്നും അത് പെട്ടെന്ന് തന്നെ വളർന്നൊരു കവചമായി സുരക്ഷ ഒരുക്കുമെന്നും പറയുന്നു. അങ്ങനെ ഇവർ വീടിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ കിഫ്രി അവൾക്കൊരു വിചിത്രമായ മാജിക് ലൈറ്റും കാണിച്ചു കൊടുക്കുന്നുണ്ട്. അയാൾ അതിൽ വെള്ളം നിറയ്ക്കുമ്പോൾ പാത്രമോ ഒന്നുമില്ല, ജസ്റ്റ് വെള്ളം ഒരു ഗോളം പോലെ അങ്ങനെ നിൽക്കുന്ന അവസ്ഥ. ഒന്ന് മുഖം കഴി ഫ്രഷാകാൻ പറഞ്ഞ് കിഫ്രി പോകുമ്പോൾ
എന്നാൽ ഈ ഉപകരണം എങ്ങനെ പ്രവർത്തിക്കേണ്ടതെന്നോ അതിൻ്റെ ഉപയോഗം എന്താണെന്നോ കോക്കോയ്ക്ക് ഒട്ടും അറിയില്ലായിരുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ അറിയാതെ ചെയ്തൊരു മന്ത്രം കാരണം തൻ്റെ അമ്മ കല്ലായി പോയതിൻ്റെ ആഘാതം കോക്കോ ഇപ്പോഴും വേട്ടയാടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തനിക്കറിഞ്ഞുകൂടാത്ത ഏതെങ്കിലും മാന്ത്രിക വസ്തുവിൽ തൊടാനോ അതുമായി ഇടപെടാനോ അവൾക്ക് വലിയ ഭയമായിരുന്നു. ഒരു ചെറിയ അബദ്ധം പോലും വലിയ അപകടം ഉണ്ടാക്കുമെന്ന് അവൾ ഇതിനോടകം തന്നെ മനസ്സിലാക്കി കഴിഞ്ഞു. കോക്കോ ആശയക്കുഴപ്പത്തിൽ നിൽക്കുമ്പോഴാണ് പിങ്ക് നിറത്തിലുള്ള മുടിയുള്ള ടെറ്റിയ എന്ന പെൺകുട്ടി അവിടേക്ക് വരുന്നത്. വളരെ ഊർജ്ജസ്വലയായിട്ടുള്ള സ്വഭാവമാണ് ടെറ്റിയുടേത്. ആ മാന്ത്രിക ഉപകരണത്തിനുള്ളിലെ വെള്ളം എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് അവൾ കോക്കോയ്ക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു. കോക്കോ നന്ദി പറഞ്ഞപ്പോൾ ടെറ്റിയ വിചാരിച്ചതിലും അധികം സന്തോഷവതിയായി. മറ്റുള്ളവരെ സഹായിക്കുന്നതിലും അവരിൽ നിന്ന് നന്ദി കേൾക്കുന്നതിലും വലിയ സന്തോഷം കണ്ടെത്തുന്ന പ്രകൃതമാണ് ടെറ്റിയുടേത്. അതിനിടയിൽ റിച്ചെ എന്ന മറ്റൊരു കുട്ടിയും മഷിക്കുപ്പികളും പേനയുമായി അവിടേക്ക് വരുന്നു. റിച്ചയുടെ കയ്യിലുള്ള ആ സാധനങ്ങൾ കണ്ടപ്പോൾ തന്നെ അവൾ മന്ത്രവിദ്യ ചെയ്യാൻ തയ്യാറെടുക്കുകയാണെന്ന് കോക്കോയ്ക്ക് മനസ്സിലായി. ഈ ടെറ്റിയയും റിച്ചയും കിഫ്രിയുടെ ശിഷ്യരാണ്, മാജിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന അപ്രൻറ്റീസുകൾ. എന്നാൽ ഈ കോക്കോയെക്കുറിച്ചോ അവളുടെ പശ്ചാത്തലത്തെക്കുറിച്ചോ അവർക്ക് അധികമൊന്നും അറിയില്ലായിരുന്നു. പരസ്പരം സംസാരിക്കാനിടയിൽ താൻ ഇന്നലെ വരെ ഒരു മാജിക്കും ചെയ്തിട്ടില്ലെന്നും തൻ്റെ ആദ്യത്തെ മന്ത്രം തൊട്ട് തലേ ദിവസമാണ് ചെയ്യുമെന്നും കോക്കോ വെളിപ്പെടുത്തുന്നു. ഇത് കേട്ടതും അതുവരെ സന്തോഷകരമായിരുന്ന ആ അന്തരീക്ഷം ഡാർക്കാവുന്നു. കാരണം അവർ ഇതിനോടകം തന്നെ ആ നടന്ന സംഭവത്തെക്കുറിച്ച് അറിഞ്ഞിരുന്നു. ലോകത്തെ മുഴുവൻ മന്ത്രവാദികളും ചർച്ച ചെയ്യുന്ന വിലക്കപ്പെട്ട മന്ത്രം ഫോർബിഡൻ സ്പെൽ ചെയ്ത ആ കുട്ടി അപ്പോൾ ഇതാണെന്ന് അവർ ഞെട്ടലോടെ തിരിച്ചറിയുകയാണ്. മാന്ത്രിക ലോകത്ത് ഏറ്റവും വലിയ കുറ്റമായാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. ഈ സമയം കിഫ്രി അവിടേക്ക് തിരികെ എത്തി കുട്ടികളുടെ മുകളിലേക്ക് പോകാൻ നിർദ്ദേശിച്ച ശേഷം ആകെ തകർന്ന് അപ്സെറ്റായി ഒന്നും പിടികിട്ടാതിരിക്കുന്ന കോക്കോയെ ആശ്വസിപ്പിക്കുന്നു. കോക്കോയുടെ ഉള്ളിലെ പേടി മാറ്റാനായി അയാൾ മാന്ത്രിക ലോകത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് അവൾക്ക് വിശദീകരിച്ചു കൊടുക്കുകയാണ്. പണ്ടുകാലത്ത് ലോകത്തെ എല്ലാവർക്കും മന്ത്രവിദ്യ അറിയാമായിരുന്നു. എന്നാൽ അധികാരം ലഭിച്ചപ്പോൾ പലരും അത് തിന്മയ്ക്കായി ഉപയോഗിച്ചു. ലോകത്തെ നശിപ്പിക്കാൻ ശേഷിയുള്ള അപകടകരമായ മന്ത്രങ്ങൾ പലരും നിർമ്മിച്ചു. ഇത് വലിയ നാശത്തിന് കാരണമായി. ഇതൊഴിവാക്കാൻ ഒരു കൂട്ടം മന്ത്രവാദികൾ ഒത്തുചേർന്ന് ഒരു തീരുമാനമെടുത്തു. അവർ ബാക്കിയുള്ള മനുഷ്യരുടെ എല്ലാം ഓർമ്മകളിൽ നിന്ന് മന്ത്രവിദ്യയെക്കുറിച്ചുള്ള അറിവുകൾ മായ്ച്ചു കളഞ്ഞു. അങ്ങനെ മന്ത്രവിദ്യ എന്നത് ഒരു രഹസ്യമായി മാറി. അന്നു മുതൽ മന്ത്രവിദ്യ എന്നത് ഗുരുക്കന്മാരിൽ നിന്ന് ശിഷ്യന്മാരിലേക്ക് മാത്രം കൈമാറുന്ന ഒന്നായി മാറി. മറ്റുള്ളവരുടെ ജീവനെ ഭീഷണിയാകുന്ന മന്ത്രങ്ങളെല്ലാം അവർ നിരോധിച്ചു. ഇവയാണ് വിലക്കപ്പെട്ട മന്ത്രങ്ങൾ. ഇനി ചില നിബന്ധനകളെ പറ്റി പറഞ്ഞാൽ മനുഷ്യ ശരീരത്തിൽ പ്രയോഗിക്കുന്ന മന്ത്രങ്ങൾ കർശനമായി നിരോധിച്ചിരിക്കുന്നു. വസ്തുക്കളിലോ ഉപകരണങ്ങളിലോ മാത്രമേ മന്ത്രങ്ങൾ പ്രയോഗിക്കാൻ പാടുള്ളൂ. ടെലിപോർട്ടേഷൻ, രൂപമാറൽ ഉൾപ്പെടെയുള്ള വിവിധ മാന്ത്രിക വിദ്യകളും അതിൻ്റെ നിയന്ത്രണങ്ങളെക്കുറിച്ചും കിഫ്രി അവൾക്ക് വിവരിച്ചു കൊടുക്കുന്നു. അങ്ങനെ മാജിക് വേൾഡിൻ്റെ ചരിത്രവും നിയമങ്ങളും വിശദീകരിച്ച ശേഷം കിഫ്രി കോക്കോയെ ആ വീട്ടിലെ ഏറ്റവും അത്ഭുതകരമായ ഒരു ഭാഗത്തേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ ഒരു പ്രത്യേക ജാലകമുണ്ട്. അത് വെറുമൊരു വിൻഡോയല്ല, മറിച്ച് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഉടൻ എത്തിച്ചേരാൻ സഹായിക്കുന്ന ഒരു മാന്ത്രിക കവാടമാണ്. ഈ ജാലകത്തിലൂടെ കിഫ്രി കോക്കോയ്ക്ക് വിജ്ഞാനത്തിൻ്റെ ഗോപുരം കാണിച്ചു കൊടുക്കുന്നു, അതായത് ടവർ ഓഫ് ടോംസ്. മാന്ത്രിക വിദ്യയുമായി ബന്ധപ്പെട്ട ലോകത്തിലെ എല്ലാ പുസ്തകങ്ങളുടെയും പകർപ്പുകൾ സൂക്ഷിച്ചിരിക്കുന്ന അതീവ സുരക്ഷയുള്ള ഇടമാണ് ടവർ ഓഫ് ടോംസ്. മന്ത്രവിദ്യയെക്കുറിച്ചുള്ള അറിവ് നശിച്ചു പോകാതിരിക്കാൻ എല്ലാ ഗ്രന്ഥങ്ങളും അവിടെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് സൂക്ഷിച്ചിരിക്കുന്നു. ഈ ലോകത്തുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഓരോ മാന്ത്രിക വിദ്യയും അവിടെ പതിയുമെന്ന് പറയുന്ന കേട്ട് കോക്കോ വെപ്രാളത്തിൽ തൻ്റെ അമ്മയെ പഴയ രൂപത്തിലാക്കാൻ ആവശ്യമായ മന്ത്രം ഒരുപക്ഷെ ആ ഗോപുരത്തിൽ ഏതെങ്കിലും പുസ്തകത്തിൽ ഉണ്ടാകില്ലെന്ന് ആരായുന്നു. തീർച്ചയായും കാണും. എന്നാൽ അവിടെ പ്രവേശിക്കുക എന്നത് അത്ര എളുപ്പമല്ല. സുരക്ഷാ വലയത്തിനായി ഭീകരജീവി ഉൾപ്പെടെ പല സംവിധാനങ്ങളുമുണ്ട്. അതുകൊണ്ട് കഠിനമായൊരു പരീക്ഷണം കടന്നു പോയാലേ അവിടേക്ക് എത്തിച്ചേരാനാകൂ. അങ്ങനെ ഇതെല്ലാം കേൾക്കുന്ന കോക്കോയുടെ ജീവിതത്തിലെ പുതിയ ലക്ഷ്യം ആ ടവർ ഓഫ് ടോംസായി മാറുന്നു. വീട് മുഴുവൻ ചുറ്റിക്കാണിച്ച ശേഷം കിഫ്രി കോക്കോയെ അവളുടെ കിടപ്പുമുറിയിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ അവൾക്കൊരു കൂട്ടുണ്ട്, അഗോത്ത്. കിഫ്രിയുടെ മറ്റൊരു പ്രധാന ശിഷ്യയാണ് അഗോത്ത്. അവളെ അവിടെ ആക്കി പോയ ശേഷം കിഫ്രി തൻ്റെ വാച്ചിലൂടെ ആരോട് സംസാരിക്കുന്നുണ്ട്, കോക്കോയുടെ മാനസികാവസ്ഥയെക്കുറിച്ചും അവളെങ്ങനെ ഈ പുതിയ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടുന്നു എന്നതിനെക്കുറിച്ചൊക്കെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട്. മുറിയിൽ കോക്കോ വൈകാതെ അഗോത്തിനെ പരിചയപ്പെടുന്നു. എന്നാൽ ടെറ്റിയെ പോലെ സൗഹൃദപരമായല്ല അഗോത്തിൻ്റെ പെരുമാറ്റം, വളരെ കർക്കശമായും പരുഷവും. അഗോത്തിൻ്റെ അഭിപ്രായത്തിൽ മന്ത്രവിദ്യ എന്നത് പാരമ്പര്യമായും കഠിനാധ്വാനത്തിലൂടെയും നേടേണ്ട ഒന്നാണ്. തങ്ങളെപ്പോലുള്ളവർ ജനനം മുതൽ എത്രയോ പരീക്ഷകൾ പാസ്സായാണ് ഈ നിലയിലേക്ക് എത്തിയതെന്നും അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് വന്ന ഒരാൾക്ക് പെട്ടെന്നൊരു മന്ത്രവാദിയാകാൻ കഴിയില്ലെന്നും അവൾ കോക്കോയെ ഓർമ്മിപ്പിക്കുന്നു. കോക്കോയെ അങ്ങനെ അംഗീകരിക്കാൻ അഗോത്ത് തയ്യാറല്ല. ഫോർബിഡൻ സ്പെല്ലിലൂടെ അമ്മയെ നഷ്ടപ്പെടുത്തി, ഇനി അവരെ തിരിച്ചു കിട്ടുമോ എന്ന് ചോദിക്കവേ കോക്കോ സങ്കടപ്പെട്ട് നിൽക്കുമ്പോഴാണ് ടെറ്റിയെയും റിച്ചയും വരുന്നത്. അത്താഴത്തിന് സമയമായെന്നും ഇന്ന് പുതിയ ആൾ വന്നതുകൊണ്ട് സ്പെഷ്യൽ ഡിന്നറാണെന്ന സന്തോഷത്തിൽ ഇരുവരും കോക്കോയെ കൂട്ടിക്കൊണ്ടു പോകുന്നു. എന്നാൽ സ്പെഷ്യൽ അല്ലെങ്കിലും കിഫ്രിയുടെ കൈപ്പുണ്യമേറിയ രുചിയേറും ഭക്ഷണം മൂവരും ഇരുന്ന് കഴിച്ചു. പക്ഷെ അഗോത്ത് മാത്രം എത്താതെ മുറിയിൽ തന്നെ ഇരുന്നു. എന്താ അവളുടെ ഒരു ഗൗരവം നോക്കണേ. അടുത്ത ദിവസം രാവിലെ കിഫ്രി കോക്കോയെ മാന്ത്രിക ചിഹ്നങ്ങളെക്കുറിച്ച്, സിജിൽസ് ആൻഡ് സിമ്പിൾസിനെ കുറിച്ച് പഠിപ്പിക്കാൻ തുടങ്ങുന്നു. മന്ത്രവിദ്യ എന്നത് വെറും വാക്കുകളല്ല, മറിച്ച് കൃത്യമായ അളവിലും രൂപത്തിലുമുള്ള വരകളാണെന്ന് അയാൾ കാണിച്ചു കൊടുക്കുന്നു. ഓരോ മന്ത്രത്തിനും വ്യത്യസ്തമായ ചിഹ്നങ്ങളും എലമെൻസും ആവശ്യമാണ്. നാം വരയ്ക്കുന്ന ഓരോ വരിയുടെയും നീളവും വണ്ണവും വരെ ആ മന്ത്രത്തിൻ്റെ ശക്തിയെ ബാധിക്കും.
ഉദാഹരണത്തിന് ഒരു വൃത്തത്തിനുള്ളിൽ വരയ്ക്കുന്ന ചിഹ്നങ്ങൾ കൃത്യമായിരിക്കണം. ഏറ്റവും നടുക്ക് വരയ്ക്കേണ്ടത് സിജിലാണ്. വെള്ളം, അഗ്നി, കാറ്റ്, പ്രകാശം എന്നിങ്ങനെ. അതിനു ചുറ്റുമായി കുറേ സൈനുകളുണ്ടാവും. ഒടുക്കം ഇതിനെയെല്ലാം ചുറ്റി ഒരു സർക്കിൾ വരയ്ക്കുക. എങ്കിൽ മാത്രമേ മന്ത്രം ഉദ്ദേശിച്ച ഫലം നൽകുകയുള്ളൂ. അങ്ങനെ കിഫ്രിയുടെ നിർദ്ദേശപ്രകാരം കോക്കോ ഒരു മാന്ത്രിക ചിഹ്നം വരയ്ക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ മുന്നൊരിക്കൽ ചെയ്ത പോലെ തന്നെ സർക്കിൾ കംപ്ലീറ്റ് അല്ല. കിഫ്രി പറയുന്നതിനെ തുടർന്ന് ആ സർക്കിൾ ക്ലോസ് ചെയ്യുന്നതും സംഭവിക്കുന്നതോ അത് ആക്റ്റീവായി അതിൽ നിന്നും വെള്ളം എല്ലാ വശത്തേക്കും പരക്കുന്നതിന് പകരം ഒരു വശത്തേക്ക് മാത്രം ശക്തിയായി തെറിക്കുന്നു. അതും അപ്പുറത്തിരുന്ന് സ്പെൽ വരയ്ക്കുന്ന അഗോത്തിൻ്റെ മേൽ. എന്താ കാര്യം? അവൾ വരച്ച ചിഹ്നത്തിലെ ഒരു വശത്തെ വര മറ്റേതിനേക്കാൾ അല്പം നീളം കൂടിപ്പോയി. വീണത് അഗോത്തിൻ്റെ മേലെയായതുകൊണ്ട് കോക്കോ പേടിച്ചു പോയെങ്കിലും പക്ഷെ അവൾ വളരെ ശാന്തമായി കോക്കോയ്ക്ക് സംഭവിച്ച തെറ്റ് എന്താണെന്ന് വിശദീകരിച്ചു കൊടുത്തു. ഇതുകൊണ്ട് കിഫ്രിക്ക് വലിയ ആശ്വാസമായി. അഗോത്തും കോക്കോയും തമ്മിലുള്ള അകലം കുറയുന്നുണ്ടെന്നും താനില്ലാത്ത സമയത്ത് അഗോത്തിന് കോക്കോയെ പഠിപ്പിക്കാൻ കഴിയുമെന്നും അയാൾക്ക് മനസ്സിലായി. ദ ഗ്രേറ്റ് ഹാൾ എന്ന സ്ഥലത്തായി കിഫ്രിക്ക് ഒരു പ്രധാന മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ 2-3 ദിവസത്തേക്ക് പുറത്തു പോകേണ്ടി വരുന്നു. പോകുന്നതിന് മുമ്പ് അയാൾ അഗോത്തിനോട് കോക്കോയെ പഠനത്തിൽ സഹായിക്കാൻ ഏൽപ്പിക്കുമ്പോൾ എന്നാൽ കോക്കോയ്ക്ക് പെട്ടെന്ന് വിളി പോവുക എന്ന് പറയുന്ന ഉൾക്കൊള്ളാൻ പ്രയാസമാണ്. ഒറ്റയ്ക്കായി പോയി എന്ന് തോന്നലുണ്ടാവും. എന്തായാലും അഗോത്തിൻ്റെ മേൽ വിശ്വാസം വെച്ച് കിഫ്രി ഇറങ്ങുന്നെങ്കിലും പോയി കഴിഞ്ഞ ഉടനെ അഗോത്തിൻ്റെ സ്വഭാവം വീണ്ടും മാറുന്നു. അവൾ കോക്കോയോട് പറയുന്നു, ഗുരു നിന്നെ വിശ്വസിക്കുന്നുണ്ടാവും, പക്ഷേ എനിക്ക് നിന്നെ വിശ്വാസമില്ല. നീ ഇവിടെ നിൽക്കാൻ യോഗ്യതാണെന്ന് എനിക്ക് ബോധ്യപ്പെടണം. അതുകൊണ്ട് ഇനി പഠിപ്പീരൊന്നുമില്ല. ഞാൻ നിന്നെ പരീക്ഷിക്കാൻ പോവുകയാണ്. അഗോത്ത് കോക്കോയ്ക്ക് മുന്നിൽ ഒരു വലിയ വെല്ലുവിളി ഉയർത്തുന്നതോടെയാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അഗോത്ത് കോക്കോയ്ക്ക് വിധിക്കാൻ പോകുന്ന ആ പരീക്ഷണം നമ്മൾ അറിയും മുന്നേ ദ ഗ്രേറ്റ് ഹാൾ. കിഫ്രിയുടെ യാത്ര അവിടേക്കല്ലായിരുന്നു. മാന്ത്രിക ലോകത്തെ അതിപ്രധാനമായ സ്ഥലത്തേക്ക് കിഫ്രി ആഗമിക്കുന്നതാണ് നമ്മൾ ആദ്യം തന്നെ കാണുന്നത്. അവിടെ വെച്ച് അദ്ദേഹം മറ്റൊരു വിച്ചായ അലൈറയെ കണ്ടുമുട്ടുന്നു. അലൈറ വെറുമൊരു മന്ത്രവാദിനിയല്ല, കിഫ്രിയുമായി അടുത്ത ബന്ധമുള്ള വ്യക്തി കൂടിയാണ്. സ്വാഭാവികമായും കിഫ്രിയുടെ പുതിയ ശിഷ്യയെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ് അവർ ആദ്യം ചോദിക്കുന്നത്. മാന്ത്രിക ലോകത്തായാലും വാക്കുകൾ അതിവേഗം തന്നെ പരവും. കോക്കോ ആ വിലക്കപ്പെട്ട മന്ത്രം ഉപയോഗിച്ചത് ഇനി അറിയാൻ ആരുമില്ലെന്ന് സാരം. സംസാരത്തിനിടയിൽ അലൈറ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കിഫ്രിയോട് പറയുന്നുണ്ട്. കിഫ്രി കാലങ്ങളായി അന്വേഷിച്ചുകൊണ്ടിരുന്ന നിഗൂഢതകൾ നിറഞ്ഞ ബ്രീംഡി ക്യാപ്സിലേക്ക് നയിക്കാൻ കോക്കോയ്ക്ക് സാധിക്കുമെന്ന് അവൾ സൂചിപ്പിക്കുന്നു. ഈ ബ്രീംഡി ക്യാപ്സ് എന്നാൽ നമ്മൾ തുടക്കത്തിൽ അറിഞ്ഞ ചരിത്രമില്ലേ, അതിൽ വിലക്കപ്പെട്ട മന്ത്രങ്ങൾ ഉപയോഗിക്കുന്ന മന്ത്രവാദികളുടെ ഒരു നിഗൂഢ സംഘമാണ്. കിഫ്രിയെ സംബന്ധിച്ചിടത്തോളം ഈ ബ്രീംഡി ക്യാപ്സിനെ കണ്ടെത്തുക എന്നത് വലിയ കാര്യവും. അലൈറയുടെ സംസാരം കേട്ട് കിഫ്രി പറയുന്നുണ്ട്, കോക്കോ അത്രയ്ക്ക് അങ്ങോട്ടായിട്ടില്ല, അവളെ ഇപ്പോൾ തൻ്റെ ശിഷ്യയെന്ന് വിളിക്കാൻ പോലും കഴിയില്ല എന്നാണ്. അതിനൊരു കാരണമുണ്ട്. വിച്ചാറ്ററ്റിലെ നിയമപ്രകാരം ഒരാൾ ഔദ്യോഗികമായി ഒരു വിച്ചിൻ്റെ ശിഷ്യയാകണമെങ്കിൽ ചില പരീക്ഷണങ്ങളെ വിജയിക്കേണ്ടതുണ്ട്. കോക്കോയെ സംബന്ധിച്ചിടത്തോളം അത് ദാദാ റേഞ്ച് പരീക്ഷയാണ്. ഈ പരീക്ഷയെക്കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ അലൈറയ്ക്ക് അതിൻ്റെ കാഠിന്യം മനസ്സിലാകുന്നുണ്ട്. കാരണം വർഷത്തിലെ ഈ ഒരു സമയത്ത് ആ പരീക്ഷണ ശ്രമം നടത്തേണ്ട ദാദാ റേഞ്ച് എന്ന പ്രദേശം സന്ദർശിക്കുന്നത് അങ്ങേയറ്റം അപകടമാണ്. കാലാവസ്ഥയും അവിടുത്തെ ഭൂപ്രകൃതിയും ആരെയും ഭയപ്പെടുത്തുന്ന ഒന്നാണ്. എന്നാൽ നിങ്ങൾക്കൊരു സത്യം അറിയുമോ? ഈ അഗോത്ത് കോക്കോയെ കൊണ്ട് ചെയ്യിക്കാൻ പോണ ടെസ്റ്റും ഇത് തന്നെ. ദാദാ റേഞ്ചിൻ്റെ ഏറ്റവും മുകളിൽ പോയി അവിടെയുള്ളൊരു പ്രത്യേക ഔഷധ സസ്യം ഹെർബ് ശേഖരിക്കുക എന്നതാണ് കോക്കോയുടെ ദൗത്യം. എന്നാലൊരു നിബന്ധനയുണ്ട്. ഈ യാത്രയിൽ അവൾക്കാകെ 3 വസ്തുക്കൾ മാത്രമേ കൂടെ കൂട്ടാൻ അനുവാദമുള്ളൂ. വളരെയധികം ചിന്തിച്ച ശേഷം കോക്കോ തിരഞ്ഞെടുക്കുന്ന 3 കാര്യങ്ങൾ: ഗൈഡിങ് ഓർബ്, വഴിതെറ്റായിരിക്കാൻ സഹായിക്കുന്ന വഴികാട്ടി കോമ്പസ് പോലെ ഒന്ന്; വേപ്പർ ബബിൾ, ശ്വസനത്തിനോ മറ്റു ആവശ്യങ്ങൾക്കോ ഉപയോഗിക്കാവുന്ന മാന്ത്രിക കുമിള, നമ്മൾ തുടക്കത്തിൽ കണ്ടത് തന്നെ; പിന്നെ ഒരു ഫ്ലൈയിങ് ഷൂസും. മലനിരകൾക്കിടയിൽ സഞ്ചരിക്കാൻ ഇത് അത്യാവശ്യമാണ്. പക്ഷേ തീർച്ചയായും കോക്കോയ്ക്ക് ഇതില്ലല്ലോ. അതുകൊണ്ട് അവൾ വല്ലാതെ പരുങ്ങി അഗോത്തിൻ്റെ ഇതൊന്ന് തരാൻ ചോദിച്ച് നിൽക്കുന്നുണ്ട്. അവൾ കൊടുക്കുന്നുണ്ട്. എന്തായാലും അഗോത്ത് 10ാം വയസ്സിൽ വിജയിച്ച പരീക്ഷണമാണെന്ന് കേൾക്കുന്ന കോക്കോയ്ക്ക് ആഹാ, എന്നാ പിന്നെ എനിക്കെന്താ പറ്റാത്തെ, ഞാൻ റെഡി എന്ന പോലെ വിച്ചാകാനുള്ള ആ ത്വരയിൽ അവൾ തയ്യാറായി അങ്ങനെ നിൽക്കുവാണ്, അതിൻ്റെ അപകടം മനസ്സിലാക്കാതെ. ഇനി ആ പ്രദേശത്തേക്ക് പോകുന്നത് നമ്മൾ മുന്നേ കണ്ട ആ മാന്ത്രിക ജാലകത്തിലൂടെയും എവിടേക്ക് വേണമെങ്കിലും പോകാൻ കഴിയുന്ന വിൻഡോവേ. താൻ മനസ്സിലാക്കിയ വളരെ കുറച്ചറിവും വിദ്യകളും ഒപ്പം ഈ 3 വസ്തുക്കളും ഉപയോഗിച്ച് ആ ലക്ഷ്യം പൂർത്തിയാക്കാൻ കോക്കോ ഉറപ്പിച്ചു. അവൾ പരീക്ഷണ സ്ഥലത്തേക്കുള്ള മാന്ത്രിക പോർട്ടലിലേക്ക് പ്രവേശിക്കുന്നു. പോർട്ടൽ കടന്ന കോക്കോ ചെന്നെത്തുന്നത് ഒരു വലിയ കാടിൻ്റെ നടുവിലാണ്. ആദ്യം അവളൊന്ന് പകച്ചു പോയെങ്കിലും തൻ്റെ കയ്യിലുള്ള ഗൈഡിങ് ഓർബ് എങ്ങനെ ഉപയോഗിക്കണമെന്ന് അവൾ വേഗത്തിൽ പഠിച്ചെടുക്കുന്നു. ആ കാടിൻ്റെ നിഗൂഢതകളിൽ നിന്നും പുറത്തു കടക്കാൻ അവൾക്ക് അധികം സമയം വേണ്ടി വന്നില്ല. കാടിന് വെളിയിൽ വന്ന കോക്കോ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. ദാദാ റേഞ്ച് അവൾ വിചാരിച്ചതുപോലെ അല്ലായിരുന്നു. ആകാശത്ത് ഒഴുകി നടക്കുന്ന പോലെ തോന്നിക്കുന്ന ധാരാളം ഉരുണ്ട ഭൂപ്രദേശങ്ങൾ, ഫ്ലോട്ടിംഗ് ഓർബ്സ് ഓഫ് ലാൻഡ്. ഒന്നിനു മുകളിൽ ഒന്നായി നിൽക്കുന്ന ഈ ഗോളങ്ങളിലൂടെ കയറി വേണം അവൾക്ക് മലമുകളിലെത്താൻ. താഴെ നോക്കിയാൽ അഗാധമായ താഴ്ചയും നദിയുമാണ്. തൻ്റെ കയ്യിലുള്ള പറക്കുന്ന ഷൂസ് ഉപയോഗിക്കാനുള്ള സമയമാണെന്ന് കോക്കോ തിരിച്ചറിയുന്നു. എന്നാൽ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ എളുപ്പമായിരുന്നില്ല. ആ ഷൂസ് എങ്ങനെ പ്രവർത്തിക്കണമെന്ന് മനസ്സിലാക്കാൻ അവൾ കുറച്ചധികം കഷ്ടപ്പെടുന്നുണ്ട്.
എങ്കിലും തോറ്റുകൊടുക്കാൻ തയ്യാറല്ല. കൃത്യമായ ഉയരത്തിൽ പറക്കാൻ കഴിയുന്നതുവരെ അവൾ സ്വയം പരിശീലനം നടത്തിക്കൊണ്ടേയിരുന്നു. ഒടുവിൽ ഒരു പരിധിവരെ പറക്കൽ നിയന്ത്രണത്തിലായപ്പോൾ അവൾ ആദ്യത്തെ ഗോളത്തിലേക്ക് ലക്ഷ്യം വെച്ചു. കോക്കോ ഫ്ലൈയിങ് ഷൂസ് ഉപയോഗിച്ച് പറക്കാൻ ഏകദേശം പഠിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ധൈര്യം സംഭരിച്ചവൾ മുകളിൽ ഒഴുകി നിൽക്കുന്ന ഒരു വലിയ ഗോളാകൃതിയിലുള്ള മൺകൂനയിലേക്ക് പറന്നുയർന്നു. അവിടെ സുരക്ഷിതമായി ലാൻഡ് ചെയ്യാമെന്നായിരുന്നു അവളുടെ പ്രതീക്ഷ. എന്നാൽ ദാദാ റേഞ്ച് അത്ര നിസ്സാരമായിരുന്നില്ല. അവൾ ആ ഗോളത്തിൽ കാലുകുത്തിയ നിമിഷം അത് അപ്രതീക്ഷിതമായി കറങ്ങാൻ തുടങ്ങി. സമനില തെറ്റിയ കോക്കോ ആ വലിയ ഉയരത്തിൽ നിന്നും താഴേക്ക് പതിക്കുന്നു. മരണത്തെ മുഖാമുഖം കണ്ട ആ നിമിഷത്തിലും അവൾ ധൈര്യം കൈവിട്ടില്ല. തൻ്റെ ഷൂസ് വീണ്ടും നിയന്ത്രണത്തിലാക്കി അവൾ പറക്കാൻ ശ്രമിച്ചു. എന്നാൽ രണ്ടാമതും അതേ ഗോളത്തിൽ ഇറങ്ങാൻ ശ്രമിച്ചപ്പോൾ ഫലം പഴയതുപോലെ തന്നെയായിരുന്നു. ഇത്തവണ താഴേക്ക് വിടാതിരിക്കാൻ അവൾ മുകളിലുണ്ടായിരുന്നൊരു വള്ളിയിൽ കഷ്ടപ്പെട്ട് തൂങ്ങിക്കിടന്നു. അവിടെ വെച്ചാണ് അവളൊരു ബ്രഷ് ബെഡിയെ കാണുന്നത്. വെളുത്ത നിറത്തിൽ രോമങ്ങളുള്ള കുന്തളപ്പുഴുവിനെ പോലുള്ളൊരു ജീവിയാണത്. ഇതിനെ കണ്ടതും കോക്കോ പേടിച്ചു. ആ പേടിയിൽ വള്ളിയിലെ പിടിവിട്ട് അവൾ നേരെ താഴെയുള്ള ചളി നിറഞ്ഞ വെള്ളത്തിലേക്കും വീണു. ശാരീരികമായും മാനസികമായും അവൾ തകർന്നുപോയ നിമിഷമായിരുന്നു അത്. കോക്കോ അങ്ങനെ ഇത് ജീവൻ മരണ പോരാട്ടമാണെന്ന് തിരിച്ചറിഞ്ഞ് തുടങ്ങുമ്പോൾ ഗ്രേറ്റ് ഹാളിൽ അലേറയും കിഫ്രിയും തമ്മിലുള്ള സംസാരം തുടരുകയായിരുന്നു. ഗ്രേറ്റ് ഹാളിൻ്റെ നിലനിൽപ്പ് ശ്രദ്ധിച്ച എന്ത് മനോഹരമാണ്, വെള്ളത്തിനടിയിലായി അങ്ങനെ നല്ല വൈബുള്ളൊരു സ്ഥലം. അലേറ കിഫ്രിയോട് ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് അയാൾ ഗ്രേറ്റ് ഹാളിലേക്ക് താമസം മാറാത്തത് എന്നാണ്. കാരണം ഒരുപാട് വിച്ചുകൾ ഇവിടെ ഒരുമിച്ച് താമസിക്കുന്നുണ്ട്. എന്നാൽ കിഫ്രിക്ക് ആ സ്ഥലത്തോടൊരു പ്രത്യേകതരം വിരക്തിയുണ്ട്. ആവശ്യമുള്ളപ്പോൾ മാത്രം ഇങ്ങോട്ടേക്ക് വരാനാണ് ഇഷ്ടം എന്ന് കിഫ്രി പറയുമ്പോൾ അലേറ പരിഹാസത്തോടെ ചിരിക്കുന്നു. കിഫ്രിക്ക് ആ ഒരു സ്ഥലത്തോടുള്ള വെറുപ്പ് എത്രത്തോളം ആഴത്തിലുള്ളതാണെന്ന് അവൾക്ക് നന്നായി അറിയാമായിരുന്നു. അതിൻ്റെ കാരണം നമ്മളൊരിക്കലും അറിയും. അതേസമയം കിഫ്രിയുടെ അറ്റലിയറിൽ, അതായത് പരിശീലന കേന്ദ്രത്തിൽ, ആ വീട്ടിൽ മറ്റു കുട്ടികൾ കോക്കോയെക്കുറിച്ച് ഉത്കണ്ഠാകുലരാകുന്നു. പ്രത്യേകിച്ച് ടെറ്റിയ കോക്കോയെ കാണാഞ്ഞ് അഗോത്തിനടുത്തേക്ക് വന്ന് തിരക്കുമ്പോഴാണ് ഈ അപകടകരമായ പരീക്ഷയിൽ അവൾ തെള്ളുവിട്ട കാര്യം അറിയുന്നത്. കേട്ടതും ഷോക്ക്ഡായ അവൾ കോക്കോ വിജയിക്കുമോ എന്ന് ആകുലപ്പെട്ടങ്ങനെ നിൽക്കുകയാണ്. എന്നാൽ അഗോത്തിൻ്റെ ഭാവം നേരെ വിപരീതമായിരുന്നു. അവൾക്ക് കോക്കോയുടെ ഒരുതരം പുച്ഛമാണ്. അഗോത്ത് വളരെ ക്രൂരമായി തന്നെ സംസാരിച്ചു. ഒരാൾക്ക് സ്വയം തനിയൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലേ, അവളൊരു വിച്ചാകൻ യോഗ്യയല്ല. എനിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യാൻ കഴിയാത്തവരെ എനിക്ക് വെറുപ്പാണ്. പ്രത്യേകിച്ച് പുറംലോകത്തു നിന്ന് വന്ന കോക്കോയെപ്പുള്ളവരെ, ഔട്ട്സൈഡേഴ്സിനെ. കോക്കോ പരാജയപ്പെട്ട് ഉടൻ തന്നെ തിരിച്ചു വരുമെന്ന് അഗോത്ത് ഉറപ്പിച്ചു പറഞ്ഞു. നിർഭാഗ്യവശാൽ കോക്കോയുടെ ഇപ്പോഴത്തെ അവസ്ഥ നോക്കിയാലും അഗോത്ത് പറഞ്ഞത് ശരിവയ്ക്കുന്നതായിരുന്നു. ചളിവെള്ളത്തിൽ വീണതോടെ കോക്കോയുടെ മാന്ത്രിക മഷിയും ഉപകരണങ്ങളും നശിച്ചു. മഷിയില്ലാതെ വിദ്യകളൊക്കെ എങ്ങനെ വരയ്ക്കാനാണ്? അങ്ങനെ അപ്പോൾ നിരാശയായി നദിയിലൂടെ ഒഴുകിപ്പോകുന്നൊരു ചെറിയ വഞ്ചിയിൽ തളർന്നിരിക്കുകയാണ് പാവം കോക്കോ. താൻ മറ്റുള്ളവരെ പോലെയൊന്നും അല്ലെന്നും തനിക്ക് മാന്ത്രിക ലോകത്തെക്കുറിച്ച് ഒന്നും അറിയില്ലെന്നും അവൾക്ക് തോന്നി തുടങ്ങി. താൻ ജനിച്ചതേ ഒരു ഔട്ട്സൈഡറായിട്ടാണെന്നും അതുകൊണ്ട് തന്നെ എന്നെക്കൊണ്ട് കൂട്ടിയൊന്നും കൂടില്ല എന്ന് സ്വയം ചിന്ത വന്നു തുടങ്ങി. ഓൾമോസ്റ്റ് പ്രതീക്ഷകൾ അസ്തമിച്ച ആ ഒരു നിമിഷത്തിൽ അവൾ തൻ്റെ അമ്മയെക്കുറിച്ച് ഓർത്തു. മാന്ത്രിക ലോകത്തേക്ക് വരുന്നതിന് മുമ്പ് കോക്കോയുടെ ലോകം അവളുടെ അമ്മയും അവർ തമ്മിലുള്ള സ്നേഹവുമായിരുന്നു. അവളുടെ അമ്മ ഒരു തയ്യൽക്കാരിയായിരുന്നില്ലേ? അമ്മ കോക്കോയെ തുന്നൽ പഠിപ്പിച്ച രീതികൾ അവൾ ഓർത്തെടുത്തു. ഓരോ ദിവസവും അമ്മയിൽ നിന്ന് പഠിച്ച ചെറിയ കാര്യങ്ങളാണ് അവളെ ഒരു മികച്ച കരകൗശല വിദഗ്ധയാക്കിയത്. കിഫ്രി പോലും അവളുടെ തുന്നൽ വൈദികത്തെ പ്രശംസിച്ചിരുന്നില്ലേ, കണ്ടാൽ മാജിക് പോലെ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. ആ ഓർമ്മകൾ ഇപ്പോൾ കോക്കോയിൽ ഒരു മാറ്റം ഉണ്ടാക്കുകയാണ്. എനിക്ക് മന്ത്രവാദനകളുടെ രീതികൾ അറിയില്ലായിരിക്കാം, പക്ഷേ എനിക്ക് എൻ്റെ അമ്മ പഠിപ്പിച്ചെന്ന കാര്യങ്ങൾ അറിയാം. അവൾ തീരുമാനിച്ചു അറിയാവുന്ന വിദ്യകൾ ഉപയോഗിച്ച് ഒരു പുതിയ വഴി കണ്ടെത്തുക. അവൾ തൻ്റെ തുന്നൽ കലയെ മാന്ത്രികതയുമായി കൂട്ടിച്ചേർക്കാൻ തീരുമാനിച്ചു. അവൾ അമ്മ പഠിപ്പിച്ചെന്ന തുന്നൽ വിദ്യകൾ ഉപയോഗിച്ച് തുണികൾ കോർത്തു കെട്ടി വഞ്ചിക്കൊരു പായ പോലെ അത് നിർമ്മിച്ചെടുത്തു. എന്നിട്ട് അവിടെ നിന്ന് കുറച്ച് ചെളിക്കട്ടകൾ പെറുക്കി വഞ്ചിയിലുണ്ടായിരുന്ന തുണി കയറി ഇത് വെച്ച് കെട്ടി. എന്നിട്ട് ആ വേപ്പർ ബബിൾ മാന്ത്രിക കുമിളയിൽ മുക്കി ചിഹ്നങ്ങൾ വരയ്ക്കാൻ തുടങ്ങി. അമ്മയുടെ സഹായവും കിഫ്രിയുടെ പ്രോത്സാഹനവും എല്ലാം അവളെ അദൃശ്യ ശക്തിയായി മാറി. സാധാരണ വിച്ചുകൾ പറക്കുന്ന ചിഹ്നങ്ങൾ വരയ്ക്കുന്നത് ഷൂസിലോ വസ്ത്രത്തിലോ ആണ്. എന്നാൽ കോക്കോ വ്യത്യസ്തമായി ചിന്തിച്ചു. അവൾ ആ പായയിലായി പറക്കാനുള്ള മാന്ത്രിക ചിഹ്നങ്ങൾ വരച്ചു. പക്ഷേ അത് സാധാരണ രീതിയിലായിരുന്നില്ല. കാറ്റിനെ മുകളിലേക്ക് തള്ളിവിടുന്ന രീതിയിൽ ചിഹ്നങ്ങളിൽ അവൾ ചെറിയ മാറ്റങ്ങളും വരുത്തി. ഇതെല്ലാം സാക്ഷ്യം വഹിക്കാൻ ഇപ്പോൾ പുതിയൊരു കൂട്ടുകൂടി കോക്കോയ്ക്കുണ്ടെന്ന് മറക്കരുത്. കുന്തളപ്പുഴു, ബ്രഷ് ബഡ്ഡി. അങ്ങനെ പായ വഞ്ചിയിൽ വെച്ച് കെട്ടി. ഇനി ആ സർക്കിളിൽ ഒരു ചെറിയ ഗ്യാപ്പുണ്ട്, അത് വരച്ചു ചേർത്താൽ എല്ലാം ക്ലിയർ. അങ്ങനെ അവൾ ആ മാന്ത്രികത ഉണർത്തിയ നിമിഷം ശക്തിയേറിയ കാറ്റ് ആ പായയിലടിച്ചു. വഞ്ചി ആ ശക്തി താങ്ങാനാവാതെ തകർന്നുപോയി. പക്ഷെ കോക്കോ അത് പ്രതീക്ഷിച്ചിരുന്നു. തകർന്ന വഞ്ചിയിൽ നിന്നും പായ വിടാതെ പിടിച്ച് തൂങ്ങി അവൾ ആകാശത്തേക്ക് ഉയർന്നു. അതപ്പോൾ ഒരു വഞ്ചിപ്പായല്ല, മറിച്ച് പട്ടം പോലെ ഒരു ഗ്ലൈഡറായി മാറിയിരുന്നു. തൻ്റെ തുന്നലറിവും മന്ത്രവിദ്യയും ചേർത്ത് വെച്ചവൾ സ്വന്തമായൊരു വിമാനം നിർമ്മിച്ച പോലെയായിരുന്നു ആ കാഴ്ച. ആകാശത്തിലൂടെ വളരെ അനായാസമായി പറക്കാനുള്ള നാക്ക് കിട്ടിത്തുടങ്ങി. അങ്ങനെയിപ്പോൾ മറ്റുള്ള പലർക്കും അസാധ്യമായത് അവൾ തൻ്റെ തനതായ ശൈലിയിൽ സാധിച്ചെടുത്തിരിക്കുകയാണ്. ഒടുവിൽ ഗ്ലൈഡറിൽ പറന്നവൾ ദാദാ റേഞ്ചിൻ്റെ ഉച്ചിയിലേക്ക് എത്തുകയാണ്. അവിടെ വെച്ചവൾ ആ ഔഷധ സസ്യത്തെ കണ്ടു. പക്ഷെ അത് ശേഖരിക്കുക അത്ര എളുപ്പമായിരുന്നില്ല. പറക്കുന്നതിനിടയിൽ ആ സസ്യം പിടിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോൾ അവൾ നിയന്ത്രണം തെറ്റി ആ വലിയ കുളത്തിൽ പോയി ഇടിച്ച് വേദനിച്ചെങ്കിലും പിന്മാറിയില്ല.
ഓരോ തവണ പരാജയപ്പെടുമ്പോഴും അമ്മയുടെ മുഖവും അമ്മ നൽകിയ ധൈര്യവും അവളുടെ മനസ്സിലേക്ക് ഓടിയെത്തി. എനിക്കിത് ചെയ്യാൻ കഴിയും എന്ന ഉറച്ച വിശ്വാസത്തോടെ അവൾ അവസാനമായി ഒരു ശ്രമം കൂടി നടത്തി. കൃത്യമായ വേഗതയിൽ ഗ്ലൈഡർ തിരിച്ച് താഴേക്ക് ഡൈവ് ചെയ്ത് അവൾ ഔഷധ സസ്യം കൈപ്പിടിയിൽ ഒതുക്കുന്ന മാസ്മരിക നിമിഷം. അസാധ്യമായ ദൗത്യം അവൾ പൂർത്തിയാക്കിയിരിക്കുന്നു. ഇന്നേരം ഗ്രീൻ ഹാളിൽ നിന്നും തിരിച്ച് അറ്റിലിലെത്തിയ കിഫ്രി ഞെട്ടിപ്പോയി. കോക്കോയെ ദാദാ റേഞ്ചിലേക്ക് പരീക്ഷണത്തിന് അയച്ചെന്ന് കേട്ടപ്പോൾ. എന്നാൽ ശാന്തശാലു അയാൾ ആരോടും ദേഷിക്കാൻ നിൽക്കാതെ സമയം വൈകുന്തോറും കോക്കോയ്ക്ക് എന്തെങ്കിലും അപകടം പറ്റി കാണുമോ എന്ന ഭയത്തിൽ പിന്നൊന്നും നോക്കാതെ ധൃതിപ്പെട്ട് അങ്ങോട്ടേക്ക് പോകാനായി പോർട്ടൽ തുറന്നു. ആ നിമിഷം അവിടെ കണ്ട കാഴ്ച അദ്ദേഹത്തെ അമ്പരിപ്പിച്ചു. കോക്കോ താൻ നിർമ്മിച്ച ഗ്ലൈഡറിൽ അഭിമാനത്തോടെ കയ്യിലെ ഔഷധ സസ്യമായി പറന്നിറങ്ങുന്നു. കോക്കോ കോല മാസ്. അവൾ വിജയകരമായി തിരിച്ചെത്തിയത് കണ്ടപ്പോൾ എല്ലാവരും സന്തോഷിച്ചു. ടെറ്റി ഓടി വന്ന് അവളെ കെട്ടിപ്പിടിച്ചു. എന്നാൽ അഗോത്തിന് ഇത് വിശ്വസിക്കാനായില്ല. ഒരു ഔട്ട്സൈഡർ ഇത്രയും പ്രയാസമേറിയ പരീക്ഷ ജയിച്ചു എന്ന് അവൾക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. ദേഷ്യവും അസൂയം കലർന്ന മനസ്സോടെ അഗോത്ത് ആരോടും ഒന്നും മിണ്ടാതെ തൻ്റെ മുറിയിലേക്ക് ഓടിപ്പോയി. കിഫ്രി കോക്കോയുടെ അടുത്തേക്ക് ചെന്നു. അദ്ദേഹം അവളെ ചേർത്ത് പിടിച്ചു. നീ എൻ്റെ ശിഷ്യയാണെന്ന് തെളിയിക്കാൻ നിനക്ക് ഈ പരീക്ഷയിൽ ഒന്നും ആവശ്യമില്ലായിരുന്നു. നിന്റെ ഉള്ളിലെ കഴിവ് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു എന്ന് അദ്ദേഹം സ്നേഹത്തോടെ പറഞ്ഞു. തുടർന്ന് കാണുന്നത് ഏറെ സന്തോഷം തരുന്ന മനോഹരമായ ചില നിമിഷങ്ങൾ. കിഫ്രി അവൾക്കായി കരുതി വെച്ചിരുന്ന ഔദ്യോഗികമായ മന്ത്രവാദികളുടെ വസ്ത്രവും കൂർത്ത തൊപ്പിയും പോയിന്റഡ് ക്യാപ്പ് അവൾക്ക് സമ്മാനിച്ചു. അത് ധരിച്ചിരുന്ന കോക്കോയുടെ മുഖത്തെ സന്തോഷം വാക്കുകൾക്ക് അതീതമായിരുന്നു. അവളിപ്പോൾ വെറുമൊരു പെൺകുട്ടിയല്ല, ഒഫീഷ്യലി ഒരു മന്ത്രവാദിയുടെ ശിഷ്യയായിരിക്കുകയാണ്. എല്ലാം ശുഭമായി അവസാനിച്ചു എന്ന് കയറിയ നിമിഷത്തിലാണ് ആ ഒരു വഴിത്തിരിവ്. ദാദാ റേഞ്ചിൻ്റെ പശ്ചാത്തലത്തിൽ ദൂരെ ഒരു കുന്നിന് മുകളിൽ ആ നിഗൂഢനായ മന്ത്രവാദി നിൽക്കുന്നുണ്ടായിരുന്നു. പണ്ട് കോക്കോയ്ക്ക് ആ മാന്ത്രിക പുസ്തകം നൽകിയ അതേ വ്യക്തി. അയാൾ ഇവളെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിരന്തരം. കോക്കോ പരീക്ഷ ജയിക്കുന്നത് അയാൾ ദൂരെ നിന്ന് നോക്കി നിൽക്കുകയായിരുന്നു. വിത്ത് മുളച്ചു കഴിഞ്ഞു എന്നയാൾ മന്ത്രിച്ചു. കോക്കോയുടെ ജീവിതത്തിലേക്ക് വലിയൊരു അപകടം അല്ലെങ്കിൽ വലിയൊരു മാറ്റം വരാനിരിക്കുന്നു എന്ന സൂചന നൽകിക്കൊണ്ട് ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ആ മിസ്റ്ററി വിച്ച് അന്ന് കോക്കോയ്ക്ക് മാന്ത്രിക വസ്തുക്കൾ കൊടുത്തത് വെറുമൊരു കച്ചവടമല്ലായിരുന്നു, അതൊരു പ്ലാനായിരുന്നു. അതെന്താണെന്ന് നമുക്കറിയണം. അതിനായി വരും കാഴ്ചകൾക്ക് വേണ്ടി കാത്തിരിക്കേണ്ടതുണ്ട്. കൊടിയ അപകടമായ പരീക്ഷണം വിജയിച്ച് സാമർത്ഥ്യം തെളിയിച്ച കോക്കോ അവിടെ പ്രിയപ്പെട്ടവളായി മാറുമ്പോൾ മാസ്റ്റർ കിഫ്രിയുടെ ചില മന്ത്രവിദ്യയെക്കുറിച്ചുള്ള അടിസ്ഥാന പാഠങ്ങൾ കോക്കോയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നതിലൂടെയാണ് പുതിയ കാഴ്ചകൾ തുടങ്ങുന്നത്. മാന്ത്രിക ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 4 സിജിലുകൾ. ലോകത്ത് അനേകം മാന്ത്രിക ചിഹ്നങ്ങൾ ഉണ്ടെങ്കിലും 4 ഘടകങ്ങൾ: തീ, ഫ്ലെയിം; വായുവിൽ ഉയരുന്ന ലെവിറ്റേഷൻ; വെള്ളം; പിന്നെ മണ്ണ് അഥവാ എർത്ത് എന്നിവ മറ്റെല്ലാറ്റിനേക്കാളും മുകളിലാണെന്ന് അദ്ദേഹം പഠിപ്പിക്കുന്നു. ഇവയാണ് പ്രകൃതിയുടെ അടിസ്ഥാന ശക്തികൾ. ഇതെല്ലാം പഠിച്ചോളാൻ വയ്യാതെ തുള്ളി നിൽക്കുന്ന കോക്കോ ആദ്യം പരീക്ഷിക്കുന്നത് വായുവിൽ ഉയരാനുള്ള ലെവിറ്റേഷൻ മാന്ത്രിക വിദ്യയാണ്. കാരണം മുന്നേ അഗോത്തിൻ്റെ ലെവിറ്റേറ്റിംഗ് ഷൂമായി ആയിരുന്നില്ലേ ദാദാ റേഞ്ചിലേക്ക് പോയത്. അവിടെ വെച്ച് വെള്ളത്തിൽ വീണ് അതിലെ മാന്ത്രികത നഷ്ടപ്പെട്ടു. അതിൽ ലെവിറ്റേഷൻ സിജിൽ വരച്ചിട്ട് കുഴപ്പമൊന്നും കൂടാതെ തിരിച്ചു കൊടുക്കാം എന്നങ്ങനെ വളരെ കൗതുകത്തോടെയും ആവേശത്തോടെയും അവളത് വരയ്ക്കാൻ തുടങ്ങുന്നുണ്ടെങ്കിലും കാര്യങ്ങൾ അത്ര എളുപ്പമായിരുന്നില്ല. സിജിലുകൾ വരയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ പിഴവുകൾ പോലും മാന്ത്രിക വിദ്യ പരാജയപ്പെടാൻ കാരണമാകുന്നു. കോക്കോ വീണ്ടും വീണ്ടും പരാജയപ്പെടുന്ന കാണുമ്പോൾ കിഫ്രിക്കും മറ്റു ശിഷ്യയായ ടെറ്റിയയ്ക്കും ഒരു കാര്യം മനസ്സിലായി. കോക്കോയ്ക്ക് അവരുടെ കൈകൾക്ക് അനുയോജ്യമായ ഒരു മികച്ച മാന്ത്രിക വടി വാൻഡ് ആവശ്യമാണ്. എന്നുവെച്ചാൽ ആ പേന. ഓരോ മന്ത്രവാദിനിക്കും അവരുടെ ശാരീരിക പ്രത്യേകതകൾക്കും മാന്ത്രിക രീതികൾക്കും ചേരുന്ന വടികൾ ഉണ്ടാവുക എന്നത് പ്രധാനമാണ്. അതിനാൽ അവർ കോക്കോയെ ഒരു മാന്ത്രിക സ്റ്റേഷനറി കടയിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിക്കുന്നു. ഒരു ചിത്രകാരന് സ്റ്റേഷനറി കട എങ്ങനെയോ അതുപോലെയാണ് മന്ത്രവാദികൾക്ക് ഈ കടകൾ. മാജിക് സ്റ്റേഷനറി എന്ന് കേട്ടപ്പോഴേ കോക്കോയുടെ മനസ്സ് സന്തോഷം കൊണ്ട് തുള്ളി കളിക്കുവാണ്. ചുറ്റും മന്ത്രവാദികളും മാജിക് ഐറ്റങ്ങളൊക്കെയുള്ള ഒരു വലിയ പ്രദേശമായിരിക്കില്ലേ ഇത്. എന്തായാലും അവിടെ വെച്ച് കോക്കോയ്ക്ക് കൂടുതൽ മികച്ച രീതിയിൽ മാന്ത്രിക വിദ്യ അഭ്യസിക്കാനാകുമെന്നാണ് കിഫ്രി വിശ്വസിക്കുന്നത്. അറ്റിലിലുള്ള എല്ലാവരും ചേർന്ന് ഏറ്റവും അടുത്തുള്ള മന്ത്രവാദ നഗരമായ കാലിനിലേക്ക് പുറപ്പെടുന്നു. നഗരത്തിലെത്തിയ കോക്കോ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. സാധാരണ മനുഷ്യരുടെ ലോകത്ത് നിന്ന് വന്ന ഇവൾക്ക് ഇത്രയധികം മന്ത്രവാദികളെയും അവരുടെ വിചിത്രമായ മാന്ത്രിക സഹാരങ്ങളും ഒരിടത്ത് കാണുന്നത് ആദ്യത്തെ അനുഭവമായിരുന്നു. നഗരത്തിൻ്റെ തിരക്കും അവിടുത്തെ മാന്ത്രിക അന്തരീക്ഷവും അവളെ ആവേശം കൊള്ളിച്ചു. എന്നാൽ സംഘത്തിലുള്ള കട്ടക്കാരി അഗോത്തിന് ഈ വിനോദയാത്ര അത്ര രസിച്ചില്ല. എനിക്ക് കോക്കോയുടെ കാര്യങ്ങൾക്ക് വേണ്ടി നടക്കാൻ സൗകര്യമില്ല, വേറെ ചില കടകളിൽ കയറാനുണ്ട് എന്ന് പരസ്യമായി പറഞ്ഞുകൊണ്ട് അവൾ തനിച്ച് നടക്കാൻ തീരുമാനിക്കുന്നു. ഈ അഗോത്തൊരു ഇൻട്രോവേർട്ട് ആണെങ്കിലും പഠനത്തിൽ അതീവ ശ്രദ്ധാലുവായ കുട്ടിയാണെന്ന് നമ്മൾ കാണുന്നതാണ്. കോക്കോയെ പോലെ ഒരു തുടക്കക്കാരുടെ കൂടെ സമയം കളയുന്നത് തൻ്റെ പുരോഗതിയെ ബാധിക്കുമെന്ന് അവൾ ഭയപ്പെടുന്നുണ്ട്. അങ്ങനെ അഗോത്ത് ഗ്രൂപ്പിൽ നിന്ന് പിരിഞ്ഞ് സ്വന്തം നിലയ്ക്ക് ഷോപ്പിങ്ങിനായി പോകുന്നു. ശേഷിച്ചവർ ദ സ്റ്റേറി സോഡ് എന്ന മാന്ത്രിക കടയിലേക്ക് എത്തുകയാണ്. ആ കടയുടെ ഘടന തന്നെ വളരെ വിചിത്രവും മനോഹരവുമായിരുന്നു. കടയുടെ നടുവിൽ തന്നെ ഒരു ഭീമാകാരമായ സിൽവർ വുഡ് എന്നൊരു പ്രത്യേക മരം വളർന്നു നിൽക്കുന്നുണ്ട്. കോക്കോയ്ക്ക് അത് വലിയൊരു അട്രാക്ഷനായിട്ടുള്ള ഒരു അലങ്കാരമായിട്ടാണ് ആദ്യം തോന്നിയത്. എന്നാൽ ആ മരത്തിൻ്റെ പ്രാധാന്യം വളരെ വലുതായിരുന്നു. കടയുടമയായ നോൾനോവയെ കോക്കോ അവിടെ വെച്ച് പരിചയപ്പെടുന്നു.
ആ സിൽവർവുഡ് മരം വെറുമൊരു മരമല്ലെന്ന് അദ്ദേഹം അവൾക്ക് വിശദീകരിച്ചു കൊടുക്കുന്നു. മന്ത്രവാദികൾ സിജിലുകൾ വരയ്ക്കാൻ ഉപയോഗിക്കുന്ന പ്രത്യേക മാന്ത്രിക മഷി വേർതിരിച്ചെടുക്കുന്നത് ഈ സിൽവർവുഡ് മരത്തിൽ നിന്നാണ്. ആ മഷിയില്ലാതെ മന്ത്രവാദികൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ആ കടയുടെയും മന്ത്രവാദ ലോകത്തിൻ്റെയും ജീവനാടിയാണ് ആ മരം. നോൾനോവ അവരുടെ മുന്നിൽ വെച്ച് തന്നെ സിൽവർവുഡിൻ്റെ വള്ളിപ്പടർപ്പൊടിച്ച് അത് പാകം ചെയ്ത് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന മാന്ത്രിക മഷി ഒരു ഫ്ലാസ്കിൽ കുറച്ച് നിറച്ച് കോക്കോയ്ക്ക് സമ്മാനമായി നൽകുന്നു. തൻ്റെ പുതിയ മന്ത്രവാടി ഉപയോഗിച്ച് ആ മഷി കൊണ്ട് മാന്ത്രികവിദ്യ പരീക്ഷിക്കാൻ കോക്കോ തയ്യാറെടുക്കുകയായിരുന്നു. കിഫ്രി കുട്ടികളെ അവരുടെ ഇഷ്ടത്തിന് വിട്ട് സ്വന്തമായി ഉയർത്തുമ്പോൾ, എന്നാൽ ആ നിമിഷം താഴേക്കിറങ്ങി വന്ന കോക്കോ ജനാലയ്ക്ക് പുറത്തൊരു കാഴ്ച കണ്ടു. അവളുടെ ജീവിതം മാറ്റിമറിച്ച ആ നിഗൂഢമായ മുഖം മൂടി ധരിച്ച മന്ത്രവാദി മാസ്ക് വെച്ച് പുറത്തു നിൽക്കുന്നു. മറ്റൊന്നും ചിന്തിക്കാതെ അവൾ ആ മന്ത്രവാദിയെ പിന്തുടർന്ന് പുറത്തേക്ക് ഓടുകയാണ്. പിന്നാലെ ടെറ്റിയെയും റിച്ചിയും അവളെ തടയാനായി ഓടി. വഴിയിൽ വെച്ച് ഇവർ അഗോത്തിനെ കണ്ടുമുട്ടുന്നു. കാര്യങ്ങളൊന്നും വിശദീകരിക്കാൻ നിൽക്കാതെ ടെറ്റി അഗോത്തിനെ പിടിച്ച് ബലമായി കൂടെ കൂട്ടി വേഗത്തിൽ ഓടുമ്പോൾ കോക്കോ ആ മുഖം മൂടി അങ്ങിങ്ങായി കണ്ട് അങ്ങനെ പിന്തുടരുവാണ്. ഇവരുടെ എല്ലാം പിന്നാലെ കോക്കോയുടെ പുതിയ കമ്പാനിയൻ നമ്മുടെ ക്യൂട്ട് കൂട്ടൻ ബ്രഷ് ബഡിയുമുണ്ട്. അങ്ങനെ ഓടവേ ഇടനാഴിയിലായി ഒരുതരം പുക മണ്ഡലത്തിലൂടെ പിടമെല്ലാം കടന്നു പോകുന്നെങ്കിലും പിന്നാലെ വന്ന ബ്രഷ് ബഡി നിന്നു പോവുകയാണ്. കാരണം അത് സാധാരണ ഒരു പുകമറ അല്ലായിരുന്നു. അഗോത്തും സംഘവും ഒടുക്കം കോക്കോയെ കണ്ടെത്തി പിടിച്ച് നിർത്തുമ്പോൾ അവർ വളരെയേറെ ദൂരം പിന്നിട്ടിരുന്നു. നോക്കുമ്പോൾ തങ്ങൾ നിൽക്കുന്നത് തീർത്തും അപരിചിതമായ ഒരിടത്താണെന്ന് അവർക്ക് മനസ്സിലാവുകയാണ്. കാലിൻ നഗരത്തിലെ കെട്ടിടങ്ങളുമായി യാതൊരു സാമ്യവുമില്ലാത്ത വിചിത്രമായ വാസ്തുവിദ്യയുള്ള ഒരു സ്ഥലമായിരുന്നു അത്. അവർക്ക് വഴി തെറ്റിയിരിക്കുന്നു. കോക്കോയും സംഘവും നിൽക്കുന്നത് ഇപ്പോൾ കാലിൻ നഗരത്തിലല്ല എന്നവർക്ക് പെട്ടെന്ന് തന്നെ ബോധ്യപ്പെട്ടു. വെള്ളം നിറഞ്ഞ അവിടുത്തെ കെട്ടിടങ്ങളുടെ ഘടനയും അന്തരീക്ഷവും തികച്ചും ഭയാനകമായിരുന്നു. അവരെങ്ങനെയോ ഒരു മാന്ത്രിക കെണിയിലോ മറ്റൊരു ഡൈമെൻഷനിലോ അകപ്പെട്ടതുപോലെ തോന്നി. അങ്ങനെ നിൽക്കെയാണ് ആ മുഖംമൂടി ധരിച്ച മന്ത്രവാദി വീണ്ടും പ്രത്യക്ഷപ്പെടുന്നത്. അയാൾ ഇവരെ എത്തിച്ചതാണ് ഇവിടെ. കോക്കോയോട് മന്ത്രവാദത്തിൻ്റെ ലോകത്തിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞു നിൽക്കെ കുട്ടികൾക്ക് ചിന്തിക്കാൻ പോലും സമയം ലഭിക്കും മുന്നേ ഒരു ഭയങ്കര സംഭവം നടക്കുവാണ്. അവരെ കാത്തിരുന്നത് ഒരു ഭീകര ജീവിയായിരുന്നു, ഒരു കൂറ്റൻ ഡ്രാഗൺ. ആ മന്ത്രവാദിനികൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒന്നായിരുന്നു അത്. സാധാരണഗതിയിൽ മന്ത്രവാദ ലോകത്ത് ഇത്തരം ജീവികളെ നേരിടാൻ പ്രത്യേക പരിശീലനം സിദ്ധിച്ചവർ വേണം. എന്നാൽ ഇവിടെയുള്ളത് കേവലം വിദ്യാർത്ഥികൾ മാത്രമാണ്. കോക്കോ ഇതിനു മുമ്പ് ഇത്രയും വലിയൊരു അപകടത്തെ അഭിമുഖീകരിച്ചിട്ടില്ലെന്ന് പ്രത്യേകം പറയണ്ടല്ലോ. ഈ സമയം തന്നെ ഇതെല്ലാം നിരീക്ഷിക്കുന്ന ആ മാസ്കിന് പിന്നിലെ മന്ത്രവാദി കോക്കോയെ ഒരു സാധാരണ പെൺകുട്ടിയായല്ല, മറിച്ച് തങ്ങളുടെ വിപ്ലവകരമായ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാനുള്ള ഒരു പ്രതീക്ഷ ആയാണ് കരുതുന്നത്. കോക്കോ ഈ പ്രതിസന്ധിയെ എങ്ങനെ മറികടക്കും എന്ന് പരീക്ഷിക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം. ഇതേസമയം മാന്ത്രിക കടയിൽ തിരിച്ചെത്തിയ കിഫ്രി അങ്ങേയറ്റം ആശങ്കയിലായി. അപ്രന്റീസുകൾ അവിടെ ഇല്ലെന്നുള്ള കാര്യം പറഞ്ഞ് നോൾനോവയുടെ ചെറുമകനായ ടാർട്ട അവനവിടെയാണ് ജോലി ചെയ്യുന്നത്. ടാർട്ട പെൺകുട്ടികൾ ആരെയോ പിന്തുടർന്ന് ഓടിപ്പോയതെക്കുറിച്ച് കിഫ്രിയോട് ചില സൂചനകൾ നൽകുന്നു. ഒരുതരം മാസ്ക് ധരിച്ച ആളാണെന്നും ആ മുഖംമൂടി ഒരൊറ്റ കണ്ണുപോലുള്ളതായിരുന്നു എന്നുമുള്ള വിവരങ്ങളിൽ നിന്ന് കിഫ്രി ഒരു കാര്യം ഉറപ്പിച്ചു. ഇത് ബ്രീംഡ് ക്യാപ്സ് എന്ന നിരോധിക്കപ്പെട്ട മന്ത്രവാദ സംഘത്തിൻ്റെ പണിയാണ്. പഴയകാല മന്ത്രവാദ രീതികൾ, അതും വിലക്കപ്പെട്ട മാജിക്കൽ പിന്തുടരുന്ന പുരാതന മുഖംമൂടിയും തൊപ്പികളും ധരിക്കുന്ന ഈ സംഘം അങ്ങേയറ്റം അപകടകാരികളാണ്. കോക്കോയിലൂടെ അവരെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുമെന്നാണ് കിഫ്രി കരുതിയിരുന്നത്. എന്നാൽ ഇപ്പോൾ അവർ കോക്കോയെ തേടി, അതും ഈ ഒരു പരിഭാവനമായ നഗരത്തിലേക്ക് ആദ്യമായി എത്തിയിരിക്കുകയാണ്. അവരെന്തിനാണ് കോക്കോയെ ലക്ഷ്യം വയ്ക്കുന്നത് എന്ന് കിഫ്രിക്ക് ആദ്യം മനസ്സിലായില്ല. എങ്കിലും തൻ്റെ ശിഷ്യർ വലിയൊരു കെണിയിൽ അകപ്പെട്ടിരിക്കുകയാണെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. അവരെ കണ്ടെത്താനുള്ള വഴി തേടി അദ്ദേഹം അലയുന്നതിനിടെയാണ് കോക്കോയുടെ ബ്രഷ് ബഡി, ആ കമ്പനിയൻ, ഓടിത്തിരികെ കിഫ്രിക്ക് അരികിലേക്ക് എത്തുന്നത്. ആ കൊച്ചുജീവിക്ക് കോക്കോയുടെ സ്ഥിതി എന്താണെന്ന് അറിയാമായിരുന്നു. കിഫ്രി അതിനോട് സഹായം അഭ്യർത്ഥിക്കുന്നു. അങ്ങനെ അവരെ കണ്ടെത്താനുള്ള ആദ്യത്തെ വഴി തെളിയുകയാണ്. തിരികെ ഡ്രാഗന്റെ അടുത്തേക്ക് വന്നാൽ അഗോത്ത് തന്റെ സ്വതസിദ്ധമായ ധൈര്യവും നേതൃപാഠവും പുറത്തെടുക്കുന്നത് നമുക്ക് കാണാം. അവൾ ഭയന്നുപോയ മറ്റുള്ളവരോട് വളരെ പതുക്കെ പിന്നോട്ട് നീങ്ങാൻ ആജ്ഞാപിക്കുന്നു. അതും ഡ്രാഗന്റെ മേലുള്ള ഐ കോണ്ടാക്റ്റ് നിലനിർത്തിക്കൊണ്ട് തന്നെ. എന്നാൽ ഡ്രാഗൺ അവരെ ശ്രദ്ധിക്കുകയും ആക്രമിക്കാൻ തയ്യാറെടുക്കുകയും ചെയ്യുന്നതോടെ പിന്നെ നെട്ടോട്ടമാണ്. ഭയചകിതരായ പെൺകുട്ടികൾ ജീവനം കൊണ്ട് ഓടാൻ തുടങ്ങി. ഡ്രാഗൺ അവരുടെ തൊട്ട് പിറകെയും. വഴിമധ്യേ അഗോത്തൊരു ഫയർ സ്പെൽ പ്രയോഗിച്ചു. ഇത് ഡ്രാഗനെ താൽക്കാലികമായൊന്ന് തടഞ്ഞു നിർത്താൻ സഹായിച്ചുവെങ്കിലും അവരെ രക്ഷിക്കാൻ അത് മതിയാകുമായിരുന്നില്ല. ഓട്ടത്തിനൊടുവിൽ അവർ ചെന്നുപെട്ടത് ഒരു ഡെഡ് എൻഡിലും. ഇവിടെ നിൽക്കെ കോക്കോയുടെ അതിശയം അഗോത്ത് ആ ഒരു ഫയർ സ്പെൽ പ്രയോഗിച്ചതിൽ. അവൾ കയ്യിലായി നോട്ട്സ് പോലെ കുറേ കടലാസുകൾ വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, സർക്കിൾ പൂർത്തിയാക്കാതെ. ഇപ്പോൾ ഒരാവശ്യം വന്നപ്പോൾ ജസ്റ്റ് ആ സർക്കിൾ ഒന്ന് മുട്ടിച്ചു. കംപ്ലീറ്റ് ആക്കിയ ശേഷം ഡ്രാഗനും നേരെ പ്രയോഗിച്ചതാണ്. അതൊരു നല്ല ഐഡിയ ആണ്, ഒരു പോക്കറ്റ് മാജിക് ഐറ്റം. എക്സൈറ്റ്മെൻറ്റൊക്കെ മാറ്റിവെച്ച് രക്ഷപ്പെടാനുള്ള വഴി നോക്കാൻ ദേഷിക്കുകയാണ് കോക്കോയുടെ അഗോത്ത്. മുന്നോട്ട് പോകാൻ വഴിയില്ല, പിന്നിൽ ആഞ്ഞെടുക്കുന്ന ഡ്രാഗണും. ഈ സാഹചര്യത്തിൽ ടെട്ടിയെ നിയന്ത്രണം വിട്ട് കരയാൻ തുടങ്ങുന്നു. അവൾ കോക്കോയെക്കുറിച്ച് പറഞ്ഞ് ദേഷ്യപ്പെടുകയും ഇതെല്ലാം അവളുടെ മാത്രം തെറ്റാണെന്ന് വിളിച്ച് പറയുകയും ചെയ്യുന്നു. കോക്കോ ആകെ തകർന്നുപോയി. കാരണം എപ്പോഴും സന്തോഷവതിയുള്ള ടെറ്റിയുടെ ഇങ്ങനത്തെ സ്വഭാവം അവൾ പ്രതീക്ഷിച്ചില്ല.
എന്നാൽ അഗോത്തും റിച്ചയും ടെറ്റിയെ ശാന്തയാക്കാൻ ശ്രമിക്കുന്നു. അവരൊരുമിച്ച് നിന്നാലേ ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയൂ എന്നവർ തിരിച്ചറിയുന്നു. ഓരോരുത്തരും ഓരോ ജോലി ഏറ്റെടുത്തു. ടെറ്റിയ തൻ്റെ മാന്ത്രിക വസ്ത്രം ക്ലോക്ക് ഉപയോഗിച്ചിട്ട് ഡ്രാഗന്റെ ശ്രദ്ധ തിരിക്കാൻ ശ്രമിച്ചു. ആ വസ്ത്രം ലെവിറ്റേഷൻ പവർ വെച്ചിട്ട് വായുവിൽ പറത്തി ഡ്രാഗനെ കുഴപ്പിക്കാനായിരുന്നു അവളുടെ ശ്രമം. ആ സമയം കൊണ്ട് മുന്നിലുള്ള വലിയ മതിൽ തകർത്ത് വഴിതെളിക്കാനുള്ള സിജിൽ വരയ്ക്കാൻ അഗോത്ത് ശ്രമിക്കുന്നു. എന്നാൽ ഈ സമയത്താണ് കോക്കോ അവിടെ മുകളിലായി ഭിത്തിയിൽ വിചിത്രമായി വരയ്ക്കപ്പെട്ട മറ്റൊരു സിജിൽ ശ്രദ്ധിക്കുന്നത്. അതേക്കുറിച്ച് അഗോത്തിനോട് മുന്നറിയിപ്പ് നൽകാൻ വിളിക്കുന്നെങ്കിലും അബദ്ധമെന്ന് പറയട്ടെ അവളുടെ കയ്യിൽ തട്ടുകയും വരച്ചുകൊണ്ടിരുന്ന സിജിൽ തെറ്റുകയും ചെയ്യുന്നു. ഇത് അഗോത്തിനെ വല്ലാതെ പ്രകോപിപ്പിച്ചു. അവൾ കോക്കോയോട് വളരെ ക്രൂരമായി സംസാരിക്കുകയും കോക്കോ ഒരു ഉപകാരവുമില്ലാത്ത കുട്ടിയാണെന്ന് ആക്ഷേപിക്കുകയും ചെയ്യുന്നു. ഇതെല്ലാം കേട്ട് ആകെ തകർന്ന് നിശബ്ദയെ പോയ കോക്കോ ഒടുവിൽ എല്ലാം ഉപേക്ഷിച്ച് മാറി നിൽക്കെ ഈ സംഘർഷത്തിനിടയിലാണ് ശാന്ത സ്വഭാവിയായ റിച്ചെ തൻ്റെ കഴിവ് തെളിയിക്കുന്നത്. അവൾ മതിലിൻ്റെ വിവിധ ഭാഗങ്ങളിലായി ചെറിയ ചെറിയ അനേകം സിജിലുകൾ വട്ടത്തിൽ വരച്ചു ചേർത്തു. ഒറ്റനോട്ടത്തിൽ അത് നിസ്സാരമായി തോന്നുമെങ്കിലും അവയെല്ലാം ഒന്നിച്ച് പ്രവർത്തിച്ചപ്പോൾ മതിലിൽ ഒരു വലിയ സുഷിരം രൂപപ്പെട്ടിരിക്കുകയാണിപ്പോൾ. അങ്ങനെ ഒരു രക്ഷാമാർഗമായിരിക്കുന്നു. അഗോത്താകട്ടെ ആ ദേഷ്യം വിട്ടുമാറാതെ കോക്കോയോട് ഇത് ഒരു വഴിയാണ്, പുറത്തേക്ക് പോകാൻ പറ്റുമെന്ന് അറിയില്ലെങ്കിലും ഞങ്ങൾ രക്ഷപ്പെടാൻ ശ്രമിക്കും, നിനക്ക് വരാം വരാതിരിക്കാം, അതിലൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് മടിച്ചു നിൽക്കുന്ന ടെറ്റിയെ വിളിച്ചുകൊണ്ട് പോകുന്നു. കോക്കോ മാനസികമായി വല്ലാണ്ട് തളർന്നുപോയി. കാരണം തന്നെ ടെറ്റിയെ മോശമായി കുറ്റപ്പെടുത്തി. ഇപ്പോൾ അഗോത്തിൻ്റെ ശകാരവും. അവൾ വല്ലാണ്ട് അപ്സെറ്റായി നിൽക്കുവാണ്. താൻ മറ്റുള്ളവർക്കൊരു ഭാരമാണോ എന്ന ചിന്ത അവളെ തളർത്തി കളഞ്ഞു. പാവം എന്ത് ചെയ്യണമെന്ന വിഷമത്തിൽ കിഫ്രിയെ വിളിച്ചു നിൽക്കുന്ന ആ നിമിഷത്തിൽ നമ്മൾ തൽക്കാലത്തേക്ക് കോക്കോയുടെ കാഴ്ചകൾ അവസാനിപ്പിക്കുകയാണ്. എപ്പിസോഡിൻ്റെ അവസാന ഭാഗങ്ങളിൽ കിഫ്രി ബ്രീംഡി ക്യാപ്സിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരുന്നു. അവർ കോക്കോയെ തങ്ങളുടെ ലോകത്തേക്ക് ആകർഷിക്കാൻ ശ്രമിക്കുകയാണ്. കോക്കോയ്ക്ക് പ്രത്യേകമായ എന്തോ കഴിവുണ്ടെന്ന് അവർ വിശ്വസിക്കുന്നു. ഈ എപ്പിസോഡ് വളരെ വേഗത്തിലാണ് കഥയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കേവലം മാന്ത്രിക വിദ്യ പഠിക്കുന്ന കുട്ടികളുടെ കഥ എന്നതിലുപരി ഗൂഢാലോചനകളും വൻ അപകടങ്ങളും നിറഞ്ഞ ഒരു വലിയ ലോകത്തെയാണിത് പരിചയപ്പെടുത്തുന്നത്. റിച്ചി എന്ന കഥാപാത്രത്തിൻ്റെ ബുദ്ധിശക്തിയും അഗോത്തിൻ്റെ കണിശതയും കോക്കോയുടെ നിഷ്കളങ്കതയും എല്ലാം കൂടി ചേരുമ്പോൾ കഥ കൂടുതൽ ആഴമുള്ളതായിക്കൊണ്ടിരിക്കുകയാണ്. കോക്കോയുടെ മനസ്സിപ്പോൾ വളരെ തളർന്ന അവസ്ഥയിലാണ് ഉള്ളത്. അടുത്തു തന്നെ അപകടവും. ഡ്രാഗൺ. കോക്കോയും അഗോത്തും ടെറ്റിയും റിച്ചിയും ഈ 3 കൊച്ചു മന്ത്രവാദിനികളും മറ്റേതോ ഈവൽ ഡൈമെൻഷനിൽ എത്തി നിൽക്കെ അവരിപ്പോൾ പേടിച്ചോടുകയാണ് ആ ഭീകര ഡ്രാഗണിൽ നിന്ന് രക്ഷ നേടാനേ. എന്നാൽ വലിയൊരു ആശയക്കുഴപ്പത്തിലായിരിക്കുകയാണത്. എത്ര ഓടിയിട്ടും കറങ്ങി തിരിഞ്ഞ് ഒരേ സ്ഥലത്ത് തന്നെ തിരിച്ചെത്തുന്നു. ഇതൊരു സാധാരണ സ്ഥലമല്ലെന്നും ഏതോ മാന്ത്രിക വലയത്തിൽ തങ്ങൾ കുടുങ്ങിയിരിക്കുകയാണെന്നും അവർക്ക് മനസ്സിലാകുന്നു. ഈ അവസ്ഥയിൽ ഇങ്ങനെ വെറുതെ ഓടിയിട്ട് കാര്യമില്ലെന്ന് തിരിച്ചറിവുണ്ടാകുന്ന അഗോത്ത് മറ്റുള്ളവരോട് പറയുന്നൊരു കാര്യം, നമ്മൾ ആദ്യം എവിടെയെങ്കിലും ഒന്ന് ഒളിച്ചിരുന്ന് സമാധാനമായി ചിന്തിച്ച് അടുത്തതായി എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കണം എന്നാണ്. അങ്ങനെ അവർ ഡ്രാഗണെ പെട്ടെന്ന് സ്പോട്ട് ചെയ്യാൻ കഴിയാത്ത സുരക്ഷിതമായൊരു മറ കണ്ടെത്തുന്നു. അവിടെ വെച്ചാണ് കോക്കോ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. ടെറ്റിയ ഡ്രാഗൻ്റെ കരച്ചിലൊക്കെ കേട്ട് വല്ലാണ്ട് പേടിച്ച് ഒരു മൂലയിൽ തനിച്ചിരിക്കുവാണ്. പുറമെ എപ്പോഴും സന്തോഷവതിയെ കാണപ്പെടുന്ന ടെറ്റിയുടെ ആ ഭയം കോക്കോയെ വേദനിപ്പിക്കുന്നു. കോക്കോ ഉടൻ തന്നെ ടെറ്റിയെ ഭയം മൂലം മറന്നുവെച്ച് പോയ അവളുടെ തൊപ്പി നൽകുകയും ഒപ്പം ആ പ്രദേശത്തെ തണുപ്പകറ്റാൻ താൻ പൊതിച്ചിരുന്ന മാന്ത്രിക മേലങ്കി ക്ലോക്ക് അതുകൂടി അവൾക്ക് നൽകി ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. കോക്കോയുടെ കരുതലാണ് ഈ എപ്പിസോഡിലെ ഏറ്റവും ഹൃദ്യമായ നിമിഷങ്ങളിൽ ഒന്ന്. അവളുടെ കുറ്റബോധം നമ്മൾ കണ്ടതാണ്. ടെറ്റിയ പേടിയുടെ വെപ്രാളത്തിൽ നിലവിളിച്ചപ്പോൾ എല്ലാറ്റിനും കാരണം കോക്കോ ആണെന്ന് ഇൻഡയറക്റ്റായി പറഞ്ഞത് അവളെ നല്ലോണം വിഷമിപ്പിച്ചിരുന്നു. അങ്ങനെ ഇപ്പോൾ ഈ ഒരു സമയത്താണ് ടെറ്റിയയ്ക്കും ഒരു വലിയ സത്യം ബോധ്യപ്പെടുന്നത്. താൻ ഇത്രയും നേരം പേടിച്ചിരുന്നത് വഴി കോക്കോയ്ക്ക് വലിയ കുറ്റബോധം ഉണ്ടാക്കുകയായിരുന്നു. ഈ അപകടാവസ്ഥയ്ക്കെല്ലാം താനാണ് ഉത്തരവാദിയെന്ന് കോക്കോ കരുതുന്നുണ്ടെന്ന് ടെറ്റിയ മനസ്സിലാക്കുന്നു. മുന്നേ അപ്പോഴത്തെ ഭയപ്പാടിൽ പറഞ്ഞാണെന്ന് അവൾ ആശ്വസിപ്പിക്കവേ കോക്കോയ്ക്ക് അത് വലിയൊരു ആശ്വാസമാണ്. തുടർന്നുള്ള കോക്കോയുടെ സ്നേഹവും ആശ്വാസം കണ്ടപ്പോൾ ടെറ്റിയയ്ക്ക് പുതിയൊരു ഉന്മേഷം വരുന്നു. ഉടനെ അവളൊരു സ്പെൽ ഉപയോഗിച്ച് ഒരു മേഘക്കെട്ടുണ്ടാക്കി അതിനുള്ളിൽ കോക്കോയെ ഇരുത്തുകയാണ്. കാരണം ഈ തണുപ്പത്ത് അവൾക്ക് കംഫർട്ടായി എന്തെങ്കിലും വേണ്ടേ. ടെറ്റിയ തൻ്റെ മനസ്സിലുള്ള ഒരു രഹസ്യം പങ്കുവയ്ക്കുകയാണ്. കുട്ടിക്കാലം മുതലേ മേഘങ്ങൾക്ക് മുകളിൽ കിടന്നുറങ്ങുക എന്നത് ടെറ്റിയുടെ വലിയൊരു സ്വപ്നമായിരുന്നു. അതിനായി അവൾ സ്വന്തമായൊരു മന്ത്രം സ്പെൽ വികസിപ്പിക്കാൻ വർഷങ്ങളായി പരിശ്രമിക്കുകയായിരുന്നു. ആ സ്പെല്ലാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇത് വികസിപ്പിച്ച് പൂർണ്ണതയിലെത്തി അനുമതി ലഭിച്ചാൽ പിന്നെ എല്ലാവർക്കും ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു മന്ത്രമാകുമെന്ന് അവൾ പറയുന്നു. പക്ഷേ അവിടെയും ശാന്തത അധിക നേരം നീണ്ടു നിന്നില്ല. ഇതെല്ലാം കേട്ട് അഗോത്തും റിച്ചയും അവരോടൊപ്പം ആ മേഘപ്പൊതിക്കുള്ളിലേക്ക് കയറി ആ മേഘത്തെക്കുറിച്ച് തർക്കിക്കാൻ തുടങ്ങുന്നു. അത് പൂർത്തിയാക്കുന്നതിൻ്റെയും ഒപ്പം ഗുണങ്ങളെയും ദോഷങ്ങളെയും കുറിച്ച് പല പല അഭിപ്രായങ്ങൾ. എന്നാൽ അഗോത്ത് പെട്ടെന്ന് തന്നെ ഗൗരവത്തിലേക്ക് വന്നിട്ട് ഇങ്ങനെ തർക്കിച്ചിരിക്കാൻ സമയമില്ലെന്നും ഈ മാന്ത്രിക ലോകത്ത് നിന്ന് പുറത്തു കടക്കാനുള്ള വഴി എത്രയും വേഗം കണ്ടെത്തണമെന്ന് ഓർപ്പിക്കുന്നു. ഇത് ഊരാക്കുടക്ക് പോലെ ഉള്ളതുകൊണ്ടാണ് പോയ വഴിക്ക് തന്നെ വീണ്ടും വന്നെത്തുന്നത്. വിലക്കപ്പെട്ട മന്ത്രമായാലും അതിനൊരു കാസ്റ്റിംഗ് സീലുണ്ട്. അതെവിടെയാണെന്ന് കണ്ടുപിടിക്കണമെന്ന് അഗോത്ത് ചിന്തിക്കുകയാണ്. കോക്കോ മെല്ലെ താൻ കണ്ട ആ കാര്യം വെളിപ്പെടുത്തുന്നത്. മുന്നേ ഈ പ്രദേശത്തിൻ്റെ ഒരു വശത്തായി അവൾക്ക് എൻ്റെ കാസ്റ്റിംഗ് സീൽ അതേപ്പറ്റി പറയാൻ വന്നപ്പോഴല്ലായിരുന്നോ അഗോത്തിനെ തെറ്റിച്ചതും പിന്നീടുള്ള പുകിലുകൾ ഉണ്ടായതും. അങ്ങനെ വൈകാതെ അവർ മറിഞ്ഞു നിന്നുകൊണ്ട് ആ സീൽ നോക്കി കാണുകയാണ്.
ഈ മുഴുവൻ മാന്ത്രിക ലോകത്തെ നിയന്ത്രിക്കുന്നത് ആ സീലാണ്. അത് നശിപ്പിച്ചാൽ മാത്രമേ തങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയൂ എന്ന് മനസ്സിലാവുമ്പോൾ, എന്നാൽ ആ സീലിരിക്കുന്നത് ദൂരെ ഒരു ടവറിന് മുകളിലും. അവിടേക്കെത്തുക അത്ര എളുപ്പമല്ല. കാരണം ആ ഭീകരമായ വ്യാളി ആ ടവറിന് കാവലായാണ് നിൽപ്പുള്ളത്. അഗോത്തിൻ്റെ അഭിപ്രായത്തിൽ ആ ഡ്രാഗണെ യുദ്ധം ചെയ്ത് തോൽപ്പിച്ചാൽ മാത്രമേ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. എന്നാൽ കോക്കോയ്ക്ക് മറ്റൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അവൾ ഈ വ്യാളയെ നിരീക്ഷിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി. തങ്ങളെ പിന്തുടരുന്നതിനിടെ ഈ ഡ്രാഗൺ ഒരു ചൂരിൽ തലയിടിച്ച് വീണപ്പോൾ അതിന് നല്ല വേദനയുണ്ടായി. ഒരു ഭീകരജീവിയാണെങ്കിലും അതിനും വേദന അറിയാമല്ലോ എന്ന ചിന്തയിൽ കോക്കോ ഡ്രാഗണെ ഉപദ്രവിക്കുന്നതിന് പകരം അതിനെ സന്തോഷിപ്പിക്കാനുള്ള ഒരു വഴിയാണ് ആലോചിക്കുന്നത്. അതിനായി അവളുടെ മനസ്സിൽ വരുന്നത് മറ്റൊന്നുമല്ല, ടെറ്റിയുടെ മേഘമന്ത്രം. അതുപയോഗിച്ച് ആ വ്യാളിക്ക് ചുരുണ്ടുകൂടാൻ ഒരു മേഘക്കിടക്ക ഉണ്ടാക്കിയാലോ എന്നാണ് കോക്കോയുടെ ബുദ്ധിപരമായ നീക്കം. വ്യാളി അങ്ങനെ ഒതുക്കാൻ സാധിച്ചാൽ ഈ സമയത്ത് തങ്ങൾക്ക് ആ ടവറിൽ കയറി സീൽ മാറ്റാൻ സാധിക്കും. കോക്കോയുടെ ഐഡിയ കൊള്ളാമെന്ന് അഗോത്തിന് തോന്നുന്നെങ്കിലും പുറത്ത് പ്രകടിപ്പിക്കുന്നില്ല. മറ്റു രണ്ടുപേരും ഇതൊരു ബ്രില്യൻ്റ് ഐഡിയ ആണെന്നും ഈ തണുപ്പ് സ്ഥലത്ത് ഒരു കംഫർട്ട് കിട്ടിയാൽ ആരാണ് വിട്ടുകളയുക എന്നങ്ങനെ ആ പ്രയത്നത്തിലേക്ക് കടക്കുകയാണ്. ഇത്രയും വലിയൊരു ഡ്രാഗൺ എന്തായാലും അതിന് ഉൾക്കൊള്ളാൻ കഴിയത്തക്ക രീതിയിലുള്ള ഭീമൻ മേഘക്കെട്ട് വേണം. അപ്പോൾ അതിന് പറ്റിയ മെറ്റീരിയൽ എന്താണെന്നുള്ള നീണ്ട ചർച്ചയ്ക്ക് ശേഷം അഗോത്തിൻ്റെ മനസ്സിൽ തെളിയുന്ന ഒന്ന്, മണ്ണ്. മുന്നേ റിച്ച് മതിലുകൾ തകർത്തപ്പോൾ അവിടെ മണ്ണ് നിറഞ്ഞിരുന്നു. അത് വെച്ച് മേഘക്കിടക്ക ഉണ്ടാക്കാൻ സാധിക്കും. അഗോത്ത് ഓരോരുത്തർക്കും ഓരോ ജോലികൾ വിധിച്ചു കൊടുക്കുകയാണ്. റിച്ചെ മുന്നത്തെ പോലെ മതിലുകൾ തകർക്കാനുള്ള അനേകം കൊച്ചു സ്പെല്ലുകൾ വരയ്ക്കുമ്പോൾ അതെല്ലാം ശേഖരിക്കാൻ ടെറ്റിയെ ഏൽപ്പിക്കുന്നു. പക്ഷേ കോക്കോയെ മാത്രം അവൾ ഒരു കാര്യത്തിലും കൂട്ടിയില്ല. കോക്കോ ഇനിയും മന്ത്രങ്ങൾ വരയ്ക്കാൻ പഠിച്ചു വരുന്നതേയുള്ളൂ. എന്തുകൊണ്ട് അവൾ വരയ്ക്കുന്ന സീലുകൾ തെറ്റിപ്പോകുകയുള്ളൂ. അതുകൊണ്ടൊന്നും ചെയ്യേണ്ടെന്ന് മാറ്റി നിർത്തി അഗോത്ത് ഒരു മെയിൻ സ്പെൽ വരയ്ക്കാനുള്ള തല പുകച്ചില്ല. എന്നാൽ കോക്കോ വെറുതെ ഇരുന്നില്ല. മറ്റുള്ളവർ ഓരോ സീലുകളും എത്ര ശ്രദ്ധയോടെയാണ് വരയ്ക്കുന്നത് എന്നവൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു. പേപ്പർ നോട്ടിൽ വരയ്ക്കുന്നതിന് മുന്നേ വായുവിൽ കുറച്ച് തവണ സർക്കിൾ വരച്ച് നോക്കും. എന്നിട്ട് വരയ്ക്കുമ്പോൾ എന്ത് കൃത്യമായാണ് തെറ്റാതെ ആ സർക്കിളൊക്കെ വരുന്നത്. അങ്ങനെ അവർ അറിയാതെ തന്നെ കോക്കോ തൻ്റെ നോട്ട്ബുക്കിൽ ആ മന്ത്രങ്ങൾ പലതവണ വരച്ച് പഠിക്കാൻ തുടങ്ങി. അവൾ പലതവണ ഒരേ സീൽ ആവർത്തിച്ച് വരച്ച് പെർഫെക്റ്റ് ആക്കാൻ ശ്രമിച്ചു. കിഫ്രി പറഞ്ഞിട്ടുണ്ട്, ഏത് കാര്യമായാലും ആദ്യം ചെയ്യുമ്പോൾ അതിൽ സംഭവിക്കുന്ന തെറ്റുകൾ സർവ്വസാധാരണമാണെന്ന്. ആ ധൈര്യത്തിൽ ഇത് തുടരുമ്പോൾ ഇതേസമയം അഗോത്ത് ഒരു വലിയ പ്രതിസന്ധിയിലായിരുന്നു. ടെറ്റിയുടെ മേഘമന്ത്രം മൃദുവായതാണ്. അതിന് ഭാരമേറിയ ഒരു ഡ്രാഗന്റെ ഭാരം താങ്ങാൻ കഴിയില്ല. വ്യാളി അതിന് മുകളിലേക്ക് കിടന്നാൽ മേഘം താഴ്ന്നു പോവുകയോ തകരുകയോ ചെയ്യും. ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ അഗോത്ത് തലപുകഞ്ഞ് ആലോചിക്കുമ്പോഴാണ് അവിടെ കോക്കോയുടെ അത്ഭുതം. അവൾ ഒരു ചെറിയ തീപ്പൊരി ഉണ്ടാക്കാനുള്ള മന്ത്രം ഫയർ സ്പെൽ പലതവണ ആവർത്തിച്ച് വരച്ച് ഒടുക്കം കൃത്യതയോടെയും വേഗത്തിലും വരച്ച് തീർത്തിരിക്കുന്നു. സാധാരണഗതിയിൽ ഒരു തുടക്കക്കാരിക്ക് ഇത്ര പെട്ടെന്ന് ഇത്രയും കൃത്യതയോടെ വരയ്ക്കാൻ കഴിയില്ല. കോക്കോയുടെ ആ കഠിനാധ്വാനം കണ്ട് എല്ലാവരും അതിശയിക്കുമ്പോൾ അഗോത്തിന് പെട്ടെന്നൊരു ബുദ്ധി. പിന്നെ നമ്മൾ കാണുന്നത് ഈ 4 പെൺകുട്ടികളുടെ ഊർജ്ജസ്വലമായ പ്രകടനം. ലെവിറ്റേഷൻ ഷൂസ് ഉപയോഗിച്ച് പറന്നും ഓടിയും അവർ രണ്ടായി പിരിഞ്ഞ് ഡ്രാഗൺ കാണാതെ പല പല തറയിലായി ഓരോ മാന്ത്രിക മുദ്രകൾ വരയ്ക്കുകയാണ്. എന്താണ് അഗോത്തിന് തോന്നിയ ബുദ്ധി? കോക്കോ ഇപ്പോൾ ചെയ്തതുപോലെ ഒരു കാര്യം തന്നെ ആവർത്തിക്കുന്ന രീതിയിലുള്ള ഒരു ആവർത്തന മന്ത്രം, റെപ്പറ്റീഷൻ സ്പെൽ. അതെന്തുകൊണ്ട് ഉപയോഗിച്ചുകൂടാ എന്നവൾ ചിന്തിച്ചു. അങ്ങനെ അവർ 5 വ്യത്യസ്ത മാന്ത്രിക മുദ്രകൾ അവിടെയായി വരച്ച് ഒരേ സമയം ഉപയോഗിക്കാൻ തീരുമാനിച്ചു. സാധാരണ വായുവിലുണ്ടാക്കുന്ന മേഘത്തിന് പകരം മണൽ ഉപയോഗിച്ച് ഒരുതരം പഞ്ഞു പോലെയുള്ള ഘടന ഉണ്ടാക്കാൻ ശ്രമിച്ചപ്പോൾ ഇതിൽ അഗോത്ത് ആസൂത്രണം ചെയ്ത ആവർത്തന മന്ത്രം കൂടി ചേരുമ്പോഴുണ്ടാകുന്ന ഗുണം, ഡ്രാഗൺ ആ ക്ലൗഡിന് മുകളിലേക്ക് കിടക്കുമ്പോൾ അതിൻ്റെ ഭാരം കാരണം മണൽ അമർന്നു പോകും. പക്ഷേ ആവർത്തന മന്ത്രം ഉള്ളതുകൊണ്ട് ആ മണൽത്തരികൾ വീണ്ടും വീണ്ടും സ്വയം പുനർനിർമ്മിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. അതായത് എത്ര വലിയ ഭാരം വന്നാലും ആ കിടക്ക ഒരിക്കലും താഴ്ന്നു പോകില്ല. അങ്ങനെ ആ അത്ഭുതം സംഭവിക്കുന്നു. 5 മുദ്രകളുടെയും സർക്കിളുകൾ പെട്ടെന്ന് തന്നെ അടുപ്പിച്ച് പൂർത്തിയാക്കുന്നതും വലിയ മണൽ മേഘങ്ങൾ അവിടെ പ്രത്യക്ഷമാവുകയാണ്. ആ ഭീകരരൂപിയായ വ്യാളി കോക്കോ വിചാരിച്ചതുപോലെ തന്നെ ആ മൃദുവായ കിടക്ക കണ്ടപ്പോൾ സന്തോഷത്തോടെ അതിലേക്ക് ചായാൻ തുടങ്ങുന്നു. ഇനി ആ ടവറിലെ ഡ്രോയിങ് സ്പെല്ലിനടുത്തേക്ക് പോകാൻ പറ്റും. ഡ്രാഗൻ്റെ ആ ഒരു കംഫർട്ട് കണ്ട് ടെറ്റിയെ സന്തോഷത്തോടെ നോക്കി നിൽക്കുവാണ്. കോക്കോ അടുത്തെത്തുമ്പോൾ തൻ്റെ മന്ത്രം കൊണ്ട് ഒരാളെ, അതൊരു മൃഗമാണെങ്കിൽ പോലും, ഇത്രയധികം സന്തോഷിപ്പിക്കാൻ കഴിഞ്ഞതിൽ ടെറ്റിയുടെ സന്തോഷം പറഞ്ഞ് അവളുടെ കണ്ണുകൾ നിറഞ്ഞു പോകുന്നൊരു നിമിഷം. വൈകാതെ അവർ ടവറിന് മുകളിലേക്ക് എത്തുമ്പോൾ ഇനിയാണ് നിർണായകമായ നീക്കങ്ങൾ വേണ്ടത്. കാരണം അതാണ് ആ മാന്ത്രികത്തെ പിടിച്ചു നിർത്തുന്ന പ്രധാന സീൽ. അതെങ്ങനെയാണ് മാറ്റേണ്ടതെന്നോ റിവേഴ്സ് ചെയ്യേണ്ടതെന്നോ അവർക്ക് കൃത്യമായി അറിയില്ലായിരുന്നു. അങ്ങനെ അവർ നോക്കി നിൽക്കെ ഇന്നരം ആ മായലോകത്തിന് പുറത്തുള്ള കിഫ്രി തൻ്റെ ശിഷ്യരെ തേടി പായുകയായിരുന്നു. ബ്രഷ് ബഡ്ഡിയുടെ സഹായത്തോടെ ടാർട്ടയും കൂട്ടി ആ ഒരു പുകമണ്ഡലം ഉണ്ടായിരുന്ന സ്ഥലത്തേക്കെത്തി. അവിടെ ടാർട്ട ശ്രദ്ധിച്ചൊരു കാര്യം, തറയെല്ലാം കട്ടകൾ വെച്ച് പാവിയ വഴിയായിരുന്നു ഇത്. പക്ഷേ ഇപ്പോൾ കട്ടകളില്ല. ഇതേ സമയം തന്നെ ബ്രഷ് ബഡ്ഡി അവിടെയെല്ലാം മണപ്പിച്ച് കല്ലുകൾ അടുക്കി വെച്ചിരിക്കുന്നിടത്തേക്ക് പോയി നിന്നു.
ഈ മൃഗങ്ങൾക്ക് ആവാന മന്ത്രങ്ങൾക്ക് ഉപയോഗിക്കുന്ന കോൺജറിങ് മഷിയുടെ മണം തിരിച്ചറിയാനാകും. ഉടൻ കിഫ്രി ആ ഒരു കട്ട പൊക്കുന്നതും അതിലൊരു മന്ത്രം. ഇതെന്താണെന്നങ്ങനെ നിൽക്കെ പൊടുന്നിന് അതിൽ നിന്ന് വെളിച്ചം വന്ന് ഒരു പോർട്ടൽ തന്നെ ഓപ്പൺ ആവുകയാണ്. എന്താണ് സംഭവിച്ചത്? കാരണം മായലോകത്ത് കിഫ്രി നോക്കിയ ഈ ഒരു സമയം തന്നെ ടെറ്റിയ ആ സീലിൻ്റെ ഒരു ഭാഗം മായ്ച്ചു കളഞ്ഞിരുന്നു. ഇതോടെ മാന്ത്രികതയുടെ ഒഴുക്ക് തടസ്സപ്പെട്ടതോടെ അവിടെ പുറംലോകത്തേക്കുള്ള ഒരു വഴി തെളിഞ്ഞിരിക്കുകയാണ്. എന്നാൽ രണ്ട് ലോകങ്ങൾ തമ്മിലുള്ള ആ മർദ്ദം കാരണം കുട്ടികളുള്ള ടവറും പ്രദേശവും ആകെ വിറയ്ക്കാൻ തുടങ്ങി. ഇതോടെ ഡ്രാഗൺ മുറന്ന ടവറിനടുത്തേക്ക് വരുന്നതോടെ വൻ ആപത്ത്. ആ കൂറ്റൻ ടവർ തകർന്ന് വീഴാൻ തുടങ്ങുന്നതും അഗോത്തിൻ്റെ പിടിവിട്ട് പോവുകയാണ്. അവൾക്കാണെങ്കിൽ പറക്കാനിപ്പോൾ ലെവിറ്റേഷൻ ഷൂസുമില്ല. അത് കോക്കോയുടെ അബദ്ധത്തിൽ നശിച്ച അവസ്ഥയിലും. ഒരു വൻ ക്രൂഷ്യൽ മൊമെന്റിൽ അവൾ താഴേക്ക് പതിക്കുന്നതും ഓഹ് ഡ്രാഗൺ! എൻ്റെ പൊന്നോ! ഞൊടിയിടയിൽ അവിടേക്ക് കിഫ്രി എത്തുകയായി. മിന്നൽ വേഗത്തിൽ തൻ്റെ ശിഷ്യയെ സാഹസ്യമായി ഡ്രാഗന്റെ വായിൽ നിന്ന് പിടിച്ചെടുക്കുന്ന ഒരു കിടില മൊമെന്റ്. ഏടാകുടങ്ങളിൽ ചെന്നുപെട്ടതിൻ്റെ പരിങ്ങളിലുള്ള അഗോത്തിനോട് ഇപ്പോൾ ഒന്നും പറയണമെന്ന് ചേർത്ത് പിടിച്ച ശേഷം കിഫ്രി ഉയരത്തിലേക്ക് കുത്തനെ പറന്ന് ആ മായലോകത്തിൻ്റെ വാനിൽ ചെന്ന് നിന്നിട്ട് ചെയ്യുന്നൊരു പരിപാടി. തൻ്റെ കയ്യിലെ ഒരു സ്പെൽ പ്രയോഗിക്കുന്നതും അവിടെയുള്ള മേഘങ്ങളിലെ ജലകണികകൾ അത് തൻ്റെ നിയന്ത്രണത്തിലാക്കി കിഫ്രി ഒരു പടുകൂറ്റൻ വാട്ടർ ഡ്രാഗനെ സൃഷ്ടിക്കുകയാണ്. ആക്രമിക്കാനെടുക്കുന്ന വിയാലയുടെ 10 മടങ്ങ് വലുപ്പത്തിലുള്ള ആ വാട്ടർ ഡ്രാഗൺ ഒറ്റയടിക്ക് തറപറ്റിക്കുന്ന ഒരു കാഴ്ച. എൻ്റെ മോനെ! എണീറ്റിന്ന് കൈയടിച്ചു പോകും. ആ പ്രദേശമെങ്ങും പ്രളയത്താൽ കവിഞ്ഞ് ശാന്തമാകുന്നതും മറ്റുള്ള കുട്ടികളെല്ലാം കിഫ്രിയുടെ അടുത്തേക്ക് ഓടിയെത്തി. എല്ലാവരും സുരക്ഷിതരാണെന്ന് കണ്ടപ്പോൾ അയാൾക്ക് ആശ്വാസമായി. പക്ഷേ പെട്ടെന്നാണ് അവർ ആ വലിയ സത്യം തിരിച്ചറിഞ്ഞത്. കോക്കോ അവിടെ ഇല്ല. അവളെവിടെ? കോക്കോ ആകട്ടെ ഇന്നേരം മാർക്കും കാണാനാവാത്തവരിടത്തായിരുന്നു. ബോധരഹിതയായ അവൾ നിഗൂഢരായ ബ്രിംഡി ക്യാപ് മന്ത്രവാദികളുടെ അടുത്ത്. അവർ പരസ്പരം സംസാരിക്കുന്നത് വളരെ ഭീതിജനകമായ കാര്യങ്ങളായിരുന്നു. നമ്മൾ നട്ട വിത്ത് വളരുകയാണ് എന്നവർ സന്തോഷത്തോടെ പറയുന്നു. അതായത് കോക്കോയെ അവർ കുഞ്ഞിന് തന്നെ കരുതിക്കൂട്ടി അവരുടെ പദ്ധതിയിലേക്ക് ആകർഷിച്ച് വീഴ്ത്തിയതാണെന്നും അവളെ തങ്ങളുടെ ലക്ഷ്യത്തിനായി വളർത്തിയെടുക്കുകയാണെന്നും ഇതിൽ നിന്ന് വ്യക്തമാകുന്നു. ഈ പരീക്ഷണമൊക്കെ കോക്കോയ്ക്ക് വേണ്ടി മാത്രം അവർ ഒരുക്കിയതായിരുന്നു. കിഫ്രി പഠിപ്പിക്കുന്നതിനേക്കാൾ വലിയ കാര്യങ്ങൾ തങ്ങൾക്ക് അവളെ പഠിപ്പിക്കാൻ കഴിയുമെന്ന് ആ മുഖംമൂടി ധരിച്ച മന്ത്രവാദി പാതി ബോധത്തിൽ കിടക്കുന്ന അവളോട് അവകാശപ്പെടുന്നു. ഒടുവിൽ കാത്തിരിക്കുന്ന ഒരു ദിവസം വന്നെത്തുമ്പോൾ ഈ പ്രപഞ്ചത്തിന് തന്നെ മറക്കാൻ കഴിയാത്ത ഒന്നായിരിക്കുമെന്ന് മന്ത്രവാദി പുളകം കൊള്ളുമ്പോൾ കോക്കോയെ കൂടുതൽ അപകടങ്ങളിലേക്ക് തള്ളിവിടാനോ അതോ അവരുടെ പക്ഷത്തേക്ക് മാറ്റാനുള്ള നീക്കമായിരുന്നു അത്. എന്നാൽ കോക്കോ പൂർണ്ണമായും ബോധം വീണ്ടെടുക്കുന്നതിന് മുമ്പ് തന്നെ അവരവിടെ നിന്ന് അപ്രത്യക്ഷരായി. പിന്നീട് കോക്കോ കണ്ണു തുറക്കുമ്പോൾ അവൾ തിരിച്ച് കാലിൻ നഗരത്തിൽ സുരക്ഷിതയായി തൻ്റെ സുഹൃത്തുക്കളുടെയും ഗുരുവിൻ്റെയും കൂടെയായിരുന്നു. താൻ കാരണം എല്ലാവരും അപകടത്തിലായല്ലോ എന്നൊരു കുറ്റബോധം അവളെ വല്ലാതെ അലട്ടുന്നുണ്ടായിരുന്നു. അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് എല്ലാവരും ക്ഷമ ചോദിച്ചു. എന്നാൽ കിഫ്രി അവളെ സമാധാനിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞു, കോക്കോ, നിന്റെ ആ കുറ്റത്തു നിറഞ്ഞ ബുദ്ധിയാണ് നമ്മളെല്ലാവരെയും രക്ഷിച്ചത്. വലിയ മന്ത്രങ്ങൾ വരിക്കാൻ അറിയുന്ന പോലെ തന്നെ പ്രധാനമാണ് ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ ചിന്തിക്കുക എന്നത്. തൻ്റെ ശിഷ്യയെ ചേർത്ത് പിടിച്ചുള്ള ഗുരുവിൻ്റെ മനോഹര വാക്കുകൾ. കോക്കോയുടെ ആ കുഞ്ഞു മനസ്സിനെ കിഫ്രി അഭിനന്ദിക്കുന്നത് കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിറയും. കിഫ്രി അവളെ കണ്ടെത്തിയത് ടവറിൻ്റെ സ്റ്റേഴ്സിലായി ബോധരഹിതയായി കിടക്കുന്ന നിലയിലായിരുന്നു. ബ്രിംഡി ക്യാപ്സ് അവളെ കുടുക്കിയതാണെന്നുള്ള നല്ല ആശങ്ക അയാൾക്കുണ്ട്. എന്നാൽ മനസ്സാകെ കുഴിഞ്ഞു മറിഞ്ഞിട്ടുള്ള കോക്കോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലെന്ന് പറയുന്നെങ്കിലും കിഫ്രി ആകെ അസ്വസ്ഥനാണ്. കടയുടമയായ നോൾനോവ വന്നപ്പോൾ കിഫ്രി അദ്ദേഹത്തോട് ഒരു രഹസ്യം പറയുന്നു. ആ ബ്രിംഡി ക്യാപ് മന്ത്രവാദികൾ പിള്ളേരെ കൊടുക്കാൻ ഉപയോഗിച്ച ആ സ്പെല്ലിൻ്റെ വ്യത്യാസ മഷിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക. എന്നാൽ ഇത് മറ്റു മന്ത്രവാദികളടങ്ങുന്ന സംഘമായ നൈറ്റ്സ് മൊറാലിസ് അറിയാൻ പാടില്ല. ഇത് കേൾക്കുന്ന നോൾനോവ, അതെങ്ങനെയാ വിലക്കപ്പെട്ട മന്ത്രം ഉപയോഗിച്ചതായി കണ്ടാൽ ഉടനെ തന്നെ അവരെ അറിയിക്കേണ്ടതല്ലേ എന്ന് നിൽക്കുന്നതും കിഫ്രിയുടെ ഒരു നോട്ടമുണ്ട്. നമ്മൾ ഇതുവരെ കാണാത്ത പോലെ, ഒരാളോട് പോലും പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്. സാധാരണ കാണാത്ത വിധം വളരെ ഗൗരവമേറിയതും പേടിപ്പെടുത്തുന്നതുമായ ഒരു ഭാവമായിരുന്നു അപ്പോൾ കിഫ്രിയുടെ മുഖത്ത്. ശത്രുക്കൾ തൻ്റെ തൊട്ടടുത്തെത്തിയെന്ന് കിഫ്രി മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. മറ്റുള്ളവർ മാത്രമേ മന്ത്രം ഉപയോഗിച്ചുള്ളൂ എങ്കിലും അവിടെ കോക്കോയുടെ ബുദ്ധിയായിരുന്നു അവർക്ക് ഡ്രാഗനെ ഒഴിവാക്കാനുള്ള വഴി ഒരുക്കിയത്. അങ്ങനെ നിർണായക മുഹൂർത്തങ്ങൾക്ക് ശേഷം പിള്ളേർ തിരിച്ച് കിഫ്രിയുടെ അറ്റിലറിയിൽ എത്തിയിട്ടുണ്ട്. മിടുക്കിയ വിദ്യാർത്ഥിനിയാണ് അഗോത്ത്. മാന്ത്രിക പഠനത്തിൽ അങ്ങേറ്റം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവൾ. എന്നാൽ തുടക്കക്കാരിയായ കോക്കോ പഠിച്ചു വരുന്നതല്ലേ ഉള്ളൂ. അവളുടെ ബോറടിക്കുമ്പോഴുള്ള നിശ്വാസവും കൂട്ടുവായും തട്ടലും മുട്ടലും ഒക്കെ അഗോത്തിന് വലിയ ശല്യമാണ്. കാരണം അവൾക്ക് സ്പെല്ല് കൃത്യമായി വരയ്ക്കാനുള്ള ഏകാഗ്രത കിട്ടുന്നില്ല. ഇവിടെ ഇരുന്നാൽ പഠനം നടക്കില്ലെന്ന് ഉറപ്പായി ആ കാർക്കൂന്തലഴുകി പുസ്തകങ്ങളും മന്ത്ര ഉപകരണങ്ങളുമായി വീടിന് പുറത്തേക്കിറങ്ങി. പ്രകൃതിയുടെ ശാന്തതയിലിരുന്ന് പഠിക്കാമെന്നായിരുന്നു അവളുടെ ചിന്ത. അവളൊരു പ്രത്യേക മന്ത്രം പരീക്ഷിക്കുകയായിരുന്നു. പ്രകാശത്തിൻ്റെ ഒരു തൂണ്, പില്ലർ ഓഫ് ലൈറ്റ് നിർമ്മിക്കുക എന്നായിരുന്നു അവളുടെ ലക്ഷ്യം.
മന്ത്രം ഭരിച്ച് നോക്കിയെങ്കിലും അത് ആഗ്രഹിച്ച രീതിയിൽ വന്നില്ല. ആ പ്രകാശത്തിന് അവൾ പ്രതീക്ഷ തെളിച്ചമോ കൃത്യതയോ ഒന്നും ഉണ്ടായിരുന്നില്ല. അല്പം നിരാശയോടെയും എന്നാൽ അഗാധമായ ചിന്തയോടെയും അവൾ ആകാശത്തേക്ക് നോക്കി നിന്നു. ആ സമയത്ത് അവൾ വിരിയിച്ച ആ പ്രകാശമന്ത്രം കണ്ട് ആകൃഷ്ടനായി ഒരു വിചിത്രമായ പക്ഷി അവളുടെ മുകളിലായി ചുറ്റി പറക്കാൻ തുടങ്ങി. തൻ്റെ മന്ത്രവിദ്യയെ എങ്ങനെ കൂടുതൽ പൂർണ്ണതയിലേക്ക് എത്തിക്കാം എന്ന ആലോചനയിലായിരുന്ന അഗോത്തിന് ഇത് കണ്ടപ്പോൾ ഒരു ബുദ്ധി തോന്നി. എന്തുകൊണ്ട് ഇതിനെ ഒരു പക്ഷിയുടെ രൂപത്തിൽ എത്തിച്ചുകൂടാ? അതേസമയം കോക്കോയും തൻ്റെ പഠനത്തെക്കുറിച്ച് ആകുലതയിലായിരുന്നു. മുമ്പ് മാജിക് ടൗണായ കാലിൻ നഗരത്തിലേക്ക് പോയത് പ്രധാനമായും മാന്ത്രിക തണ്ട് പേന മേടിക്കാനായിരുന്നില്ലേ? അത് സാധിച്ചില്ല. അതിനിടയിലെ ഓരോ പ്രശ്നങ്ങൾ സംഭവിച്ചത്. പഴയ പേനയും ഉപകരണങ്ങളും ഉപയോഗിച്ച് കൃത്യമായ മന്ത്രങ്ങൾ വരയ്ക്കാൻ അവൾ ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു. ഒരു മന്ത്രവാദിനെ സംബന്ധിച്ചിടത്തോളം അവളുടെ വരകളിലെ കൃത്യതയാണ് മന്ത്രത്തിൻ്റെ ശക്തി നിശ്ചയിക്കുന്നത്. അതിന് വഴങ്ങാൻ കഴിയാത്ത ഉപകരണങ്ങളിലെ ഈ പോരായ്മ അവളെ വല്ലാതെ തളർത്തി. കോക്കോയുടെ വിഷമം അവളുടെ ഗുരുവായ കിഫ്രി തിരിച്ചറിഞ്ഞു. അവളിലെ നിരാശ മാറ്റാനും പുതിയൊരു പാഠം പഠിപ്പിക്കാനുമായി അദ്ദേഹം അവളെ അടുക്കളയിലേക്ക് ക്ഷണിച്ചു. അവിടെ അദ്ദേഹം സൂക്ഷിച്ചു വെച്ചിരുന്ന വളരെ രുചികരമായ ഒരു സ്റ്റ്യൂ അവൾക്ക് നൽകി. കോക്കോയ്ക്ക് അടിപൊളി രുചി തോന്നി ത്രസിച്ചു നിൽക്കേ. എന്നാൽ ഒരു കാര്യം കേട്ട് ഞെട്ടി. ആ സ്റ്റ്യൂവിന് വർഷങ്ങളോളം പഴക്കമുണ്ട്. സംഭവം ആ സ്റ്റ്യൂ സൂക്ഷിച്ചിരുന്നത് ഒരു പ്രത്യേകതരം മാന്ത്രിക പാത്രത്തിനുള്ളിലായിരുന്നു. ഈ പാത്രത്തിൻ്റെ അടപ്പിലായി വരച്ചിട്ടുള്ള സ്പെല്ലിന് ഒരു പ്രത്യേക കഴിവുണ്ട്. ഭക്ഷണം പാകം ചെയ്ത ആ ഒരു ടൈം നിമിഷത്തെ ഇത് നിരന്തരം ആവർത്തിച്ചുകൊണ്ടിരിക്കും. റിപ്പീറ്റ് ദ മൊമെൻറ്റ്. അതുകൊണ്ട് തന്നെ ആ പാത്രത്തിനുള്ളിലെ ഭക്ഷണം ഒരിക്കലും കേടാകില്ല, എപ്പോഴും ഫ്രഷായി തന്നെ ഇരിക്കും. മാതൃലോകത്തെ അത്ഭുതങ്ങളിൽ ഒന്നായിരുന്നു ഇത്. അങ്ങനെ ഇതേക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ട് കിഫ്രി കോക്കോയ്ക്ക് മറ്റൊരു ജോലി നൽകി. അതേക്കുറിച്ച് ചേമ്പുകൾ അവളുടെ മുന്നിലേക്ക് വെച്ചു. എന്നിട്ട് തീ ഉപയോഗിക്കുന്ന മന്ത്രം ഫയർ മാജിക് വഴി അതിലൊന്ന് പുഴുങ്ങാൻ അവളോട് ആവശ്യപ്പെട്ടു. ആ ഒരു മന്ത്രം കോക്കോ നേരത്തെ തന്നെ കൃത്യമായി ചെയ്തെടുത്ത് നമ്മൾ കണ്ടിരുന്നു. അങ്ങനെ വളരെ ആവേശത്തോടെ കോക്കോ അത് ചെയ്യാൻ ശ്രമിച്ചു. എന്നാൽ ആ ചേമ്പ് വളരെ ഭാരമുള്ളതായിരുന്നു. അവളുണ്ടാക്കിയ ചെറിയ തീജ്വാലയ്ക്ക് ആ ചേമ്പിൻ്റെ ഭാരം താങ്ങാനായില്ല. അത് വീണ് തീ അണഞ്ഞുപോയി. ഇവിടെയാണ് കോക്കോയുടെ ബുദ്ധിപരമായ പരീക്ഷണം തുടങ്ങുന്നത്. അവൾ പലതവണ മന്ത്രങ്ങൾ മാറ്റി വരച്ചു. ചേമ്പിനെ വായുവിൽ ഉയർത്താനും അതേസമയം തന്നെ ശക്തമായൊരു തീജ്വാലയ്ക്കുള്ളിലിരുത്തി അത് വേവിക്കാനുള്ള രേഖകൾ ഒരു സിജിലിൽ തന്നെ വരയ്ക്കാൻ അവൾ പരിശ്രമിച്ചു. പലതവണ പരാജയപ്പെട്ടെങ്കിലും കഠിനമായ പരിശ്രമത്തിനൊടുവിൽ അവളത് വിജയകരമായി പൂർത്തിയാക്കി. കോക്കോ ആ ചേമ്പ് വേവിച്ചെടുത്തപ്പോൾ കിഫ്രി അവൾക്ക് ജീവിതകാലം മുഴുവൻ ഓർക്കാവുന്ന ഒരു വലിയ ഉപദേശം നൽകി. പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പ്രയാസം തോന്നുമ്പോൾ അവയെ നിന്റെ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമാക്കുക എന്നതായിരുന്നു ആ പാഠം. പാചകം ചെയ്യുമ്പോഴോ നടക്കുമ്പോഴോ ഒക്കെ മന്ത്രവിദ്യ പ്രയോഗിച്ചാൽ അത് മെല്ലെ നിനക്ക് നല്ല രീതിയിൽ വഴക്കമുള്ളതായി തീരും. ഓർക്കുക, നമ്മുടെ എല്ലാം ഈ ലോകത്തിലെ ഏറ്റവും വലിയ അധ്യാപകൻ എന്നത് നമ്മുടെ ജീവിതം തന്നെയാണ്. അതിലൂടെയാണ് നമ്മൾ ആർക്കും പറഞ്ഞു തരാൻ കഴിയാത്ത അനേകം കാര്യങ്ങൾ പഠിക്കുന്നത്. കിഫ്രിയുടെ വാക്കുകൾ കോക്കോയ്ക്ക് വലിയ ആത്മവിശ്വാസം നൽകി. പാചകത്തിലൂടെ മന്ത്രവിദ്യ പഠിക്കുന്ന രസകരമാണെന്ന് അവൾക്ക് തോന്നി. വൈകാതെ തന്നെ അവളുടെ കൂട്ടുകാരായ റിച്ചയും ടെറ്റിയും അവരുടെ പാടുകളയിൽ ചേർന്നു. അവരെല്ലാവരും കൂടി ചേർന്ന് മന്ത്രവിദ്യയും പാചകവും ഒന്നിച്ചു കൊണ്ടുപോയി. ഇതിനുശേഷം എല്ലാവരും കൂടി കോക്കോയുടെ സ്പെഷ്യൽ ഡിഷസ് കഴിക്കാൻ പുറത്തുപോയി ഒരുമിച്ചിരിക്കാമെന്ന് ഒരു പിക്നിക്കിന് വേണ്ടി തീരുമാനിച്ചു. ഇതിനിടെ അവിടെ കയറി വന്ന അഗോത്തിനോട് ചോദിച്ചെങ്കിലും അവൾക്ക് പഠനത്തിൽ ലയിച്ചിരിക്കുന്നത് കാരണം റൂമിലിരുന്ന് കഴിക്കുന്നുള്ളെന്ന് പറഞ്ഞു. ഒപ്പം പുറത്ത് മഴയാണെന്ന് കൂടി അറിയിച്ചു. ഇതോടെ പിള്ളേർക്ക് വിഷമമായി. എന്നാൽ ഒരു മന്ത്രവാദിയെ സംബന്ധിച്ച് മഴയൊരു പ്രശ്നമേ അല്ല. കിഫ്രി ഒരു മാന്ത്രിക കവചം തീർത്തു. ആ കവചത്തിന് താഴെ നിൽക്കുന്ന ആരും നനയില്ല. അങ്ങനെ മഴ ആസ്വദിച്ചുകൊണ്ട് തന്നെ അവർ നനയാതെ ആ യാത്ര തുടർന്നു. ഒരുമിച്ച് കൂടിയിരുന്ന് കഴിച്ചും ചിരിച്ചും സന്തോഷകരമായ കുറേ നിമിഷങ്ങൾ. മഴവിൽ വരെ മാനത്തങ്ങനെ തെളിഞ്ഞു നിൽക്കുന്ന ആ മനോഹര കാഴ്ച കണ്ട് അഗോത്തിന് ഇത് കാണിക്കണമെന്ന് കോക്കോ ആവേശത്തിൽ അവളെ വിളിക്കാൻ അച്ചീറിലേക്ക് ഓടിച്ചെന്നു. എന്നാൽ വാതിൽക്ക വെച്ച് അവൾ അപ്രതീക്ഷിതമായി ഒരാളെ തട്ടി നിന്നു. അതൊരു അപരിചിതനായിരുന്നു. ഗൗരവമേറിയ മുഖഭാവം, ഇടതൂർന്ന താടി, കണ്ടാൽ തന്നെ ഭയം തോന്നിപ്പിക്കുന്ന ഒരു വ്യക്തിത്വം. അയാളുടെ ആ നോട്ടം തന്നെ കോക്കോയൊന്ന് ഭയപ്പെടുത്തി. നിമിഷങ്ങൾക്കകം കിഫ്രി അവിടേക്കെത്തി. ആ മനുഷ്യനെ കണ്ടപ്പോൾ കിഫ്രിയുടെ മുഖത്തും ചെറിയൊരു ആശങ്ക നിഴലിച്ചു. കിഫ്രി ആകെ തന്നെ പരിചയപ്പെടുത്തി. അയാളുടെ പേര് ഓൾഡ്രുജിയോ എന്നാണ്. കോക്കോ കിഫ്രിയുടെ പുതിയ ശിഷ്യയാണെന്ന് അറിഞ്ഞതോടെ ഓൾഡ്രുജിയുടെ മുഖം കൂടുതൽ കടുത്തു. അയാൾ പെട്ടെന്ന് കോക്കോയുടെ കയ്യിൽ പിടിച്ചു വലിച്ച് അവിടെ നിന്ന് പുറത്താക്കാൻ ശ്രമിച്ചു. ബ്രിംഡ് ക്യാപ്സുമായി ബന്ധമുള്ള ആരും ഇവിടെ നിൽക്കാൻ പാടില്ലെന്നും അപകടകാരികളെ അവരുമായി ഒരു ബന്ധവും പാടില്ലെന്നും അയാൾ ആക്രോശിച്ചു. എന്നാൽ കിഫ്രി വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. തറയിൽ വീണ് കിടന്നതും പെയ്യുന്നതുമായ മഴവെള്ളം ഉപയോഗിച്ച് അദ്ദേഹം ഒരു മന്ത്രം പ്രയോഗിച്ചു. ആ വെള്ളം ഓൾഡ്രുജിയുടെ കാലുകളെ തടഞ്ഞു നിർത്തി. അങ്ങനെ നമുക്കിതിനെക്കുറിച്ച് വീടിനുള്ളിൽ നിന്ന് സംസാരിക്കാമെന്ന് കിഫ്രി തറപ്പിച്ചു പറഞ്ഞു. ആരാണ് ഈ ഓൾഡ്രുജിയോ? എന്താണ് അയാളുടെ ജോലി? അത് കോക്കോയ്ക്ക് നമുക്കും ഒരേപോലെ അറിയേണ്ടതുണ്ട്. ഓൾഡ്രുജിയോ ആ അറ്റിലിയറിലെ വാച്ച്ഫുള്ളയാണ്. ഇതുപോലുള്ള പല പല അറ്റിലിയറുകൾ പല പല പ്രദേശങ്ങളിലായി ഒറ്റപ്പെട്ട് സ്ഥിതി ചെയ്യുന്നുണ്ട്. മന്ത്രവാദലോകത്തെ നിയമങ്ങൾക്കനുസരിച്ച് ഓരോ അറ്റിലിയറിലും കിഫ്രിയെപ്പോലുള്ള ഗുരുക്കന്മാരോ വിദ്യാർത്ഥികളോ നിയമം ലംഘിക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാൻ ഒരാളെ നിയോഗിച്ചിട്ടുണ്ടാവും. അതാണ് ഓൾഡ്രുജിയോ, ഒരു വാച്ചർ. അവിടുത്തെ ആരെങ്കിലും മന്ത്രവിദ്യയുടെ രഹസ്യങ്ങൾ പുറത്തു വിടുകയോ തെറ്റായ രീതിയിൽ മന്ത്രവിദ്യ ഉപയോഗിക്കുകയോ ചെയ്താൽ ഓൾഡ്രുജിയോ ഉടൻ തന്നെ നൈറ്റ്സ് മൊറാലിസിനെ അറിയിക്കും. നൈറ്റ്സ് മൊറാലിസ് ഇവർ മന്ത്രവിദ്യയുടെ കാവൽക്കാരാണ്.
മാന്ത്രിക ലോകത്തെ രഹസ്യങ്ങൾ തെറ്റായ കൈകളിൽ എത്തുന്നില്ലെന്ന് ഉറപ്പുവരുത്തുകയാണ് അവരുടെ ദൗത്യം. ആരെങ്കിലും നിയമം ലംഘിച്ചാൽ ഇവർ കടുത്ത ശിക്ഷ നൽകും. അവരുടെ ഏറ്റവും പേടിപ്പെടുത്തുന്ന ശിക്ഷ എന്നത് കുറ്റവാളിയുടെ ഓർമ്മകൾ മായ്ച്ചു കളയുക എന്നതാണ്. കോക്കോ മന്ത്രവിദ്യയുടെ രഹസ്യം അവിചാരിതമായി അറിഞ്ഞവളാണ്. പോരാത്തതിന് അവളൊരു ഔട്ട്സൈഡർ കൂടിയാണ്. നിയമം അനുസരിച്ച് ഒരു മന്ത്രവാദി ആകാനേ പാടില്ലാത്തവൾ. ഓൾഡ്രിജിയോ അധികാരികളെ വിവരം അറിയിച്ചാൽ അവർ വന്ന് കോക്കോയുടെ മനസ്സിൽ നിന്ന് മാന്ത്രികതയോടുള്ള അവളുടെ സ്നേഹവും അറിവും എല്ലാം മായ്ച്ചു കളയും. അവൾ വീണ്ടും പഴയ പോലെ ഒരു സാധാരണ പെൺകുട്ടിയെ മാറും. ഇതെല്ലാം കിഫ്രിക്ക് അറിയാമായിരുന്നിട്ടും കോക്കോ ഇവിടെ വരെ എത്തിച്ചത് ഒരൊറ്റ കാരണം കൊണ്ടാണ്. കാലങ്ങളായി തേടി നടക്കുന്ന ബ്രിംഡ് ക്യാപ്സിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു വഴിത്തിരിവ് ലഭിക്കും. കാരണം ആ ഫോർബിഡൻ മാജിക് ബുക്ക് അവരല്ലേ അവൾക്ക് നൽകിയത്. ഒപ്പം കോക്കോയുടെ അമ്മയും ഇപ്പോൾ ജീവിതത്തിനും മരണത്തിനിടയിലുള്ള അവസ്ഥയിലല്ലേ. കോക്കോയുടെ ഓർമ്മ വായിച്ചു കളഞ്ഞാൽ അവളുടെ അമ്മയെ രക്ഷിക്കാൻ ഉൾപ്പെടെയുള്ള ഈ 2 വഴികളും അടയും. ഇപ്പോൾ വാച്ചർ ചൂടായി നിൽക്കുന്ന കണ്ട് തൻ്റെ ശിഷ്യയെ രക്ഷിക്കാൻ കിഫ്രി ഒരു വലിയ റിസ്ക് എടുത്തു. അദ്ദേഹം ഓൾഡ്രിജിയോട് പറഞ്ഞു, കോക്കോ ഈ രഹസ്യങ്ങൾ പഠിച്ചത് എൻ്റെ ഉത്തരവാദിത്തത്തിലാണ്. അവൾ മന്ത്രവാദ ലോകത്തെക്കുറിച്ച് അറിഞ്ഞത് ഞാൻ കാരണമാണ്. അതുകൊണ്ട് നിങ്ങൾ അധികാരികളെ വിളിക്കുകയും അവർ കോക്കോയുടെ ഓർമ്മകൾ മായ്ക്കാൻ വരികയും ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ ഓർമ്മകളും അവർ മായ്ച്ചു കളയട്ടെ. ഒരു ഗുരു തൻ്റെ ശിഷ്യയ്ക്ക് വേണ്ടി സ്വന്തം അറിവും മനഃശക്തിയും ഓർമ്മകളും വരെ ബലി നൽകാൻ തയ്യാറാണെന്ന് കേട്ടപ്പോൾ ഓൾഡ്രിജിയോ സ്തംഭിച്ചുപോയി. അയാൾക്കൊന്നും മിണ്ടാൻ കഴിഞ്ഞില്ല. കുറച്ചു നേരത്തെ മൗനത്തിന് ശേഷം താൻ തൽക്കാലം ആരോടും ഒന്നും പറയുന്നില്ലെന്ന് സംബന്ധിച്ച് അയാൾ തന്നെ മുറിയിലേക്ക് പോയി. കിഫ്രിയുടെ ആത്മവിശ്വാസ സ്നേഹമാണ് കോക്കോയെ അവിടെ തുടരാൻ അനുവദിച്ചത്. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ കോക്കോയുടെ പുതിയ പെറ്റ് ബ്രഷ് ബഡി അബദ്ധത്തിൽ ഈ ഓൾഡ്രിജിയുടെ മുറിയിലേക്ക് ഓടിക്കറി. പേടിയോടെ ആണെങ്കിലും അതിനെ തിരികെ കൊണ്ടുവരാൻ കോക്കോ അയാളുടെ മുറിയിലേക്ക് എത്തി. എന്നാൽ അവിടെ ഒരു അത്ഭുതം അവൾ കണ്ടു. പുറത്ത് മഴ നനഞ്ഞു വന്ന ബ്രഷ് ബഡി ഇപ്പോൾ ഒട്ടും നനവില്ലാതെ ഇരിക്കുന്നു. ഓൾഡ്രിജിയോ തൻ്റെ മന്ത്രശക്തി ഉപയോഗിച്ച് അതിനെ ചൂടാക്കി ഉണക്കിയിരിക്കുന്നു. അയാളുടെ 2 കൈയിലുമായുള്ള മോതിരം, അത് രണ്ടും ചേർക്കുമ്പോൾ അതിൽ സെമി സർക്കിൾ കംപ്ലീറ്റ് ആകും. അപ്പോൾ ഒരു മന്ത്രശക്തി പുറപ്പെടുകയും ചെയ്യും. അത്രയും നേരം ദേഷ്യക്കാരനെ അഭിനയിച്ചെങ്കിലും അയാൾ ഉള്ളിൽ കരുണയുള്ളവനാണെന്ന് കോക്കോയ്ക്ക് മനസ്സിലായി. അവൾ നനഞ്ഞു നിൽക്കുന്ന കണ്ട് അവൾക്ക് അസുഖം വരാതിരിക്കാൻ അവളെയും കൂടി മന്ത്രവിദ്യയിലൂടെ ഉണക്കി. അവിടെ നിന്ന് ഇറങ്ങാൻ നേരം കോക്കോ മറ്റൊരു മനോഹര കാഴ്ച കണ്ടു. അവൾ ചവിട്ടുന്ന നിലത്തെല്ലാം പ്രകാശം വിരിയുന്നു. അതൊരു പ്രത്യേകതരം മന്ത്രമായിരുന്നു. അത്ഭുതത്തോടെ അവൾ അന്വേഷിച്ചപ്പോൾ ഈ മന്ത്രം കണ്ടുപിടിച്ചത് ഓൾഡ്രിജിയോ ആണെന്ന് അവൾ തിരിച്ചറിഞ്ഞു. താൻ മന്ത്രവിദ്യ ഇത്രയധികം സ്നേഹിക്കാൻ കാരണമായ കാര്യങ്ങളിലൊന്ന് ഈ തിളങ്ങുന്ന നിലമാണെന്ന് അവൾ അയാളോട് പറഞ്ഞു. കുട്ടിക്കാലത്ത് ഉത്സവത്തിന് പോയ ശേഷം അവൾ ആ വിലക്കപ്പെട്ട ബുക്ക് മേടിച്ചു വരുന്ന വഴിക്ക് ഇത്തരം പദങ്ങൾ കണ്ട് വളരെ സന്തോഷിച്ചിരുന്നു. കോക്കോ ഇപ്പോൾ ഇതൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് അവിടെ അങ്ങ് കിടത്തിയായി. ഓൾഡ്രിജിയോ ആകട്ടെ താൻ സാധാരണക്കാരെ സന്തോഷിപ്പിക്കാൻ നിർമ്മിച്ച ഒരു ചെറിയ മന്ത്രം ഈ കുട്ടിയുടെ ജീവിതത്തെ ഇത്രയധികം സ്വാധീനിച്ചു എന്നറിഞ്ഞപ്പോൾ അയാളുടെ മനസ്സലിഞ്ഞു. കിഫ്രി എന്തുകൊണ്ടാണ് നേരത്തെ അങ്ങനെ പറഞ്ഞതെന്നും അയാൾക്ക് ബോധ്യപ്പെട്ടു. കാരണം അവളുടെ മന്ത്രവിദ്യയോടുള്ള സ്നേഹം അത്രമാത്രമാണ്. അതുകൊണ്ടാണ് നൈറ്റ്സ് മൊറാൽസ് വഴി അത് നഷ്ടപ്പെടാതിരിക്കാൻ കിഫ്രി കട്ടിക്ക് നിൽക്കുന്നത്. സ്നേഹം കൂടിയാലും പ്രശ്നമല്ലേ. നമ്മുടെ പാവം കോക്കോ സ്നേഹം മൂത്ത് അയാളോടെ ടീച്ചറെ എനിക്ക് ടീച്ചറെ വലിയ ഇഷ്ടമാണ് എന്ന് പറഞ്ഞു തുടങ്ങിയതും അയാൾ ഓടിച്ചു വിട്ടു. ഏത് ടീച്ചർ പോയി കിടന്നുറങ്ങു കുഞ്ഞി എന്നും പറഞ്ഞ് 2നെയും പുറത്താക്കി. തോരാമഴയാണിപ്പോൾ. മുമ്പെങ്ങും ഇല്ലാത്ത പോലെ ഇങ്ങനെ ഇരുണ്ട് കെട്ടി മഴ പെയ്തുകൊണ്ടേയിരിക്കുന്നതിൽ റിച്ചയ്ക്ക് അതിശയം. കോക്കോ മഴയായതുകൊണ്ട് ഹാളിൽ പോയി പഠിക്കുകയാണെന്ന് പറഞ്ഞു പോകുമ്പോൾ അകോത്ത് മുമ്പ് പുറത്തെ പുൽത്തകിടിയിലിരുന്ന് അവൾ ട്രൈ ചെയ്തുകൊണ്ടിരുന്ന ആ പില്ലർ ഓഫ് ലൈറ്റ് മന്ത്രം വീണ്ടും മുറിയിലിരുന്ന് വരച്ച് പരിശീലിക്കുകയായിരുന്നു. അത് തികച്ചും പൂർണ്ണമായി വരണമെന്ന് അവൾക്ക് നിർബന്ധമുണ്ടായിരുന്നു. കാരണം അവളുടെ അടുത്ത ലക്ഷ്യം വരാനിരിക്കുന്ന വലിയൊരു മാന്ത്രിക പരീക്ഷ ജയിക്കുക എന്നതാണ്. ആ പരീക്ഷ വിജയിച്ചാൽ മാത്രമേ അവൾക്ക് അറ്റിലിയറിന് പുറത്തുള്ള വലിയ ലോകത്തേക്ക് പോകാനും അവിടെയുള്ള സാധാരണ ജനങ്ങളെ സഹായിക്കുന്ന മന്ത്രവാദിനായി ജോലി ചെയ്യാനും സാധിക്കൂ. അവളുടെ സ്വപ്നങ്ങളിലേക്ക് നടന്നു കയറാനുള്ള ആദ്യത്തെ പടിയായിരുന്നു ആ പരീക്ഷ. അവളുടെ ഈ ഒരു ആഗ്രഹം പ്രകൃതി കേട്ടതുപോലെ തന്നെ പെട്ടെന്നൊരു സംഭവമുണ്ടായി. കുതിരപ്പുറത്തേന്തി വന്നിറങ്ങി അറ്റിലിയറിൻ്റെ വാതിൽ ആരോ ശക്തമായി മുട്ടി. അത് വളരെ പരിഭ്രാന്തനായ ഒരു സാധാരണക്കാരനായിരുന്നു. അയാൾ തികച്ചും ദയനീയാവസ്ഥയിൽ കിഫ്രിയുടെ സഹായം തേടിയാണ് അവിടേക്ക് എത്തിയത്. ഈ പെരുമഴ മൂലം കുറച്ചകലുള്ള ഒരു വലിയ പാലം തകർന്നു. ആ സമയത്ത് അതിൽ ഒരു കുതിരവണ്ടി ഉണ്ടായിരുന്നു. അതിലാണ് ആളുകളും. അതിപ്പോൾ പാലം തകർന്നോടെ കുടുങ്ങി കിടക്കുന്ന അവസ്ഥയാണ്. ഈ സഹായം ചോദിച്ചു വന്നിരിക്കുന്ന ആളുടെ മകനും അതിലുണ്ട്. എങ്ങനെയും അവരെ രക്ഷിക്കണമെന്ന് കരഞ്ഞു നിൽക്കെ കിഫ്രി തന്നാൽ കഴിയുന്ന എന്തും ചെയ്തിരിക്കും എന്നും പറഞ്ഞ് ഇറങ്ങാൻ ഒരുങ്ങുന്നതും ഇത് കേട്ട് അഗോത്തിൻ്റെ കണ്ണുകൾ തിളങ്ങി. പുറംലോകത്ത് പോയി തൻ്റെ കഴിവ് തെളിയിക്കാനും ജനങ്ങളെ സഹായിക്കാനുള്ള സുവർണാവസരമാണിത് എന്നവൾ തിരിച്ചറിഞ്ഞു. കിഫ്രി കുട്ടികളോട് സുരക്ഷിതരായി അവിടെ തന്നെ നിൽക്കാൻ പറഞ്ഞു നിൽക്കെ അവൾ ഉറച്ച തീരുമാനത്തോടെ ഞാനും വരുന്നു എന്ന് പറഞ്ഞ് ശക്തമായി നിൽക്കുന്നു. എന്നാൽ കഴിയുന്ന സഹായം എനിക്കും ചെയ്യാമെന്നങ്ങനെ വാശിയിൽ നിൽക്കുമ്പോൾ എന്നാൽ കിഫ്രിക്ക് എന്ത് ചെയ്യാനാകും? കുട്ടികളുടെ സുരക്ഷയും സംരക്ഷണവുമാണ് അയാൾക്ക് പ്രധാനം. ഇവിടെ ഇങ്ങനൊരു പിടിവാശിയിൽ അകത്ത് നിൽക്കുമ്പോൾ അവിടെ അധ്യാപകനെ തിരുത്താൻ എന്ത് ബുദ്ധിയാണ് മനസ്സിലുള്ളത്? വിചാരരീതികളുടെ ത്രസിപ്പിക്കുന്ന ഒരു അധ്യായത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ തുടക്കം തന്നെ കാണുന്നത് വാച്ചറായ ഓൾഡ്രിജിയും അഗോത്തും ഒരു കുതിരപ്പുറത്ത് അതിവേഗം യാത്ര ചെയ്യുന്നതാണ്. തങ്ങളെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ചു വന്ന ദാഗ്ദ എന്ന സാധാരണക്കാരനായ മനുഷ്യനെ പിന്തുടരുകയാണ് അവർ. നദിയിലെ വെള്ളപ്പൊക്കത്തിലകപ്പെട്ട തൻ്റെ പ്രിയപ്പെട്ടവരെ രക്ഷിക്കാൻ മന്ത്രവാദികളുടെ സഹായം തേടിയാണ് ദാഗ്ദ അവിടേക്ക് എത്തിയത്.
എന്നാൽ എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്? അഗോത്ത് വരണമെന്ന് പറഞ്ഞ് കിഫ്രിയോട് വാശി പിടിച്ചു വന്നു. പിന്നെന്താണ് അവിടെ ഉണ്ടായത്? മന്ത്രവാദികൾക്ക് സാധാരണ മനുഷ്യരുടെ മുന്നിൽ മന്ത്രവിദ്യ പ്രയോഗിക്കാൻ കൃത്യമായ നിയമങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അഗോത്തിനെ ഈ ദൗത്യത്തിൽ ഉൾപ്പെടുത്തുന്ന കാര്യത്തിൽ അവരുടെ ഗുരുവായ കിഫ്രിക്ക് വലിയ ആശങ്കയുണ്ടായിരുന്നു. താൻ ഈ രക്ഷാപ്രവർത്തനത്തിന് വരുന്നുണ്ടെന്ന് അഗോത്ത് സ്വയം പ്രഖ്യാപിച്ചപ്പോൾ കിഫ്രി ആദ്യമൊന്നും മടിച്ചു. ഒരു കുട്ടിയെന്ന നിലയിൽ അഗോത്തിന് ഇത്ര വലിയ റിസ്ക് ഏറ്റെടുക്കാൻ കഴിയുമോ എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭയം. എന്നാൽ അഗോത്ത് വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. തനിക്ക് തൻ്റെ കഴിവ് തെളിയിക്കണമെന്നും 4 ചുവരുകൾക്കുള്ളിൽ ഇരുന്ന് പഠിക്കുന്നതിന് പകരം പുറലോകത്തേക്ക് ഇറങ്ങി പ്രവർത്തിക്കണമെന്നും അവൾ ഉറപ്പിച്ചു പറഞ്ഞു. അഗോത്തിൻ്റെ ആത്മവിശ്വാസം കണ്ട് അവിടേക്കെത്തിയ ഓൾഡ്രിജിയോ ഇടപെട്ടു. അദ്ദേഹം അവളെ തൻ്റെ കൂടെ കൂട്ടാമെന്ന് സമ്മതിച്ചു. ഇത് കേട്ട് വൈകാതെ അഗോത്തിന് സന്തോഷമായി. അവൾ തയ്യാറെടുക്കാൻ പോകുന്ന കണ്ടാ പിന്നെ മറ്റേതുങ്ങൾ വെറുതെ ഇരിക്കുമോ? ഞങ്ങൾക്കും വേണമെന്ന് പറഞ്ഞ് അവർ റെഡിയാവാൻ പോകുന്നതും പിന്നെ രക്ഷയില്ല. ഇവരെയും കൂട്ടി കിഫ്രിക്ക് ആ സംഭവ സ്ഥലത്തേക്ക് എത്താൻ ഓൾഡ്രിജിയോ അവിടെ എത്തിയിട്ട് ഒരു പോർട്ടൽ തുറന്നു നൽകാമെന്ന് അറിയിച്ചു. എങ്കിലും കിഫ്രിയുടെ മനസ്സിൽ ഒരു കല്ലടി ബാക്കിയായിരുന്നു. അഗോത്തിന് സ്വയം തെളിയിക്കാനുള്ള ഈ അമിതമായ ആഗ്രഹം ഭാവിയിൽ അവളെ വലിയൊരു അപകടത്തിലേക്കോ തെറ്റിലേക്കോ നയിക്കുമെന്ന് അദ്ദേഹം ഭയപ്പെട്ടു. എന്തായാലും ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടാണിപ്പോൾ ഈ രണ്ടുപേരും കുതിരപ്പുറത്ത് പായുന്നത്. കുത്തൊഴുക്കലായി പെട്ടുകിടക്കുന്ന കുതിരവണ്ടിയും അതിൽ നിന്ന് രക്ഷപ്പെട്ട് വെപ്രാളപ്പെട്ട് നിൽക്കുന്ന കുറച്ച് പേര്. പ്രദേശത്തേക്ക് എത്തുന്നതും ഓൾഡ്രിജിയോ തൻ്റെ മാന്ത്രിക സ്പെൽ പതിപ്പിച്ച് ഒരു തുണി സെറ്റാക്കി പോർട്ടലുകൾ സജ്ജമാക്കുന്നു. അഗോത്തിന് അയാളുടെ ഒരു സെറ്റ് മന്ത്രമോദനം നൽകി ആവശ്യം വരുന്നെങ്കിൽ പറയാം, അപ്പോൾ മാത്രം പ്രവർത്തിപ്പിക്കുക എന്ന് പറഞ്ഞ് മാറ്റി നിർത്തി. ഇവിടെ വരെ എത്തിയിട്ടും തന്നെ കൂടെ കൂട്ടായിരുന്നതിൽ അവൾക്ക് ചെറിയ നിരാശയുണ്ടാക്കി. താൻ എത്രത്തോളം കഴിവുള്ളവളാണെന്ന് തെളിയിക്കാൻ ശ്രമിക്കുമ്പോഴും മുതിർന്ന മന്ത്രവാദികൾ തന്നെ എപ്പോഴും ഒരു കൊച്ചുകുട്ടിയെ കാണുന്നു എന്ന തോന്നൽ അവളെ അസ്വസ്ഥയാക്കി. എങ്കിലും പുറമേ അത് പ്രകടിപ്പിച്ചില്ല. വൈകാതെ കുട്ടികളും മാഷും പോർട്ടൽ വഴി അവിടേക്ക് എത്തിയ ശേഷം ആദ്യം രംഗത്തിറങ്ങുന്നത് കിഫ്രിയാണ്. തൻ്റെ കയ്യിലുള്ള മാന്ത്രിക വാൾ അതുപയോഗിച്ച് അദ്ദേഹം വണ്ടിക്ക് ചുറ്റുമുള്ള കുത്തിയൊലിക്കുന്ന വെള്ളത്തിനെ തടഞ്ഞു നിർത്തുന്നു. ഒരു ജലമതിൽ പോലെ വെള്ളത്തെ മാറ്റിയ കാഴ്ച കണ്ടു നിന്നവരെല്ലാം അത്ഭുതപ്പെടുത്തി. ഈ തക്ക നോക്കി ഓൾഡ്രിജിയോ വണ്ടിക്കുള്ളിൽ കുടുങ്ങിക്കിടന്ന രണ്ടുപേരെയും സുരക്ഷിതമായി പുറത്തെത്തിക്കുന്നു. വളരെ പെട്ടെന്ന് തന്നെ അവർ ആ പ്രതിസന്ധി പരിഹരിച്ചു. മന്ത്രവാദികളുടെ അസാമാന്യ വേഗതയും കഴിവും ലെവിറ്റേഷൻ ഷൂസ് ഉപയോഗിച്ചുള്ള പറക്കലുമെല്ലാം സാധാരണക്കാരെ അമ്പരപ്പിച്ച് കളഞ്ഞു. ദ റെയിൻ ക്ലീവർ എന്ന മാന്ത്രിക വാളിലായിരുന്നു കുട്ടികളുടെ അതിശയം മൊത്തവും. അവരത് നോക്കി നിൽക്കുന്നുണ്ട്. കിഫ്രി അതേക്കുറിച്ച് പറഞ്ഞു കൊടുത്തു. വാളിലായുള്ള കൊച്ചു കൊച്ചു സ്പെല്ലുകൾ കൂടിച്ചേർന്ന് പ്രവർത്തിക്കുന്ന ഈ വാളിന് കടലിൽ പോലും വഴിയൊരുക്കാൻ കഴിയും എന്നറിയിച്ചപ്പോൾ അവിടെ ഒരു അത്ഭുതം കാണാമായിരുന്നു. നദിയിലകപ്പെട്ടവരെ രക്ഷിച്ചതോടെ അവർ വലിയ അപകടം ഒഴിഞ്ഞു എന്നെല്ലാവരും കരുതി. കണ്ടുനിന്ന സാധാരണക്കാർ മന്ത്രവാദികളുടെ അത്ഭുത പ്രവൃത്തികളിൽ മതിമറന്ന് നിന്നപ്പോൾ കൂടെ വന്ന ചില്ലറില്ലേ എന്തേലുമൊക്കെ ചെയ്യണമെന്ന് വെച്ചിട്ട് തെറ്റി അവിടെ നിൽക്കുന്നവരോട് സൂക്ഷിച്ചല്ലേ, ദൂരോട്ട് മാറില്ലേ എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ വലിയ ആളെ പോലെ നിന്നു. കാര്യങ്ങൾ ഏകദേശം ശാന്തമായപ്പോൾ നദിയുടെ മറ്റു ഭാഗങ്ങളിൽ എന്തെങ്കിലും നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ കിഫ്രിയും ഓൾഡ്രിജിയോയും തീരുമാനിച്ചു. അവർ ഓരോ കുട്ടികളെയും കൂടെ കൂട്ടി, ടെറ്റിയും റിച്ചയും. കാരണം കോക്കോ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. പിന്നെ അഗോത്തിന് ലെവിറ്റേഷൻ ഷൂസ് ഇല്ലാത്തതിനാൽ അവൾക്ക് പോകാനും കഴിയില്ല. അത് കോക്കോ മൂലമാണ് എന്നുള്ളൊരു വിഷയം അവൾക്ക് ഇപ്പോഴും ഉണ്ട്. അങ്ങനെ ഈ രണ്ടുപേരെയും അവിടെയുള്ളവരെ നോക്കാൻ ഏൽപ്പിച്ച് തനിച്ചാക്കിപ്പോയി എല്ലാം ശുഭമായി അവസാനിച്ചു എന്ന് കരുതിയിരിക്കുമ്പോഴാണ് വിധി വീണ്ടും വില്ലനെ എത്തുന്നത്. ദാഗ്ദയുടെ പുത്രനായ കൊസ്റ്റാസ്. വണ്ടിയിൽ നിന്ന് രക്ഷിച്ച അവൻ താഴെയായി അവിടെ ചില സാധനങ്ങൾ കണ്ട് പെട്ടെന്ന് ഒരു മരത്തിൽ കയറി തൂങ്ങി ഇറങ്ങാൻ തുടങ്ങി. ദാഗ്ദ കണ്ടപ്പോഴേ അവൻ പാതിയായിരുന്നു. അപകടമാണെന്ന് പറഞ്ഞിട്ടും കേൾക്കാതെ തങ്ങളുടെ ഉപജീവന മാർഗമായ ആ സാധനങ്ങൾ നഷ്ടപ്പെടാതിരിക്കാനുള്ള ആ കുട്ടിയുടെ വ്യഗ്രത അവനെ ഒടുവിൽ അപകടത്തിൽ ചാടിച്ചു. പെട്ടെന്ന് നദീതീരത്തെ മണ്ണ് ഇടിയാൻ തുടങ്ങി. മരം പിഴുതുപോയി കൊസ്റ്റാസ് നിൽക്കുന്ന ഭാഗം മൊത്തം ഒരു കൂറ്റൻ കല്ലുപോലെ തകർന്ന് അവൻ നിന്നിടത്തേക്ക് വീണു. ഇതിനിടെ കോക്കോയും നിയന്ത്രണം വിട്ട് താഴേക്ക് പതിച്ചു. വീഴ്ചയുടെ ആഘാതത്തിൽ കസ്റ്റസിന് ബോധം നഷ്ടപ്പെടുകയും അവന് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. ഭാഗ്യത്തിന് കോക്കോയ്ക്ക് വല്ല പരിക്കുകളൊന്നും പറ്റിയില്ലെങ്കിലും അവളുടെ മാന്ത്രിക സഞ്ചിയും മന്ത്രങ്ങൾ എഴുതാനുള്ള ഉപകരണങ്ങളും വെള്ളത്തിൽ വീണ് നനഞ്ഞു കുതിർന്നു. ഒരു മന്ത്രവാദിനെ സംബന്ധിച്ചിടത്തോളം അവളുടെ മഷിയും കടലാസ് നനയുക എന്നത് വലിയൊരു തിരിച്ചടിയാണ്. കരയിൽ നിൽക്കുകയായിരുന്ന അഗോത്തിന് ഇതൊരു വലിയ ആഘാതമായിരുന്നു. ദാഗ്ദയും അവിടെ കൂടി നിന്നിരുന്ന ആൾക്കാരും പരിഭ്രാന്തരായി അവർ അഗോത്തിന് ചുറ്റും കൂടിയെന്ന് നിലവിളിക്കാൻ തുടങ്ങി. നീ ഒരു മന്ത്രവാദിനെയല്ലേ, എന്തെങ്കിലും ചെയ്യൂ, ആ കുട്ടിയെ രക്ഷിക്കൂ എന്നവർ കേണപേക്ഷിച്ചു. അഗോത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ പരീക്ഷണമായിരുന്നു. കിഫ്രി നേരത്തെ പറഞ്ഞതുപോലെ തൻ്റെ കഴിവ് തെളിയിക്കാനുള്ള ആഗ്രഹവും എന്നാൽ യഥാർത്ഥത്തിൽ ഒരു അപകടം മുന്നിൽ വന്നപ്പോഴുള്ള ഭയവും അവളെ തളർത്തി. തൻ്റെ പഴയ കാലത്തെ ദുരോർമ്മകൾ അവളുടെ മനസ്സിലേക്ക് വന്നു. ഒന്നിനും കൊള്ളില്ലാത്തവൾ എന്ന് പറഞ്ഞ് നിരാശപ്പെടുത്തിയ ഒരു പഴയ അധ്യാപികയുടെ വാക്കുകളും ഇപ്പോൾ ചുറ്റുമുള്ളവരുടെ സമ്മർദ്ദം കൂടിയായപ്പോൾ അവളുടെ ബുദ്ധി മരവിച്ചു പോയി. താൻ പരാജയപ്പെടുമോ എന്ന പേടി അവളെ പിടികൂടി. അഗോത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും ദുർബലമായ നിമിഷമായിരുന്നു അത്. എന്നാൽ ആ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് താഴെ നിന്നും കോക്കോയുടെ നിലവിളി കേട്ടു. ആ ശബ്ദം അഗോത്തിനെ യാഥാർത്ഥ്യത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു. കോക്കോ വെള്ളത്തിൽ നിന്ന് കയറാൻ കഴിയാതെ ചെളിയിൽ തെറ്റി നിസ്സഹായാവസ്ഥയിൽ കിടക്കുകയായിരുന്നു.
കോസ്റ്റസിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് അവൾ അഗോത്തിനോട് വിളിച്ചു പറഞ്ഞു. കോക്കോയ്ക്ക് മന്ത്രം പ്രയോഗിക്കാൻ അവളുടെ ഉപകരണങ്ങൾ ഉണങ്ങണമായിരുന്നു. അങ്ങനെ ഇപ്പോൾ എന്തു ചെയ്യാണെന്ന് അകത്ത് ചിന്തിച്ചു തുടങ്ങി. ഓൾഡ്രിജിയുടെ പക്കൽ നിന്നും കിട്ടിയ മാന്ത്രിക മോതിരങ്ങൾ തനിക്ക് നൽകാൻ കോക്കോ ആവശ്യപ്പെട്ടു. ഈ മോതിരങ്ങൾക്ക് ചുറ്റുമുള്ള ഈർപ്പം മാറ്റാനും വസ്തുക്കളെ ഉണക്കാനുള്ള കഴിവുണ്ടെന്ന് മുന്നേ അവൾ മനസ്സിലാക്കിയിരുന്നു. അഗോത്ത മോതിരങ്ങൾ ഒരു തുണിയിൽ കെട്ടി എറിഞ്ഞു കൊടുക്കുന്നതിലൂടെ അവൾ മാന്ത്രിക ഉപകരണങ്ങൾ ഉണക്കിയെടുത്തു. പക്ഷേ പ്രശ്നം അവിടെ തീർന്നില്ല. സാധാരണ മനുഷ്യരുടെ മുന്നിൽ വെച്ച് മന്ത്രം പ്രയോഗിക്കുന്നത് കർശനമായി നിരോധിക്കപ്പെട്ടുള്ള കാര്യമാണ്. ആരും കാണാതെ വേണം അവർക്കിനി മന്ത്രം ഉപയോഗിച്ച് കസ്റ്റസിനെ രക്ഷിക്കാൻ. ഒരു മന്ത്രവാദിനി എന്ന നിലയ്ക്ക് അഗോത്തിൻ്റെ യഥാർത്ഥ ബുദ്ധി തെളിയുന്നത് ഇവിടെയാണ്. അവിടെ നിൽക്കുന്നവരുടെ ശ്രദ്ധ തിരിക്കാൻ അവളൊരു വഴി കണ്ടെത്തി. അവൾ ആകാശത്തേക്ക് നോക്കി പഠിച്ചത് വെച്ച് മനോഹരമായൊരു മന്ത്രം ഉപയോഗിച്ച് ഒരു വലിയ വെളിച്ചത്തിൻ്റെ പക്ഷി, ജയന്റ് ബേർഡ് ഓഫ് ലൈറ്റ്, അതിൻ്റെ ഒരു ഇല്യൂഷൻ ഉണ്ടാക്കി. അതും അവർ കാണാതെ മസിൽ മെമ്മറി വെച്ച് കോട്ടിനുള്ളായി വരച്ച സ്പെല്ലിൻ്റെ ഫലമായിരുന്നു. ഷീസ് റിയലി എ ജീനിയസ്. ആകാശത്ത് മിന്നിത്തിളങ്ങുന്ന ആ കൂറ്റിൻ്റെ പക്ഷിയെ കണ്ടപ്പോൾ അതെങ്ങനെ ചെറുക്കിനെ രക്ഷിക്കുമെന്നറിയാൻ നാട്ടുകാരുടെ ശ്രദ്ധ മുഴുവൻ അതിലേക്കായി. എന്നാൽ ഇന്നേരം മറ്റൊരു പണി വരുന്നുണ്ടായിരുന്നു. ഗ്രാമത്തിൽ മാന്ത്രികത ഉപയോഗിച്ചതായി റിപ്പോർട്ടുകളെത്തി. ദ ഗ്രേറ്റ് ഹോളിലേക്ക്, മാന്ത്രിക ലോകത്തെ സുപ്രധാനമായ സ്ഥലം. അവിടെയുള്ളവർ ഉടൻ തന്നെ അങ്ങോട്ടേക്ക് പുറപ്പെടുമ്പോൾ അവിടെ കസ്റ്റാസ് പതുക്കെ ബോധത്തിലേക്ക് വരുന്നുണ്ടായിരുന്നെങ്കിലും അവൻ അനങ്ങാൻ കഴിയാത്ത വിധം പരിക്കേറ്റിരുന്നു. അവനെ സുരക്ഷിതമായി മുകളിലേക്ക് എത്തിക്കാൻ കോക്കോയ്ക്ക് അവനെ വായുവിൽ ഉയർത്തണമായിരുന്നു, ലിവിറ്റേഷൻ വഴി. എന്നാൽ അവിടെ ഒരു വലിയ തടസ്സവും ഉണ്ടായിരുന്നു. കസ്റ്റസിൻ്റെ കാലുകൾക്ക് മുകളിൽ ഒരു കൂറ്റൻ പാറക്കല്ല് പതിച്ചിരിക്കുകയായിരുന്നു. ആ പാറക്കല്ല് മാറ്റാതെ അവനെ ഉയർത്തുക അസാധ്യമായിരുന്നു. മുന്നേ അവൾ ചേമ്പ് പാചകം ചെയ്തപ്പോൾ അത് ഉയർത്തി. എന്നാൽ ഇതൊരു കൂറ്റൻ പാറയാണ്. അതിനെ ഉയർത്താനുള്ള മന്ത്രശക്തി കോക്കോയ്ക്കപ്പോൾ ഇല്ലായിരുന്നു. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കെ ബോധം തെളിഞ്ഞ കസ്റ്റസിനെ കണ്ടു. അവൻ ആകാശത്ത് പറക്കുന്ന ആ പക്ഷിയെ കണ്ടാണ് മരിച്ചിട്ടില്ലെന്ന് തിരിച്ചറിഞ്ഞത് എന്ന അവസ്ഥയിൽ പറഞ്ഞപ്പോൾ കോക്കോ പെട്ടെന്ന് പറഞ്ഞു, അയ്യോ അത് പക്ഷിയല്ല, എൻ്റെ സുഹൃത്ത് ചെയ്തൊരു സ്പെല്ലാണ്. ഇങ്ങനെ പറഞ്ഞതും അവൾക്ക് പെട്ടെന്നൊരു കാര്യം സ്ട്രൈക്കായി. സുഹൃത്ത് ചെയ്ത മന്ത്രം. മുന്നേ ഡ്രാഗന്റെ പിടിയിൽപ്പെട്ടപ്പോൾ തുരങ്കമുണ്ടാക്കാൻ റിച്ചെ ഒരു തന്ത്രം പ്രയോഗിച്ചിരുന്നില്ലേ? കൊച്ചു കൊച്ചു സ്പെല്ലുകൾ വരച്ച് ഒരു വലിയ ബ്ലാസ്റ്റ് ഉണ്ടാക്കി ആ ഭിത്തി ഇടിക്കുക. അവൾ അന്ന് ശ്രദ്ധിച്ച ആ ഒരു മന്ത്രത്തെക്കുറിച്ച് ഓർത്തു. വസ്തുക്കളെ വായിൽ ഉയർത്തുന്നതിന് പകരം അവയെ ചെറിയ തരികളാക്കി മാറ്റുന്ന മന്ത്രമായിരുന്നു അത്. കോക്കോ തൻ്റെ മാന്ത്രിക തൂലി ഉപയോഗിച്ച് അതിവേഗം ആ പാറക്കല്ലിന്മേലെ മന്ത്രം വരച്ചു. ഇതിനിടെ ചെക്കൻഡേച്ചൻ ഡാഗ്ദ ആ സ്പെല്ലിലൂടെ വന്ന പക്ഷി ഒരു കാര്യം ചെയ്ത് വെറുതെ പറക്കുന്നു കണ്ട് അഗോത്തിനോട് ദേഷിച്ചിട്ട് സ്വയം രക്ഷിക്കാമെന്ന് ഇറങ്ങാൻ തീരുമാനിച്ചു. പക്ഷേ ഇപ്പോൾ അയാൾ ചെന്ന കോക്കോ മന്ത്രം വരയ്ക്കുന്നത് കാണുമെന്ന് ഭയന്ന് അവൾ നിർത്താൻ പരിശ്രമിക്കുന്നതും നിമിഷങ്ങൾക്കുള്ളിൽ ആ കൂറ്റൻ പറക്കല് പൊടിയെ തകർന്ന് ഭാരമൊഴിഞ്ഞതോടെ കോക്കോ കസ്റ്റസിനെ ചേർത്ത് പിടിച്ച് വായുവിൽ പറന്ന് സുരക്ഷിതമായി കരയിലേക്ക് എത്തിച്ചു. അതും അവൾ ധരിച്ചിരുന്ന തുണിയുടെ അടിയിലായി. മന്ത്രവാദികളുടെ അത്ഭുത പ്രവൃത്തി കണ്ട് അവിടെ ഉണ്ടായിരുന്ന ദാഗ്ദയും മറ്റുള്ളവരും ആനന്ദ കണ്ണീരോടെ അവരെ സ്വീകരിച്ചു. എല്ലാം ശുഭകരമായി അവസാനിച്ചെന്ന് കരുതിയെങ്കിലും കോക്കോയും അഗോത്തും ആശ്വസിച്ചിരിക്കുമ്പോഴാണ് അന്തരീക്ഷം പെട്ടെന്ന് തണുത്തുറഞ്ഞത്. തങ്ങളൊരു വലിയ വിജയം നേടിയെന്ന സന്തോഷത്തിലായിരുന്നു അവർ. കോക്കോ താൻ എങ്ങനെയാണ് കസ്റ്റസിനെ രക്ഷിച്ചതെന്ന് അഗോത്തിനോട് വിവരിച്ച ശേഷം പിതാവിൻ്റെ മകനോടുള്ള സ്നേഹം കണ്ടപ്പോൾ അവൾക്ക് അമ്മയെ ഓർമ്മ വന്നു. എങ്ങനെയും ഇതുപോലെ രക്ഷപ്പെട്ട് അമ്മയുടെ അടുത്തെത്തണമെന്ന വിഷമത്തിൽ നിൽക്കെ എന്നാൽ പെട്ടെന്ന് ആകാശത്തു നിന്നും അദൃശ്യമായൊരു ശക്തി അവരെ വരിഞ്ഞു മുറുക്കി. കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിൽ കോക്കോയും അഗോത്തും വായിൽ ഉയർത്തപ്പെട്ടു. അവരെ പിടികൂടിയത് മറ്റാരുമായിരുന്നില്ല, മന്ത്രവാദ ലോകത്തെ നിയമപാലകരായ നൈറ്റ്സ് മൊറാലിസ്. ചുവന്ന കൂർത്ത തലക്കെട്ടുകളോടുകൂടിയ ഈ മന്ത്രവാദികൾ കുറ്റവാളികളായ മന്ത്രവാദികളെ ശിക്ഷിക്കുന്നവരാണ്. അവരുടെ ഡെപ്യൂട്ടി ക്യാപ്റ്റനായിരുന്ന ഈസ്റ്റിസ് ആണവരെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയത്. ഈസ്റ്റിസിൻ്റെ സ്വരം വളരെ കഠിനമായിരുന്നു. കോക്കോയും അഗോത്തും നിഷിദ്ധമായ മന്ത്രവാദ വിഭാഗമായ ബ്രിംഡ് ക്യാപ്സുമായി ചേർന്ന് പ്രവർത്തിക്കുകയാണെന്ന് അദ്ദേഹം ആരോപിച്ചു. മന്ത്രവാദ ലോകത്തെ ഏറ്റവും വലിയ കുറ്റമാണ് വിലക്കപ്പെട്ട മന്ത്രങ്ങൾ ഉപയോഗിക്കുക എന്നത്. തങ്ങളെല്ലാവരെയും രക്ഷിക്കാൻ വേണ്ടി വെറുമൊരു സാധാരണ മന്ത്രമാണ് ഉപയോഗിച്ചതെന്ന് കോക്കോ കരഞ്ഞു പറഞ്ഞെങ്കിലും ഈസ്റ്റിസ് അത് വിശ്വസിക്കാൻ തയ്യാറായില്ല. അതിനൊരു കാരണവുമുണ്ടായിരുന്നു. അദ്ദേഹം താഴെ നദീതീരത്തേക്ക് വിരൽ ചൂണ്ടി. അവിടെ കണ്ട കാഴ്ച ഭയാനകരമായിരുന്നു. കോക്കോ തകർത്ത പാറക്കല്ല് മാത്രമല്ല, അതിന് ചുറ്റുമുള്ള മണ്ണും സസ്യങ്ങളും എല്ലാം ദ്രവിച്ച് മണലായി മാറിയിരിക്കുന്നു. ആ പ്രദേശം മുഴുവൻ നശിച്ചിരിക്കുന്നു. താൻ ചെയ്തൊരു ചെറിയ മന്ത്രം ഇത്ര വലിയ നാശമുണ്ടാക്കുമെന്ന് കോക്കോ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. എങ്ങനെയാണ് ഇത് സംഭവിച്ചെന്ന് വിശദീകരിക്കാൻ അഗോത്തിനോ കോക്കോയ്ക്കോ കഴിഞ്ഞതുപോലുമില്ല. മന്ത്രവാദ നിയമങ്ങൾ ലംഘിക്കുന്നവർക്കുള്ള ശിക്ഷ വളരെ കഠിനമാണ്. അവരുടെ മന്ത്രവാദ പഠനത്തെക്കുറിച്ചുള്ള എല്ലാ ഓർമ്മകളും മായ്ച്ചു കളയുകയും അവരെ സാധാരണ ലോകത്തേക്ക് തിരിച്ചയക്കുകയും ചെയ്യും. കോക്കോ മന്ത്രവാദിനാകാൻ എത്രത്തോളം ആഗ്രഹിച്ചിരുന്നു നമുക്കറിയാം. അവളുടെ ജീവിതത്തിലെ ഏക സ്വപ്നമായിരുന്നു അത്. ഈ മന്ത്രം ഉപയോഗിച്ചത് കോക്കോ ആണെന്ന് മനസ്സിലാക്കിയതോടെ ഈസ്റ്റിസ് തൻ്റെ കൈകൾ അവളുടെ തലയ്ക്ക് നേരെ ഉയർത്തി ഓർമ്മകൾ മായ്ക്കാൻ തയ്യാറെടുത്തു. നിനക്ക് മന്ത്രവാദിയാകാനുള്ള യോഗ്യതയില്ല എന്ന മട്ടിലുള്ള അയാളുടെ പെരുമാറ്റവും പിന്നാലെ കോക്കോയുടെ മെമ്മറീസ് ഇറേസ് ചെയ്യാൻ തുടങ്ങുന്ന ആ ഒരു നിമിഷവും, ഓ മൈ ഗോഡ്, എന്തൊരു നീചതയാണത്! കോക്കോയുടെ കണ്ണുകളിൽ ഭയവും നിസ്സഹായാവസ്ഥയും നിറഞ്ഞു. കോക്കോയുടെ ഓർമ്മകൾ മായ്ച്ചു കളയാൻ ഈസ്റ്റിസ് അവളുടെ അടുത്തേക്ക് വരികയാണ്.
ഓർമ്മകൾ കളഞ്ഞു കഴിഞ്ഞാൽ മാജിക് മറന്നുപോകുമെന്ന് അവളുടെ പേടി പോലും ഇല്ലാതാകുമെന്ന് അവൻ പറയുന്നു. തങ്ങളുടെ നിരപരാധിത്വം മനസ്സിലാക്കാൻ അഗോത്ത് പരമാവധി പറയുന്നെങ്കിലും അവർ അതൊന്നും വകവയ്ക്കുന്നില്ല. ആ ഒരു നിർണായക നിമിഷത്തിൽ ഭാഗ്യത്തിന് റിച്ചയെ മിന്നൽ വേഗത്തിൽ അവിടേക്ക് പാഞ്ഞെത്തി അവൻ്റെ കയ്യിൽ നിന്ന് ചാടി പിടിച്ചത് തടയുന്നു. ഇതേ സമയം തന്നെ മുകളിൽ നിന്ന് തീഗോളങ്ങൾ പാഞ്ഞെത്തി ഇരുവരെയും ബന്ധിപ്പിച്ചിട്ടുള്ള ആ പെനൻസിലേക്ക് വീണ് അത് കത്തി അമരുകയും ചെയ്യുന്നു. ഇതിലൂടെ കോക്കോയും അഗോത്തും മോചിതരായി താഴേക്ക് പതിക്കുമ്പോൾ അവിടെ താങ്ങി പിടിക്കാൻ ടെറ്റിയും നിൽപ്പുണ്ട്. തുടക്കം തന്നെ കുട്ടികൾ കസറിയിരിക്കുകയാണ്. നൈറ്റ് മൊറാലിസ് സംഘത്തിന് ഇതൊന്നും കണ്ടു നിൽക്കാനാവില്ല. നിയമം തകർത്തിരിക്കുകയാണ് കുട്ടികൾ. അങ്ങനെ നിൽക്കെ കുട്ടികളുടെ ഗുരു കിഫ്രി അവിടേക്ക് എത്തുകയാണ്. ആ മാന്ത്രികയുടെ വാൾ ചൂണ്ടി അയാൾ ഈസ്റ്റിസിനെ ഭീഷണിപ്പെടുത്തുകയും ആ പെൺകുട്ടികൾ തൻ്റെ വിദ്യാർത്ഥികളാണെന്ന് പറയുകയും ചെയ്യുന്നു. എന്നാൽ ആ നൈറ്റ് വിട്ടുകൊടുക്കാൻ തയ്യാറില്ല. ഭൂപ്രദേശം തന്നെ മാറ്റിമറിക്കുന്ന മന്ത്രങ്ങൾ യുദ്ധാടിസ്ഥാനത്തിൽ പ്രയോഗിക്കുന്നതാണ്. അതിങ്ങനെ ഉപയോഗിക്കുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ഇത് കേൾക്കുന്ന കിഫ്രി അപ്പോൾ തന്നെ എതിർത്തുകൊണ്ട് താൻ അവർക്ക് ഇത്തരം ശക്തമായ ഒരായുധങ്ങളോ വിദ്യകളോ പഠിപ്പിച്ചു കൊടുത്തില്ലെന്ന് നിൽക്കെ ഈസ്റ്റിസിൻ്റെ ഒരു വാക്ക് കേട്ട് ഞെട്ടുകയാണ്. നീയില്ലെങ്കിൽ ഇതിന് പിന്നിൽ ബ്രിംഡ് ക്യാമ്പ്സിന് പങ്കുണ്ടെന്ന് ഞാൻ കരുതുന്നു. ഇത് കേട്ടതോടെ കിഫ്രിയുടെ ആത്മവിശ്വാസം പതറുന്നു. ഇതിനെ മോൾറിജിയോ അവർക്ക് നേരെ ഒച്ചവെക്കുകയാണ്. പരസ്പരം വഴക്കടിക്കുന്നതിന് പകരം അവിടെ അപകടത്തിൽപ്പെട്ടിരിക്കുന്ന നാട്ടുകാരെ സഹായിക്കാൻ പറയുന്നതോടെ നൈറ്റ്സ് മൊറാലിസും കിഫ്രയും പറഞ്ഞതുപോലെ ആളുകളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുന്നു. നൈറ്റുകളിൽ ഒരാളായ ലുലൂസി ഇതിനെല്ലാം കാരണമായ മറ്റേ ചെക്കൻ കസ്റ്റസിനെ പരിശോധിച്ച് തൽക്കാലത്തേക്ക് കാലിലെ രക്തസ്രാവം നിർത്താൻ പെനന്റ് ഉപയോഗിച്ച് ഒരു ബാൻഡേജ് തീർത്ത് ചുറ്റുന്നു. ചികിത്സയ്ക്കായി തങ്ങൾക്കവനെ കാലിനിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ടെന്ന് പറയുമ്പോൾ വളർത്തച്ഛനായ ദാഗ്ദ അതിന് സമ്മതിക്കുന്നില്ല. അയാൾക്ക് അവനെ പിരിയാൻ വയ്യ. ആ പെനൻസ് അത് തീയിലെരിഞ്ഞ് നശിച്ചിട്ടും വീണ്ടും പുനരുജ്ജീവിപ്പിക്കാൻ കഴിയുമെങ്കിൽ തൻ്റെ മകനെയും ഇവിടെ വെച്ച് തന്നെ സുഖപ്പെടുത്താൻ കഴിയുമെന്നും അങ്ങനെ ചെയ്യാനും നിന്ന് സങ്കടത്തോടെ വാശി പിടിക്കുന്നു. എന്നാൽ ലുലൂസി അത് അസംഭവ്യമാണെന്ന് പറഞ്ഞ് ഒടുവിൽ അയാളുടെ അനുവാദം മേടിച്ച് കൊണ്ടുപോവുകയാണ്. ഇതിനുശേഷം നൈറ്റ്സ് മൊറാലിസ് അവരുടെ അന്വേഷണവും ചോദ്യം ചെയ്യലും വീണ്ടും തുടരുന്നു. കോക്കോയെ പരീക്ഷിക്കുന്നതിലൂടെ അവൾ വളരെ ലളിതമായ ഒരടിസ്ഥാന മന്ത്രം മാത്രമാണ് ഉപയോഗിച്ചെന്ന് അവർക്ക് മനസ്സിലാവുന്നു. എന്നിട്ടും ഈസ്റ്റിസിന് അവളെ സംശയമായിരുന്നു. അതുകൊണ്ട് അവൻ അവളുടെ കൈകൾ പരിശോധിക്കുന്നു. കാരണം ബ്രിംഡ് ക്യാപ്സിൻ്റെ കിണിയിൽ പെട്ടെങ്കിൽ അവർ നീചമായ എന്തെങ്കിലും അടയാളം പെട്ടെന്ന് കാണാൻ കഴിയാത്ത വിധം ഇരയിൽ ഒളിപ്പിച്ചു വയ്ക്കുമെന്നറിയാം. എന്നാൽ ഈസ്റ്റിസിൻ്റെ കണ്ണിൽപ്പെട്ടത് മഷിയുടെ കറകൾ മാത്രമായിരുന്നു. മാജിക്ക് പിടിക്കാൻ വേണ്ടി അവൾ എത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ടെന്ന് അത് വ്യക്തമാക്കുന്നതായിരുന്നു. എന്തായാലും ദ ഗ്രേറ്റ് ഹാളിൽ ഇതേക്കുറിച്ച് ചർച്ച ചെയ്ത് ഒരു പ്രത്യേക അന്വേഷണം നടത്തുമെന്നറിയിച്ച് നൈറ്റ്സ് മൊറാലിസ് സംഘം അവിടുന്ന് പോകുന്നതും അപ്പോഴാണ് കിഫ്രിയുടെ ശ്വാസം നേരെ വീണത്. എത്രയൊക്കെ ശക്തമായി നിന്നാലും ഉള്ളിൽ അയാൾക്കൊരു ഭയമുണ്ട്. കാരണം നൈറ്റ്സ് മൊറാലിസ് മാന്ത്രിക ലോകത്തെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നവരാണ്. അവരോട് കളിക്കുന്നത് അത്ര നല്ലതല്ല. എന്നാലും വൈകാതെ കല്ലിലും പരുക്കൻ പ്രദേശങ്ങളിലും വരയ്ക്കാൻ കഴിയുന്ന ഒരു പ്രത്യേക പേന ഉപയോഗിച്ച് ഓൾഡ്രിജിയോ തകർന്ന ആ പാലം പഴയപടിയാക്കുന്നു. അതിലൂടെ വെള്ളം വീണ്ടും ഒഴുകാൻ തുടങ്ങുന്നെങ്കിലും പുഴ തിരികെ വരുന്നെങ്കിലും പഴയതുപോലെ അത്ര ശക്തമായ ഒഴുക്കിലല്ല. തീർച്ചയായും അഗോത്തിനോടും കോക്കോയോടുമായി കിഫ്രി ശാന്തമായ വാക്കുകളിൽ താക്കീത് നൽകുന്നുണ്ട്. സാധാരണക്കാരുടെ മുന്നിൽ വെച്ച് മാന്ത്രികത ഉപയോഗിക്കാൻ ശ്രമിച്ചത് എത്ര അപകടമാണെന്നും അവരത് കണ്ടെത്തിയിരുന്നെങ്കിൽ സകലരുടെയും ഓർമ്മകൾ നശിപ്പിക്കേണ്ട ദുസ്ഥിതി ഉണ്ടായേനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇരുവരും ക്ഷമ ചോദിക്കുമ്പോൾ അഗോത്തിൻ്റെ മനസ്സിൽ കിഫ്രിയുടെ ഈ പെരുമാറ്റമൊക്കെ കണ്ടിട്ട് അപ്പോൾ തനിക്കിനി വൈകാതെ ആ പ്രധാന പരീക്ഷണം നടത്താൻ അനുവാദം തരുമെന്ന് ചിന്തിക്കുന്നു. അതായത് സാധാരണ ജനങ്ങൾക്ക് വേണ്ടി സേവനം നടത്താൻ യോഗ്യയാണെന്ന് തെളിയിക്കുന്ന പരീക്ഷണം. അതല്ലേ അഗോത്തിൻ്റെ ഇപ്പോഴത്തെ പ്രധാന ലക്ഷ്യം. എന്തായാലും മറ്റേ പാലുണ്ടല്ലോ, രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും, അതേപോലെ തന്നെ കിഫ്രി അവിടെ വെച്ച് അവളുടെ ആ പരീക്ഷണം വൈകാതെ ഉണ്ടെന്നും അതിനെ തയ്യാറായിക്കൊള്ളാനും നിർദ്ദേശിക്കുന്നു. ടെറ്റിക്ക് ഇത് കേട്ടിട്ട് അപ്പം ഞങ്ങൾക്കില്ലേ എന്ന കുശുമ്പും. അവിടുന്ന് പോകുന്നതിന് മുമ്പ് കിഫ്രി കോക്കോയുടെ തൊപ്പിയും മഷിക്കുപ്പിയും പൂഴിയിൽ കിടക്കുന്ന ശ്രദ്ധയിൽപ്പെട്ട് അതെടുത്ത് അവൾക്ക് തിരികെ നൽകുന്നു. ഇതെപ്പോഴും പ്രധാനമാണെന്നും കൂടെ കാണണമെന്നും പറഞ്ഞിട്ട്. എന്നാൽ ഉപയോഗത്തിന് ശേഷവും കുപ്പിയിൽ മഷി ഇപ്പോഴും നിറഞ്ഞിരിക്കുന്നത് കണ്ടപ്പോൾ കോക്കോ അതിശയിച്ചു പോയി. ഇനി ഇത് ഒരിക്കലും തീരാത്ത മാന്ത്രികതയുള്ള ഏതെങ്കിലും കുപ്പിയാണോ എന്ന് അവളങ്ങനെ നിൽക്കെ കിഫ്രിക്ക് ഇതിൽ സംശയം തോന്നാൻ തുടങ്ങി. കാരണം അങ്ങനെ വരാൻ വഴിയില്ല. എന്തായാലും കാലിൻ നഗരത്തിലെ ആ ഷോപ്പിൽ നിന്നല്ലേ മഷി കൈപ്പറ്റിയത്. അവിടെയുള്ള മാസ്റ്റർ നോൾനോവയ്ക്കടുത്തേക്ക് ഇതുമായി പോയി തിരക്കാമെന്ന് ഗുരു തീരുമാനിക്കുന്നു. ഇതേക്കുറിച്ച് വേറെ ആരോടും പറയാതെ കോക്കോയ്ക്ക് പേന നഷ്ടമായെന്നും അതിനുവേണ്ടി പോവുകയാണെന്നും ഓൾഡ്രിജിയെ ധരിപ്പിച്ച് കുട്ടികളെ അയാൾക്കൊപ്പം അയച്ച ശേഷം കാലിനിലേക്ക് യാത്ര തിരിക്കുന്നു. എന്നാൽ നമ്മൾ തരിച്ചു പോകുന്നൊരു കാഴ്ച കാണുകയാണ്. കോക്കോയുടെ ആ മഷിയിൽ ഇപ്പോൾ രക്തത്തിൻ്റെ അംശമുണ്ട്, അതും ബ്രിംഡ് ക്യാപ്സിൻ്റെ. അന്ന് അവളെ പിടികൂടിയ ശേഷം നിഗൂഢമായ സ്ഥലത്ത് വെച്ച് ഒരു ബ്രിംഡ് ക്യാപ്പ് മന്ത്രവാദി സ്വന്തം കൈമുറിച്ച് ചോരത്തുള്ളികൾ ആ കുപ്പിലേക്ക് മഷിയുമായി കലർത്തുകയായിരുന്നു. അതിനുള്ളിൽ മറ്റു കൃത്രിമങ്ങളും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇങ്ങനെ സംഭവിക്കാൻ കാരണം. കേവലം ചെറിയൊരു മന്ത്രത്തിന് പോലും ഭീകരമായ എഫക്റ്റ്. അങ്ങനെ കാലിനെത്തുമ്പോൾ കോക്കോയ്ക്ക് അടുത്ത അതിശയം. മുൻപ് വന്നപ്പോൾ ഉള്ള ഷോപ്പും കാണാനില്ല, കഥകുമില്ല. കിഫ്രി ഇത് കണ്ട് ഒരുപക്ഷെ ഇന്ന് കട അവധിയായിരിക്കും എന്ന് നിൽക്കെയാണ് നോൾനോവയുടെ ചെറുമകൻ ടാർട്ട അവിടേക്ക് എത്തുന്നത്. തൻ്റെ അപ്പൂപ്പിൻ്റെ കട അടച്ചിടേണ്ട സമയമായിരുന്നിട്ടും അവൻ അവരെ അകത്തേക്ക് കയറ്റുന്നു. കിഫ്രി മുകളിലേക്ക് പോകുമ്പോൾ കോക്കോ ടാർട്ടയുടെ കൂടെ പോകുന്നു. കാരണം അവളുടെ കാലിലെ മുറിവും പോറലും കണ്ട് അത് വെച്ച് കെട്ടിത്തരാമെന്ന് ടാർട്ട പറഞ്ഞതുകൊണ്ടാണ്.
ഇതേസമയം കിഫ്രി നോൾനോവയുടെ അടുത്ത് സംസാരിക്കാനായി മുകളിലത്തെ നിലയിലേക്ക് ചെല്ലുമ്പോൾ അദ്ദേഹം കരുതുന്നത് മുന്നേ പാവിയെ തറയോടിൽ കണ്ട മഷിയെക്കുറിച്ച് ഒന്ന് പരിശോധിക്കാൻ പറഞ്ഞിരുന്നില്ലേ, അതിൻ്റെ കാര്യം അറിയാനാണെന്നാണ്. എന്നാൽ കിഫ്രി കോക്കോയുടെ ആ മഷിക്കുപ്പി നോൾനോവയ്ക്ക് മുന്നിലേക്ക് എടുത്തു വയ്ക്കുന്നു. അത് സൂക്ഷിച്ചു നോക്കി അതിൽ ചില നേരിയ നിറവ്യത്യാസം കണ്ട് നോൾനോവ അത്ഭുതപ്പെടുന്നു. കാരണം ഇത് തൻ്റെ വയൽക്കുപ്പിയാണ്, എന്നാൽ മഷി വേറേതും. പക്ഷേ അതിനുള്ളിലെ മഷി മുൻപ് തെരുവിൽ നിന്നിട്ടിയ കല്ലുകളിലെ മഷിക്ക് സമാനമായിരുന്ന പോലെ ഒരു സംസാരം വരുന്നതും കിഫ്രിക്ക് ആന്തൽ. അവനിലേക്കും ആ സംശയം വരികയാണ്. ഇനി ആ വിചിത്ര ലോകത്ത് പെട്ടുപോയ സമയത്ത് ബ്രിംഡ് ക്യാപ്സിൻ്റെ പിടിയിൽ പെട്ടതുമൂലം സംഭവിച്ചതാകുമോ ഇത്? ഇന്നേരം കോക്കോ അവൾക്ക് ത്രില്ലുണ്ടാക്കുന്ന മൊമെൻറ്റ്സിലാണ്. പലതരം മാന്ത്രിക സാമഗ്രികൾ ചുറ്റുമെങ്ങും. അതെല്ലാം എന്താണെന്നറിയാൻ വലിയ കൗതുകം. മാന്ത്രിക മഷികളിൽ പലതരം ഉണ്ടെന്നും അവ മന്ത്രങ്ങളെ വിവിധ തരത്തിൽ ബാധിക്കുമെന്നും ടാർട്ട കോക്കോയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നു. ഒരു സ്പെല്ലിൻ്റെ ഉദ്ദേശത്തെ മാറ്റുക, അതിനെ അദൃശ്യമാക്കുക, കൂടുതൽ ദൈർഘ്യമേറിയതാക്കുക, അങ്ങനെ സവിശേഷതകളുള്ള പല വസ്തുക്കളും അവൾ ചൂണ്ടിക്കാട്ടി ചോദിക്കുന്ന വെച്ച് ടാർട്ട പറഞ്ഞു കൊടുക്കുമ്പോൾ ഇതെല്ലാം നല്ല ത്രില്ലിൽ കേട്ടിരിക്കുന്ന കോക്കോയും. ബ്രിംഡ് ക്യാപ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനുള്ള ആവശ്യത്തിൽ കിഫ്രി ആ മഷിയിൽ നിന്ന് പരീക്ഷിച്ച് നോക്കുന്നു. ഇതൊരു ടിൻഡ് ബോട്ടിൽ സ്പെല്ലാണ്. 2 കുപ്പികൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന പോലൊരു വിദ്യ. അതിലെ ഒന്ന് മാത്രമാണ് ഈ മുന്നിലുള്ള വയൽ. നോൾനോവ എന്താകുമെന്ന് ആശങ്ക പ്രകടിപ്പിച്ച് എതിർക്കുന്നെങ്കിലും കിഫ്രിക്ക് അറിഞ്ഞേ തീരൂ. അവനൊരു ചെറിയ മുദ്ര മാത്രമാണ് വരച്ചെങ്കിലും അതിൽ നിന്നുണ്ടായ വെളിച്ചം വളരെ ശക്തമായിരുന്നു. അത് കുറച്ചു നേരത്തേക്ക് അവിടെ എല്ലാം കണ്ണടപ്പിച്ച് കളയുന്നു. ആ വെളിച്ചം എത്രത്തോളം ശക്തമായിരുന്നെന്നാൽ താഴത്തെ നിലയിലുണ്ടായിരുന്ന കോക്കോയുടെയും ടാർട്ടയുടെയും മേൽ വരെ അത് എഫക്റ്റ് ഉണ്ടാക്കുന്നു. അവിടെ ഇന്നേരം കോക്കോ ടാർട്ടയോടായി മുകളിലെ തട്ടിലിരിക്കുന്ന ഒരു കുപ്പിയിൽ എന്താണെന്ന് ചോദിച്ചു നിൽക്കുകയാണ് ഈ സംഭവം. ടാർട്ട ഏതാണെന്ന് വിരൽ ചൂണ്ടിക്കാണിക്കാൻ നിർബന്ധിക്കെ ഈ പ്രകാശം മിന്നൽ പോലെ പതിക്കുന്നതും ആ ഞെട്ടലിൽ ജാറുകൾ മിക്കതും അബദ്ധത്തിൽ തട്ടി താഴേക്കിടുന്നു. ഭാഗ്യത്തിനൊന്നും പൊട്ടിപ്പോയില്ല. ജാറുകളിലെ നെയിം ടാഗും ചീറിപ്പോയത് കണ്ട് ടാർട്ട ഇനി എങ്ങനെ ഇത് അടുക്കി വയ്ക്കുമെന്ന് വിഷമിക്കുന്നത് കണ്ട് കോക്കോ പറഞ്ഞു, എന്തിനാ വിഷമിക്കണേ? നിനക്കിതെല്ലാം കൃത്യമായി അറിയാമല്ലോ, എന്നോട് എല്ലാത്തെക്കുറിച്ചും പറഞ്ഞു തന്നല്ലേ. എന്നാൽ ടാർട്ടയ്ക്ക് ദേഷ്യം വരുന്നു. നിങ്ങളെപ്പോലുള്ള ഒരാളല്ല ഞാനെന്നും, സിൽവർ വാഷാണ് ഞാൻ. അതുകൊണ്ട് എത്ര ആഗ്രഹിച്ചാലും ഒരു മന്ത്രവാദിയാകാൻ ജീവിതത്തിൽ സാധിക്കില്ല എന്ന നിരാശയോടെ അവൻ കോക്കോയോട് പോകാൻ പറഞ്ഞു. കോക്കോയ്ക്ക് ഇവരെന്താ ഈ പറയുന്നതെന്നൊന്നും മനസ്സിലായില്ല. അവളവിടുന്ന് മാറുമ്പോൾ മുകളിൽ നോൾനോവയും അന്തിച്ചു പോയിരിക്കുന്നു. ഇത്രയും കൊടിയ അപകടമേറിയ വിലക്കപ്പെട്ട മന്ത്രം ഉപയോഗിക്കപ്പെട്ടതിൽ തനിക്ക് ഈ രഹസ്യം ഒളിപ്പിച്ചു വയ്ക്കാൻ കഴിയില്ലെന്നും നൈറ്റ്സ് മൊറാൽസിനോട് എല്ലാം പറയുമെന്നും നോൾനോവ കിഫ്രിയോട് വ്യക്തമാക്കുന്നു. എന്നാൽ ഭയപ്പെടുത്തുന്നൊരു മുഖഭാവത്തോടെ ബ്രിംഡ് ക്യാപ്സിലേക്കുള്ള തൻ്റെ ആദ്യത്തെ വഴി ഇപ്പോൾ പിടിവെളിയായി കിട്ടിയിട്ടുള്ള കിഫ്രി ഇതാരും അറിയരുതെന്ന് കർക്കശമായി പറയുകയാണ്. ഒടുക്കം നോൾനോവയോട് പലതവണ ശപാപണം നടത്തിക്കൊണ്ട് ഒരു രൂക്ഷമായ തീരുമാനത്തിൽ അറച്ചു നിൽക്കുന്ന അയാൾക്കടുത്തേക്ക് അവൻ നീങ്ങുകയാണ്. ഈ രഹസ്യം കാത്തു സൂക്ഷിക്കാൻ താൻ ഏതറ്റം വരെയും പോവും എന്ന പോലെ തയ്യാറായി നിൽക്കുന്ന ഭാവമായിരുന്നു അപ്പോൾ. പിന്നീട് തിരികെ കോക്കോയ്ക്കടുത്തേക്ക് എത്തുമ്പോൾ കിഫ്രി വളരെ സ്നേഹത്തോടെ തൻ്റെ ശിഷ്യയോട് ഒരു കള്ളം പറയുന്നു. നേരത്തെ ആ മഷി നല്ല വിലപിടിപ്പുള്ള ഒന്നായിരുന്നു, അത് നോൾനോവ അബദ്ധത്തിൽ തന്നതാണ്. ഇങ്ങനെ പറഞ്ഞിട്ട് പകരമായി അവൾക്കൊരു പുതിയ മഷിക്കുപ്പിയും ഒരു ബാഗ് സമ്മാനിക്കുമ്പോൾ അവളുടെ മനസ്സിൽ മുന്നേ ടാർട്ട പറഞ്ഞ സിൽവർ വാഷിനെ കുറിച്ചുള്ള ചിന്തയാണ്. അങ്ങനെ മാസ്റ്ററിലൂടെ അവൾ അറിയുകയാണ്, സിൽവർ വാഷ് എന്നാൽ ആ അവസ്ഥയിലുള്ള ആളുകൾക്ക് നിറങ്ങൾ വേർതിരിച്ചറിയാൻ കഴിയില്ല. എല്ലാം വെള്ളി നിറമായി അവർക്ക് കാണാൻ സാധിക്കൂ. വിച്ചുകൾക്ക് നല്ല കാഴ്ചശക്തി പ്രധാനമായതുകൊണ്ട് തന്നെ സിൽവർ വാഷ് കണ്ണുകളുള്ളവർക്ക് മാജിക് നന്നായി ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് തന്നെ മന്ത്രവാദികളാകാൻ സാധിക്കുകയുമില്ല. ടാർട്ട ഒരു സിൽവർ വാഷ് ആയതുകൊണ്ടാണ് ആ കുപ്പികൾ കൃത്യമായി ലേബിൾ ചെയ്യാൻ കഴിയില്ലെന്ന് വിഷമിച്ച് നിന്നത്. അവനെല്ലാം ഒരേ നിറമാണ്. ഏതെല്ലാമാണെന്ന് ചൂണ്ടിക്കാണിച്ചാൽ ആ ഇരിക്കുന്ന സ്ഥലം വെച്ച് അവന് കൃത്യമായി അതിൻ്റെ സവിശേഷതകൾ അറിയാൻ കഴിയും. ഒരു മന്ത്രവാദിയാകണമെന്ന ആഗ്രഹവും ഇതുപോലെ നടക്കില്ലെന്ന നല്ല നിരാശയും വിഷമവും ഉള്ളതുകൊണ്ടാണ് അവനങ്ങനെ പെരുമാറിയത് എന്ന് കോക്കോ മനസ്സിലാക്കി പോകുമ്പോൾ ഒരു കാര്യം കൂടി അറിയാനുണ്ടല്ലോ, മുകളിൽ കിഫ്രി എന്താണ് ചെയ്തത്? തിരികെ എത്തുന്ന ടാർട്ട തൻ്റെ അപ്പൂപ്പൻ ജാറുകൾ കൃത്യമായി ലേബിൾ ചെയ്ത് ഒതുക്കി വയ്ക്കുന്നത് കണ്ട് അവൻ ക്ഷമ ചോദിച്ചുകൊണ്ട് മുന്നേ വന്ന ശക്തമായ വെളിച്ചം എന്തിൻ്റേതായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ നോൾനോവയുടെ മറുപടിയോ, വെളിച്ചമോ? ഏത് വെളിച്ചം? ഞാനൊന്നും കണ്ടില്ലല്ലോ. ടാർട്ട ഇതായിട്ട് അതിശയിച്ച് നിൽക്കുവാണ്. തുടക്കം മുതൽക്കേ കിഫ്രി ഒരു സംശയാസ്പദമായ കഥാപാത്രമായി കാണിക്കാൻ വിച്ച് ഹാറ്ററ്റിലിയർ മടിച്ചിട്ടില്ല. എന്നാൽ ഇപ്പോൾ തൻ്റെ ലക്ഷ്യങ്ങൾ നേടാൻ താൻ എന്തും ചെയ്യുമെന്ന കാര്യം അവനൊടുവിൽ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ആളുകളുടെ ഓർമ്മകൾ മായ്ച്ചു കളയുന്നതിന് നൈറ്റ്സ് മൊറാൽസിനെ കുറ്റപ്പെടുത്തിയ അതേ കിഫ്രി തന്നെ യാതൊരു മടിയുമില്ലാതെ ഇപ്പോൾ നോൾനോവയുടെ ഓർമ്മകൾ മായ്ച്ചു കളഞ്ഞിരിക്കുന്നു. അവനിപ്പോഴും ഒരു നല്ല മനുഷ്യൻ തന്നെയാണ്. അതുതന്നെയാണ് ഈ കഥയെ കൂടുതൽ രസകരമാക്കുന്നത്. ചെയ്ത കാര്യങ്ങൾ കൊണ്ട് മാത്രം കിഫ്രി ഒരു വില്ലനായി മുദ്രകുത്താൻ കഴിയില്ല. അയാൾ വളരെ ദയയും സ്നേഹവുമുള്ള, എന്നാൽ തൻ്റെ ലക്ഷ്യം നേടാൻ വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു സങ്കീർണമായ കോംപ്ലക്സ് കഥാപാത്രമാണ്. കിഫ്രിയുടെ പ്രതികാരത്തിൻ്റെ പാത അവനെയും അവൻ്റെ ശിഷ്യരെയും പരസ്പരം എങ്ങനെ ബാധിക്കും എന്നാണ് നമ്മളിനി അറിയേണ്ടത്. ഒരാളുടെ ഓർമ്മ മായ്ച്ചു കളയുക എന്നത് എത്ര വലിയ ഗൗരവകരമായ കാര്യമാണെന്നറിഞ്ഞിട്ടും നൈപുണ്യനായ നോൾനോവയുടെ മെമ്മറി അവൻ മായ്ച്ചു കളഞ്ഞു.
ഗ്രിംഡ് ക്യാപ്സിൻ്റെ ദുർമന്ത്രം സാധാ ലോകത്തേക്ക് വന്നു തുടങ്ങിയതായി മനസ്സിലാക്കി നൈറ്റ്സ് മൊറാൽസിനെ അറിയിക്കണമെന്ന് നിൽക്കെ ആ കണ്ട ഓർമ്മ മാത്രമായി നോൾഡോവയിൽ നിന്ന് മായ്ച്ചു കളഞ്ഞപ്പോൾ എന്നാൽ താഴെ കൊച്ചുമകൻ ടാർട്ട ആ പ്രത്യേക മഷി കൊണ്ടുള്ള സ്പെല്ലിൻ്റെ പ്രഭാവം അനുഭവിച്ചിരുന്നു. ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ നോൾഡോവ അങ്ങനെ ഒരു സംഭവമേ നടക്കാത്ത പോലെ സംസാരിച്ചു കേട്ട് അവൻ ഞെട്ടി. തൻ്റെ മുത്തച്ഛന് എന്താണ് സംഭവിച്ചതെന്ന് ആലോചിച്ച് വിഷമിക്കുന്ന ടാർട്ട അവിടെ അങ്ങനെ നിന്ന് ആലോചിക്കുന്നത് കിഫ്രിയെക്കുറിച്ചാണ്. മുത്തച്ഛൻ അറിയില്ലേൽ എന്താണ് ആ പ്രകാശമെന്ന് അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന കിഫ്രിക്കറിയാം. അതോ ഇനി ഇതിൻ്റെ കാരണം തന്നെ കിഫ്രിയാണോ എന്ന ദുരൂഹതകൾ അവനിൽ പൊട്ടിമുളയ്ക്കുമ്പോൾ അറ്റീലിയറിൽ നോക്കിയാൽ ഒന്നുകിൽ കളരിക്ക് പുറത്ത് അല്ലെങ്കിൽ ആശാൻ്റെ മുതുവത്ത്. അതാണ് അവിടെ 3 ചേച്ചിമാരുമായി ട്രെയിനിങ് നടത്തുന്ന കിഫ്രിയെ കാണുമ്പോൾ തോന്നുന്നത്. ഒരു സബർജല്ലിക്ക പറിക്കാൻ വേണ്ടി കാറ്റമന്ത്രം വിൻഡ് സ്പെൽ ഉണ്ടാക്കാൻ നോക്കുകയാണ് കോക്കോ. എന്നാൽ അവൾ വരച്ച മാന്ത്രിക ചിഹ്നം വലുതായി പോയത് കാരണം സബർജല്ലി മാത്രമല്ല കിഫ്രിയെയും ആ സബർജല്ലി മരത്തെ മുഴുവനായും അവൾ തൻ്റെ അടുത്തേക്ക് വലിച്ചടുപ്പിച്ചു. ഇത് കണ്ട് ആ മന്ത്രം എങ്ങനെ കൂടുതൽ നന്നായി ചെയ്യാം എന്ന് ടെറ്റിയെ കോക്കോയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നു. എന്നാൽ അവരെ സഹായിക്കുന്നതിന് പകരം ടെറ്റിയെ കുറ്റപ്പെടുത്താനാണ് ഇതൊക്കെ കണ്ടങ്ങോട്ട് വരുന്ന അഗോത്ത് നോക്കിയത്. മറ്റുള്ളവരെ പഠിപ്പിക്കാൻ നടക്കാൻ നിനക്ക് സമയമുണ്ടെങ്കിൽ നീ പോയിരുന്ന് പഠിക്കാൻ നോക്ക് എന്നായിരുന്നു അഗോത്തിൻ്റെ പരിഹാസം. പക്ഷെ അഗോത്തിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ആ 2 പെൺകുട്ടികൾക്കും കോക്കോയ്ക്കും ടെറ്റിയ്ക്കും നന്നായി അറിയാമായിരുന്നു. അവർ 2 പേരും കൂടി അഗോത്തിൻ്റെ അടുത്തേക്ക് ഓടി വീണ് എങ്കിൽ പിന്നെ നിനക്കറിയാലോ, നീ ഞങ്ങളെന്ന് പഠിപ്പിക്കുക എന്ന് പറഞ്ഞ് അവളെ പിടികൂടി. അഗോത്തിന്നേരം അവളുടെ ആ സുപ്രധാന പരീക്ഷണത്തിന് മുന്നോടിയായുള്ള പ്രാക്ടീസിലാണ്. പെണ്ണ് ഇപ്പോഴേ വലിയ ആളെ പോലെ വസ്ത്രമൊക്കെ ധരിച്ച് നിൽപ്പാ. കാരണം ലാസ്റ്റ് ടെസ്റ്റ് അല്ലേ, ഇത് കഴിഞ്ഞാൽ പുതിയ ഉത്തരവാദിത്തങ്ങൾ ലഭിക്കാൻ പോകുന്നതിന് ഇപ്പോഴേ ഗമ കൂട്ടുവാണ്. മനുഷ്യരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ഈ പരീക്ഷണങ്ങളൊക്കെ ഇങ്ങനെ കൂട്ടിവെച്ചിരിക്കുന്ന എന്തിനാണെന്നുള്ള സംശയം കുട്ടികൾക്ക് വരും. അത് സ്വാഭാവികം. കിഫ്രി അതേക്കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുമുണ്ട്. മന്ത്രവാദികൾ ജയിക്കേണ്ട 5 പരീക്ഷകളെക്കുറിച്ച്. പണ്ടുകാലത്തെ പ്രഥമ മന്ത്രവാദികൾക്ക് ഇതൊരു ഭാരമായി തോന്നിക്കാൻ താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് അവർ ഈ പരീക്ഷകളെ സമ്മാനങ്ങൾ കിട്ടുന്ന അല്ലെങ്കിൽ റിവാർഡ് കിട്ടുന്ന നല്ലൊരു സാഹസിക യാത്ര പോലെയാക്കി മാറ്റി. ഇതിൽ ആദ്യത്തെ പരീക്ഷയെക്കുറിച്ച് അവർക്കെല്ലാം നന്നായി അറിയാം. കാരണം അത് ദാദാ റേഞ്ചിൽ വെച്ചാണ് നടക്കുന്നത്. ഇതുകൂടാതെ 4 പരീക്ഷകൾ കൂടിയുണ്ട്. അതിൽ അവസാനത്തെ പരീക്ഷ ജയിക്കേണ്ടത് സ്വന്തമായി ശിഷ്യന്മാരെ അപ്രൻറ്റീസുകളെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മാത്രമാണ്. ലൈക്ക് ഇപ്പോൾ കിഫ്രിയുടേതുപോലെ ആവണമെങ്കിൽ. ഇവിടെ കോക്കോ മനസ്സിലാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവൾക്ക് അമ്മയെ രക്ഷിക്കാൻ ആ ടവർ ഓഫ് ടോംസ് സന്ദർശിക്കണമെങ്കിൽ 3ാമത്തെ പരീക്ഷ നിർബന്ധമായും ജയിക്കണം എന്നതാണ്. കൂടാതെ മറ്റൊരു കാര്യം കൂടി അറിയുന്നു. അഗോത്തിന് ആ ടവറിൽ ഒരു ലൈബ്രറിയൻ ആകാനാണ് ആഗ്രഹമെന്നും അവൾ മനസ്സിലാക്കുകയാണ്. കാരണം അഗോത്തിൻ്റെ കുടുംബത്തിലെ എല്ലാ തലമുറയിലും പെട്ട ആരെങ്കിലുമൊക്കെ അവിടെ ലൈബ്രറിയൻ ആയിട്ടുണ്ടായിരുന്നു. ടെറ്റിയ അഗോത്തിൻ്റെ ഈ ചരിത്രത്തെക്കുറിച്ച് കോക്കോയോട് പറയുമ്പോൾ ഈ പിങ്ക് മുടിക്കാരുടെ ആഗ്രഹം പഠിച്ച് പാസ്സായി വിദൂരത്ത് പോയി എല്ലാ ജനങ്ങൾക്കും സഹായം ചെയ്ത് അവരുടെ നന്ദിയും സന്തോഷവും അനുഭവിക്കാനാണ്. കോക്കോയ്ക്ക് എന്താണ് ആഗ്രഹം എന്ന് ചോദിച്ചാൽ അവൾ ലൈറ്റായി ജോയിൻ ചെയ്തവളല്ലേ. ഇപ്പോൾ ആഗ്രഹം എങ്ങനെ കൂടുതൽ സ്പെല്ലുകൾ വരയ്ക്കാമെന്ന് മാത്രമാണ്. എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തയാണ് റിച്ചെ. മറ്റുള്ളവർക്ക് വേണ്ടി ആവശ്യമില്ലാത്തതും ആഗ്രഹമില്ലാത്തതുമായ മന്ത്രങ്ങൾ ഉപയോഗിക്കാൻ തനിക്ക് താല്പര്യമില്ലെന്നും സ്വന്തം ഇഷ്ടപ്രകാരമുള്ള മന്ത്രങ്ങൾ മാത്രം ഉണ്ടാക്കാനാണ് താല്പര്യമെന്നും താനിപ്പോൾ ഇരിക്കുന്ന രീതിയിൽ തന്നെയാണ് തനിക്ക് സന്തോഷമെന്നും അവൾ വിളിച്ചു പറഞ്ഞു പോകുന്നു. അവൾ ചെവികൊള്ളുന്നില്ലെന്നറിയാമെങ്കിലും അഗോത്ത് പറയുന്നുണ്ട്, അങ്ങനെ നമ്മൾ ആവശ്യപ്പെടുന്ന മന്ത്രങ്ങൾ വരച്ച് ശീലിച്ചാൽ മാത്രമേ കൃത്യതയും വഴക്കവും വരികയുള്ളൂ. കിഫ്രി പറയുന്നതും അതാണ്. ഒരു സ്പെൽ പല ആവർത്തി സ്വയം ചെയ്ത് പഠിച്ചാൽ മാത്രമേ നാളെ ഒരിക്കൽ അതുമൂലം ചതിക്കപ്പെടില്ലെന്ന് നമുക്ക് പൂർണ്ണ വിശ്വാസം വരുത്താൻ കഴിയുള്ളൂ. അന്ന് രാത്രി കോക്കോയ്ക്കൊരു ഭയങ്കരമായ സ്വപ്നമുണ്ടായി. അത് അവളുടെ അമ്മയുടേതായിരുന്നു. കണ്ടതും ഓടിപ്പോയി കെട്ടിപ്പിടിച്ചെങ്കിലും വൈകാതെ അവർ മഞ്ഞുകട്ടകളാൽ ഉറഞ്ഞുപോയി. അമ്മയുൾപ്പെടെ ചുറ്റുമെങ്ങും ശബ്ദം മുഴങ്ങി. അമ്മയെ രക്ഷിക്കാൻ കോക്കോയ്ക്ക് കഴിയില്ലെന്നും, കാരണം അവൾ മന്ത്രവാദിയല്ല, ഒരു സാധാരണ ഔട്ട്സൈഡറാണ്. എല്ലാവരും തൻ്റെ കഴിവിൽ സംശയിക്കുന്നുണ്ടെന്നുമായിരുന്നു ആ പേടി സ്വപ്നം. ഇതോടെ ഞെട്ടിയുണ്ടെന്ന കോക്കോയുടെ ഉറക്കം നഷ്ടപ്പെട്ടു. അവൾ എണീറ്റിരുന്ന് നേരെ നോക്കാതെ പഠിക്കാൻ തുടങ്ങി. അഗോത്തും പുറത്തുനിന്നേരം കഠിനമായ പരിശീലനത്തിൽ മുഴുകി തിരികെ എത്തിയപ്പോഴേക്കും വൈകിയിരുന്നു. കിഫ്രി അപ്പോഴും അവിടെ ഉണർന്നിരിപ്പുണ്ടായിരുന്നു. പറ്റുന്ന രീതിയിൽ മാത്രം പരിശീലിച്ചാൽ മതിയെന്നുള്ള മാഷിൻ്റെ ഉപദേശം കേട്ട് മുറിയിലേക്ക് എത്തിയപ്പോൾ കോക്കോ അവിടെ സ്പെൽ വരച്ചുകൊണ്ട് ഉറങ്ങാതിരിക്കുകയായിരുന്നു. ഇതേസമയം കിഫ്രി താഴത്തെ നിലയിൽ ചുറ്റുമായി ഒരു മാന്ത്രിക മതിലുണ്ടാക്കി അറ്റീലിയറിൻ്റെ ചിമ്മിനിക്കുള്ളിൽ കയറി സ്വയം അടച്ചിരുന്നു. ബ്രിംഡിക്ക മന്ത്രവാദിയുടെ പക്കൽ നിന്നും വന്ന ആ ചെറിയ കുപ്പി വെച്ച് രഹസ്യമായി ചില പരീക്ഷണങ്ങൾ നടത്താനാണ് അവനിങ്ങനെ സുരക്ഷിത സ്ഥലം തിരഞ്ഞെടുത്തത്. ചികിത്സാ മന്ത്രവാദികളെ ദ റൈച്ചസ് വിച്ചസ് ഓഫ് ഹീലിംഗ് ക്രാഫ്റ്റ് പണ്ടുണ്ടാക്കിയതും പിന്നീട് ഓർമ്മ മായ്ച്ചു കളയേണ്ടി വന്ന സാഹചര്യത്തിൽ നഷ്ടപ്പെട്ടതുമായ ഒരു മന്ത്രമാണ് ആ കുപ്പിയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. നഷ്ടമായെന്ന് പറയാൻ കാരണം അത് ശരീരത്തിൽ പ്രയോഗിക്കുന്ന ഒന്നായതുകൊണ്ടായിരുന്നു. അതിവിടെ ലോകത്തിനെതിരല്ലേ. കഴിഞ്ഞ എപ്പിസോഡിൽ മകരെ മന്ത്രം ഉപയോഗിച്ച് രക്ഷിക്കാൻ ദാഗ്ദ ആവശ്യപ്പെട്ടപ്പോൾ ലുലീസി പറ്റില്ലെന്ന് നിന്നതും ഇതൊക്കെ കൊണ്ടായിരുന്നു. കിഫ്രിയുടെ മുന്നിലുള്ളത് ഒരു ഇരട്ട ബോട്ടിൽ സ്പെല്ലാണ്. വിദൂരത്തുള്ള മന്ത്രവാദികൾക്ക് പരസ്പരം മരുന്നുകൾ പങ്കുവയ്ക്കാൻ വേണ്ടിയായിരുന്നു ആ മന്ത്രം.
അത് നടക്കണമെങ്കിൽ ആ കുപ്പിക്കുള്ളിൽ ഒരു മാന്ത്രിക മെഡൽ ഉണ്ടായിരിക്കണം. ഈ 2 കുപ്പികളും എത്ര ദൂരെ ആണെങ്കിലും ഈ മെഡൽ മുഖേന അതിലെ മരുന്ന് തീരാതെ നിലനിൽക്കുകയും ചെയ്യും. ഒരു കാലത്ത് ഏറെ പ്രയോജനമായിരുന്ന ഈ വിദ്യ ഇപ്പോൾ ബ്രിംഡ് ഗ്യാബ്സ് മാത്രമാണ് ഉപയോഗിക്കുന്നത് എന്നതൊരു ഐറണിയാണ്. കിഫ്രിയുടെ ചിന്ത ആ ഒരു കൊത്തിവെച്ചിട്ടുള്ള രഹസ്യ മെഡൽ ഇതിൽ നിന്ന് പുറത്തിറക്കാൻ കഴിഞ്ഞാൽ അത് ദിശ കാട്ടുന്ന ഗൈഡൻസ് ഓർബിലേക്ക് ഇടാം. ഇതിന് സാധിച്ചാൽ അവന് ബ്രിംഡ് ഗ്യാബ്സിലേക്ക് നേരിട്ടുള്ള വഴിയായിരിക്കും അത് കാട്ടിത്തരിക. അങ്ങനെ കിഫ്രി അതിസൂക്ഷ്മമായി ആ മെഡൽ പുറത്തെടുക്കാൻ ശ്രമിച്ചു. എന്നാൽ അത് മഷിയിൽ നിന്ന് വേർപെട്ടതും അതിൽ ആവാഹിച്ചിരുന്ന മറ്റൊരു മന്ത്രം ഉണരുകയും സ്പാർക്കടിച്ച് കുപ്പിയിൽ നിന്ന് വെള്ളം രൂപപ്പെട്ട് ആ സ്ഥലം മുഴുവൻ വെള്ളം കൊണ്ട് നിറയുകയും ചെയ്തു. ഒപ്പം കിഫ്രിക്ക് ശക്തമായ സ്പാർക്കിലൂടെ വൈദ്യുതാഘാതവും ഏറ്റു. വെള്ളത്തിനുള്ളിലായതിനാൽ കിഫ്രിക്ക് പ്രതിരോധിക്കാനുള്ള മന്ത്രം പ്രയോഗിക്കാനായില്ല. എന്നാൽ അവിടെ പെട്ടെന്ന് ആ വെള്ളം തിരികെ കുപ്പിയിലേക്ക് കയറി. കാരണം അവിടെ ആ ബ്രിംഡ് ഗ്യാബ് മന്ത്രവാദി പ്രത്യക്ഷപ്പെട്ടിരുന്നു. ആവശ്യനായ കിഫ്രിയുടെ കൺമുന്നിൽ വെച്ച് ആ കുപ്പി പൊട്ടിച്ച ശേഷം തൊട്ടടുത്ത നിമിഷം ആ മെഡലുമായി അത് വായുവിൽ അപ്രത്യക്ഷമായി. തൻ്റെ ജീവിതത്തിൽ നിന്ന് തട്ടിയെടുത്ത കാര്യങ്ങൾക്ക് ബ്രിംഡ് ഗ്യാബ്സിനോടെ പകവീട്ടാനുള്ള കിഫ്രിയുടെ പക്കലുണ്ടായിരുന്ന ഒരേ ഒരു തെളിവും അതോടെ ഇല്ലാതായി. ആ മെഡലുമായി ബ്രിംഡ് ഗ്യാബ് പോയെങ്കിലും പിൻവാങ്ങാൻ തയ്യാറല്ലായിരുന്നു. ഒരു വഴി പോയാൽ 100 വഴി എന്നവർ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ബ്രിംഡ് ഗ്യാബ്സുമായി കിഫ്രിക്ക് ഒരു ഇരുണ്ട ചരിത്രമുണ്ടെന്ന് ഉറപ്പാണ്. അടുത്ത ദിവസം ഉറക്കമില്ലായ്മയും ക്ഷീണവും കാരണം കിഫ്രി ആകെ തളർന്നു പോയിരുന്നു. മാഷ് മാത്രമല്ല കോക്കോയും. കാരണം അവളും ഉറക്കമില്ലാതെ പ്രയത്നത്തിലായിരുന്നല്ലോ. ആ സ്പെല്ലിൻ്റെ ഷോക്കിൽ ഇപ്പോഴും ബലമില്ലാതെ നടന്ന കിഫ്രി ഊർജ്ജം വീണ്ടെടുക്കാൻ സഹായിക്കുന്ന ചില ഇലകൾ ശേഖരിക്കാനായി അറ്റിയലിന് പുറത്തേക്ക് പോയി. ഇതേ സമയത്ത് കോക്കോ അഗോത്തിൻ്റെ സിൽഫ് ഷൂസ് അവൾക്ക് തിരികെ നൽകി. ആ ലെവിറ്റേഷൻ സ്പെൽ വരയ്ക്കാൻ കഴിയാതെ ഷൂ കുറച്ചായി കോക്കോയുടെ കയ്യിലല്ലായിരുന്നു. ഇപ്പോൾ കൃത്യമായി ആ സിജിൽ വരയ്ക്കാൻ പഠിച്ചിരിക്കുന്നു. രാത്രി മുഴുവൻ അപ്പോൾ അതിൻ്റെ പുറകെ ആയിരുന്നു എന്ന് മനസ്സിലാക്കിയ അഗോത്തിന് എന്നാൽ ദേഷ്യമാണ് വന്നത്. അന്ന് ദാദാ റേഞ്ചിലേക്ക് തള്ളിവിട്ടതായിരുന്നു അഗോത്ത് അവളെ. എന്നിട്ടും കോക്കോ അതൊന്നും ആരോടും പരാതിയായി പറഞ്ഞിട്ടില്ല. താൻ ചെയ്ത തെറ്റുകൾക്കൊന്നും നീ എന്താണ് എന്നെ കുറ്റപ്പെടുത്താത്തത് എന്നും എനിക്ക് നിങ്ങളെ മനസ്സിലാവുന്നില്ല മിസ്റ്റർ എന്നൊക്കെ അഗോത്ത് കോക്കോയോട് ചോദിച്ചു. അതിന് മറുപടിയായി കോക്കോ പറഞ്ഞത് ആ പരീക്ഷയാണ് തനിക്കൊരു നല്ല മന്ത്രവാദിയാകാൻ സഹായകരമായതെന്നാണ്. ഭയന്ന് ഉൾവലിഞ്ഞു നിന്ന കോക്കോയുടെ ഉള്ളിൽ ആ തീക്കനലിടാൻ കാരണമായത് അഗോത്താണ്. അതിൽ അവൾക്ക് സന്തോഷമേ ഉള്ളൂ. എന്നാൽ ആ മറുപടി പറഞ്ഞു തീർക്കുന്നതിന് മുമ്പ് തന്നെ കോക്കോ നിലത്തേക്ക് കുഴഞ്ഞു വീണു. ഉറക്കമില്ലായ്മയും അമിതമായ ക്ഷീണവും മൂലം അവൾക്ക് കടുത്ത പനി പിടിപെട്ടതിൻ്റെ ആയിരുന്നു അത്. ഇന്നേരം കാട്ടിൽ ബ്രഷ് പിടിക്കൊപ്പം പച്ചിൽ സസ്യം പറിച്ചു നിന്ന് മന്ത്രത്തിൻ്റെ എഫക്റ്റ് മാറിക്കൊണ്ടിരുന്ന കിഫ്രിക്കടുത്തേക്ക് അഗോത്ത് ഒരു സ്പെല്ല് ഉപയോഗിച്ച് പാഞ്ഞു പറന്നെത്തി. ഇക്കാര്യം പറഞ്ഞ് കിഫ്രി ഉടൻ തന്നെ കോക്കോയെ എടുത്ത് വീണ്ടും കാലിലേക്ക് പറക്കാൻ തീരുമാനിച്ചു. അങ്ങനെ കുട്ടികളെ ഓൾഡുജിയുടെ കയ്യിലേക്ക് ഏൽപ്പിച്ച് പോകുന്ന വഴിയിൽ അവളുടെ പനി ഓരോ നിമിഷം കൂടിക്കൂടി വരുന്നത് അവൻ അറിഞ്ഞു. കാലിനിലാകട്ടെ ഇന്നേരം ടാർട്ട കുറച്ച് പിള്ളേരുമായി നിന്ന് കളിച്ചിട്ട് വീട്ടിലേക്ക് മടങ്ങുന്ന സമയമായിരുന്നു. ഭാഗ്യത്തിന് വഴിയിൽ വെച്ച് അവർ വീണ്ടും ടാർട്ടയെ കണ്ടുമുട്ടി. ആശുപത്രി എവിടെയെന്നറിയാത്ത കിഫ്രിയും കോക്കോയും ചില കുറുക്കുവഴികളിലൂടെ അവൻ വേഗത്തിൽ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ സഹായിച്ചു. അങ്ങനെ അതിനുശേഷം കിഫ്രി അവനോട് നന്ദി പറയുകയും അവൻ കാര്യങ്ങളെല്ലാം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന മിടുക്കനാണെന്ന് പ്രശംസിക്കുകയും ചെയ്തു. കുറച്ചൊന്നും മടിച്ചാണെങ്കിലും തനിക്ക് കിഫ്രിയോടൊരു ചോദ്യം ചോദിക്കാനുണ്ടെന്ന് ടാർട്ട പറയുന്നു. ആ ചോദ്യം എന്താണെന്ന് നമുക്കറിയാം. ആ വെളിച്ചം. അതിനു പിന്നിലെ രഹസ്യം അറിയാവുന്ന നോൾഡോവയെ കിഫ്രി ഒന്നും നോക്കാതെ ഓർമ്മ നശിപ്പിക്കുന്ന മന്ത്രം പ്രയോഗിച്ചു. ഇപ്പോൾ ടാർട്ട ഈ മന്ത്രത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഇനി ആ കുട്ടിക്ക് എന്ത് സംഭവിക്കുമെന്നൊരു ഭയമുണ്ട്. ടാർട്ടയ്ക്ക് മാജിക്കിനെ കുറിച്ച് എന്തോ ചോദിക്കാനുണ്ടെന്ന് അറിഞ്ഞപ്പോൾ പുള്ളിക്കാരന് സന്തോഷം അടക്കാൻ വയ്യ. എന്ത് വേണമെങ്കിലും ചോദിച്ചോടാ മോനെ, ഞാൻ എല്ലാം പഠിപ്പിച്ചു തരാം എന്ന മട്ടിലാണ് കിഫ്രി നിൽക്കുന്നത്. പുതിയ തലമുറയിലെ കുട്ടികൾ മാജിക്കിൽ താല്പര്യം കാണിക്കുന്നത് പുള്ളിക്ക് എത്രയും ഇഷ്ടമുള്ള കാര്യമാണ്. പക്ഷേ ടാർട്ട കാര്യം പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവിടെ ഒരു അപ്രതീക്ഷിത തടസ്സം വന്നു. ഒരു ലേഡി ഡോക്ടർ അങ്ങോട്ടേക്ക് ദേഷ്യപ്പെട്ട് കയറി വരികയാണ്. കാര്യം തിരക്കിയപ്പോഴേ മനസ്സിലായത് നമ്മുടെ കോക്കോയ്ക്ക് നല്ല കടും പനിയാണ്. അതും കഠിനമായ ക്ഷീണവും അമിതാധ്വാനവും കാരണം. ഡോക്ടർ കിഫ്രി ഇട്ടങ്ങ് വലിച്ചു കയറുകയാണ് ചെയ്തത്. കുട്ടികളുടെ കാര്യത്തിൽ മുതിർന്നവർക്ക് കുറച്ചെങ്കിലും ഉത്തരവാദിത്തം വേണ്ടേ? എത്ര വലിയ പരീക്ഷണങ്ങളും പഠിപ്പീരും ആണെങ്കിലും മുതിർന്ന ആളുകൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കേണ്ടതായിരുന്നു എന്നൊക്കെ ചോദിച്ചിട്ട് നല്ല ശകാരം. പാവം കിഫ്രി ഒരു ചെറുത്തുവെപ്പുമില്ലാതെ എല്ലാം സമ്മതിച്ചു. പനി കുറയ്ക്കാൻ മുറി തണുപ്പിക്കുക എന്ന ഒരൊറ്റ വഴി മാത്രമേ അപ്പോൾ അദ്ദേഹത്തിന് അറിയാമായിരുന്നുള്ളൂ. അങ്ങനെ അതിൻ്റെ മാജിക് ഉപയോഗിച്ച് മുറി തണുപ്പിച്ചു. എന്നിട്ട് ടാർട്ടയോട് പറഞ്ഞു, ഇപ്പോൾ സംസാരിക്കാൻ പറ്റിയ സമയമല്ല, ബാക്കി ചോദ്യങ്ങളൊക്കെ നമുക്ക് പിന്നെയാകാം. അങ്ങനെ ടാർട്ട അവിടെ നിന്ന് ഇറങ്ങി. അവിടെ നിന്നൊരു കടത്ത് കയറി വേണം മുത്തശ്ശൻ്റെ അടുത്തേക്ക് ചെല്ലാൻ, അതായത് വീട്ടിലേക്ക് എത്താൻ. മുന്നേ കൂട്ടുകാരുമൊത്തുള്ള കളിക്ക് ശേഷം പോകാൻ നടന്നപ്പോഴല്ലായിരുന്നോ കിഫ്രി കോക്കോമയെ മുന്നിൽ പെട്ടതും അവരെ സഹായിച്ച് ആശുപത്രിയിലേക്കുള്ള വഴി കാണിച്ചു കൊടുത്തതും. അങ്ങനെ ഇപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ ഫെറി പിടിക്കാനായിട്ട് എത്തുന്നതും പണി വാളി. അവൻ തന്നെ മാന്ത്രിക തൊപ്പി അവിടെ തന്നെ മറന്നു വെച്ചു. ഒരു വിച്ചാണെന്ന് തെളിയിക്കാൻ ആ തൊപ്പി ഇല്ലാതെ പറ്റില്ലല്ലോ. തൊപ്പി ഇല്ലാത്തതുകൊണ്ട് കടത്തുകാരൻ അവനെ വിച്ചായി അംഗീകരിച്ചതുമില്ല, യാത്ര ചെയ്യാൻ കഴിഞ്ഞതുമില്ല. ഇതേസമയം ആശുപത്രിയിൽ മറ്റൊരു വിഷയം നടക്കുകയാണ്. അടുത്തുള്ള എവിടെയോ വലിയൊരു തീപിടുത്തം ഉണ്ടായിരിക്കുന്നു. സഹായം ചോദിച്ച ഒരാൾ അങ്ങോട്ടേക്ക് ഓടി വന്നു. മന്ത്രവാദിയെ കണ്ടതും തീ അണയ്ക്കാൻ കിഫ്രിയുടെ സഹായം വേണം. കോക്കയെ തനിച്ചാക്കി പോകാൻ മടി ഉണ്ടായിരുന്നെങ്കിലും സാഹചര്യത്തിന് ഗൗരവമോർത്ത് കിഫ്രി വളരെ വിമിഷ്ടത്തോടെയാണെങ്കിലും
ആ തീപിടുത്തം ഉണ്ടായ സ്ഥലത്തേക്ക് തിരിച്ചു. അങ്ങനെ ആശുപത്രിയിൽ കോക്കോ ഇപ്പോൾ പൂർണ്ണമായും തനിച്ചാവുകയാണ്. പക്ഷേ കോക്കോ അധികം നേരം തനിച്ചായില്ല കേട്ടോ. ടാൾട്ട വീണ്ടും ആശുപത്രിയിലേക്ക് തന്നെ മടങ്ങിയെത്തി. അവിടെ വെച്ച് അവൻ പനിച്ച് വിറങ്ങളിച്ച് കിടക്കുന്ന കോക്കോയെ വീണ്ടും കണ്ടു. അവളെ സഹായിക്കണമെന്ന് വിചാരിച്ച് പനി കുറയ്ക്കാനുള്ള ട്രാങ്കുലീഫ് എന്ന മരുന്നെടുക്കാൻ അവൻ നോക്കി. പക്ഷെ അവിടെയാണ് വലിയൊരു ട്വിസ്റ്റ്. ആ മരുന്ന് കുപ്പികളിൽ ഒന്നിനും ലേബൽ ഒടിച്ചിട്ടുണ്ടായിരുന്നില്ല. ടാൾട്ടയുടെ സിൽവർ വാഷ് കണ്ണുകളുടെ പ്രത്യേകത കാരണം അവൻ ആകെ നിരാശ തോന്നി. കാരണം നിറങ്ങൾ കൃത്യമായി തിരിച്ചറിയാൻ കഴിവില്ലല്ലോ. തൻ്റെ ഈ കാഴ്ച വൈകല്യം കാരണം കോക്കോയെ പോലും സഹായിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നോർത്തവൻ തകർന്നുപോയി. പണ്ടാരോ അവനോട് പറഞ്ഞ ക്രൂരമായ വാക്കുകൾ അവൻ്റെ ഓർമ്മയിലേക്ക് വന്നു. നിനക്കൊരിക്കലും ഒരു വിച്ചാകാൻ കഴിയില്ല. ഒരു മാജിക് സ്റ്റേഷനറായാൽ പോലും നീ പരാജയപ്പെടും. പക്ഷേ നമ്മുടെ ടാൾട്ട അങ്ങനെയൊന്നും തോറ്റുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. അവൻ മനസ്സുറപ്പോടെ മറ്റൊരു വഴി ആലോചിച്ചു. അവിടെ വേപ്പർ ബബിൾ ഇരിക്കുന്ന കണ്ട് അതുപയോഗിച്ച് കുപ്പികളിലെ ദ്രാവകം മുഴുവൻ മാറ്റിയാൽ അടിയിൽ അവശേഷിക്കുന്ന ആ മരത്തിൻ്റെ മൂലകം എന്താണെന്ന് കണ്ടെത്താം. ട്രാങ്കുലീഫ് എന്നത് മരത്തിന് ഉണക്കി പിടിച്ച പൊടി കൊണ്ടാണ് നിർമ്മിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ പൊടി ഏതിലാണെന്ന് കണ്ടെത്തി അത് മനസ്സിലാക്കാം എന്നവൻ ചിന്തിച്ചു. പക്ഷെ അവിടെയും മറ്റൊരു വലിയ മതിൽ വന്നു നിന്നു. ദ്രാവകം മാറ്റിയപ്പോൾ അവന് 3 കുപ്പികളിലായി മരുന്ന് പൊടികൾ കിട്ടി. പക്ഷെ ഇതിലേതാണ് യഥാർത്ഥ ട്രാങ്കുലീഫ് എന്ന് തിരിച്ചറിയാൻ ഒരു വഴിയുമില്ല. കാരണം 3ഉം ഒരുപോലെ ഇരിക്കുന്നു. ആ സമയത്താണ് കോക്കോ അവനൊരു വഴി കാണിച്ചു കൊടുക്കുന്നത്. കട്ടിയുള്ള വസ്തുക്കളെ പൊടിയാക്കി മാറ്റുന്നൊരു മാജിക് ചിഹ്നം കോക്കോ അവന് കാണിച്ചു കൊടുത്തു. മുന്നേ റിച്ച് ചെയ്ത ഓർമ്മയില്ലേ അത്. അപ്പോൾ ഇത് വെച്ചിട്ട് അവരൊരു ബുദ്ധി പ്രയോഗിച്ചു. ഈ മാജിക് ചിഹ്നങ്ങൾ തലതിരിച്ച്, അതായത് ഇൻവേർട്ടായി വരച്ചാൽ എന്ത് സംഭവിക്കും? പൊടി വീണ്ടും അതിൻ്റെ പഴയ കട്ടിയുള്ള രൂപത്തിലേക്ക് മാറും. അങ്ങനെയായാൽ ട്രാങ്കുലീഫില ഏതാണെന്ന് പെട്ടെന്ന് തിരിച്ചറിയാം. അങ്ങനെ ആദ്യത്തെ ശ്രമത്തിൽ അവശയെ കിടുങ്ങി വരച്ച് നിന്ന കോക്കോ വരച്ച് ചെറിയൊരു പിഴവ് കാരണം സ്പെൽ വർക്കായില്ല. എന്നാൽ ടാൾട്ട വളരെ ശാന്തമായി ചിന്തിച്ച് ആ തെറ്റ് എവിടെയാണെന്ന് കണ്ടെത്തി കുറച്ചുകൂടെ കൃത്യമായി വരച്ച് മാജിക് വിജയകരമായി പൂർത്തിയാക്കി. അങ്ങനെ അവർ കൃത്യമായ മരുന്ന് കണ്ടെത്തി. ഈ ഒരു വലിയ വിജയത്തിന് ശേഷം കോക്കോ അവനോട് നന്ദി പറഞ്ഞു. കൂടാതെ ഒരു വലിയ കാര്യം കൂടി പറഞ്ഞു. ഈ സ്പെല്ലിന് നിൻ്റേതാണ്. കാരണം നിൻ്റെ കഠിനാധ്വാനവും ചിന്തയും കൊണ്ടാണ് നമ്മളിത് കണ്ടെത്തിയത്. എന്തൊരു മനോഹരമായ നിമിഷം അല്ലേ? കൂടുതൽ മരുന്നുകൾക്കായി ടാൾട്ട സ്റ്റോർ റൂമിലേക്ക് പോയപ്പോൾ ആ ലേഡി ഡോക്ടർ അവനെ അവിടെ വെച്ച് പിടികൂടി. അവൻ കരുതിയിരുന്നത് ആശുപത്രിയിലെ ഡോക്ടർമാരെല്ലാം തീപിടുത്തം നടന്ന സ്ഥലത്തിലേക്ക് പോയെന്നായിരുന്നു. അങ്ങനെ ഇപ്പോൾ പിടിക്കപ്പെടുന്നതും മുതിർന്നവരുടെ അനുവാദമില്ലാതെ മരുന്നുകൾ തൊടുന്നുവോ എന്ന് ചോദിച്ച് ആദ്യം നല്ല ചീത്ത വിളിച്ചെങ്കിലും അവൻ ചെയ്ത ബുദ്ധിപരമായ കാര്യം മനസ്സിലാക്കിയപ്പോൾ ഡോക്ടർ അവനെ അഭിനന്ദിക്കാനും മടിച്ചില്ല. മറുവശത്ത് കിഫ്രയും മറ്റു വിച്ചുകളും ചേർന്ന് ആ വലിയ തീപിടുത്തം വിജയകരമായി അണച്ചു. തിരിച്ച് ആശുപത്രിയിലെത്തിയ കിഫ്രെ കോക്കോയും ടാട്ടയും സുരക്ഷിതരാണെന്ന് കണ്ട് ആശ്വസിച്ചു. അങ്ങനെ അടുത്ത ദിവസം രാവിലെ തന്നെ കോക്കോ പൂർണ്ണ ആരോഗ്യവതിയായി. എല്ലാവരും അവിടെ നിന്ന് യാത്ര തിരിച്ചു. രാവിലെ തന്നെ കൊച്ചുമോനെ കാണഞ്ഞ് നോൾണോ അവിടേക്ക് എത്തിയിരുന്നു. കിഫ്രയുടെ കൂടെ ആയിരുന്നുവെന്നും ഈ ആശുപത്രി കേസിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വലിയ സന്തോഷം തോന്നി. ഇതെല്ലാം ഒളിച്ചുകൊണ്ട് ആ വെള്ളക്കാരൻ കേട്ട് നിൽപ്പുണ്ടായിരുന്നു. തലേദിവസം ടാൾട്ടയെ തൊപ്പിയില്ലാത്തതിൻ്റെ പേരിൽ വെള്ളത്തിൽ കയറ്റതിൻ്റെ ചെറിയ നാണക്കേടും ഉണ്ട്. നോൾണോ കിഫ്രയോട് സന്തോഷം പ്രകടിപ്പിച്ച് നിൽക്കെ ടാൾട്ട പെട്ടെന്ന് എനിക്കൊരു കാര്യം പറയുന്നുണ്ട് എന്ന് നിന്നു. ഇത് കേട്ടതും വെള്ളക്കാരെ ഒളിച്ചു. ഇനി തന്നെക്കുറിച്ചുള്ള പരാതിയായിരിക്കുമെന്ന് കരുതിയിട്ട്. എന്നാൽ സംഭവം അതല്ലായിരുന്നു. ടാൾട്ട ആ നിഗൂഢമായ വെളിച്ചത്തെക്കുറിച്ച് കിഫ്രയോടും തൻ്റെ മുത്തശ്ശനോടും ചോദിക്കാൻ ശ്രമിച്ചു. എന്നാൽ മുത്തശ്ശന് അവനെന്താണ് ചോദിക്കുന്നത് ഒട്ടും മനസ്സിലായില്ല. കാരണം ഓൾറെഡി കിഫ്രി ഓർമ്മ വായിച്ചു കളഞ്ഞല്ലേ. എന്നാൽ അവനാവട്ടെ തനിക്കൊന്നും അറിയില്ലെന്ന ഭാവത്തിൽ കള്ളം പറഞ്ഞ് ഒഴിഞ്ഞു മാറി. ഇവിടെ കിഫ്രയെക്കുറിച്ച് സംശയിക്കേണ്ടിയിരിക്കുന്നു. തൻ്റെ തോന്നലാണെന്ന് ടാൾട്ട സംശയിച്ചെങ്കിലും എന്തായാലും താൻ സ്വന്തമായി അത് അന്വേഷിക്കാൻ പോവുകയാണെന്ന് ആലോചിച്ചങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ ടാൾട്ട ബോട്ടിൽ കയറിയപ്പോൾ അവൻ കോക്കോയുടെ ഉറക്കെ വിളിച്ച് പറഞ്ഞു, ഞാൻ നിനക്കായി എൻ്റെ സ്വന്തം മാജിക് ഉപയോഗിച്ച് ഒരു മാന്ത്രിക പേന കൊത്തിയുണ്ടാക്കി തരും. ഇത് കേട്ടതും കോക്കോ വലിയൊരു ചിരിയോടെ പറഞ്ഞു, ഞാനതിനായി കാത്തിരിക്കുകയാണ്. അങ്ങനെ ഈ പനി കൊണ്ട് ഒരു വലിയ ഗുണമുണ്ടാവുന്നത് തലേ രാത്രിയിലെ സംഭവത്തോടെ കോക്കോ ഒരു വലിയ കാര്യം തിരിച്ചറിഞ്ഞു. തൻ്റെ അമ്മയെ ശാപത്തിൽ നിന്ന് രക്ഷിക്കാൻ അവൾ ഒരു പടി കൂടി അടുത്ത് കഴിഞ്ഞിരിക്കുന്നു. കാരണം ആ മാന്ത്രിക ചിഹ്നം തലതിരിച്ച് വരച്ചാൽ അതിൻ്റെ നേരെ വിപരീതമായ ഫലം, ഓപ്പോസിറ്റ് എഫക്റ്റ് കിട്ടുമെന്ന് അവൾക്ക് ഇപ്പോൾ ഉറപ്പായി. തൻ്റെ അമ്മയുടെ മേൽ പ്രയോഗിക്കപ്പെട്ട ആ സ്പെല്ലിൻ്റെ ഒരു ഇൻവേർട്ടർ സ്പെൽ പ്രയോഗിച്ചാൽ തിരിച്ചു കൊണ്ടുവരാൻ കഴിയും എന്ന വലിയ സന്തോഷത്തോടെ തിരികെ അറ്റീറിലേക്ക് എത്തുമ്പോൾ അവിടെ ടെറ്റിയും റിച്ചിയും സ്നേഹം വിളമ്പാനായി കാത്തിരിക്കുകയായിരുന്നു. പനിയെല്ലാം മാറി വരുന്ന കണ്ട് വളരെ സന്തോഷത്തോടെ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്തപ്പോൾ വാച്ചറും അഗോത്തും അത് നോക്കി അങ്ങനെ നിന്നു. അങ്ങനെ കഥയുടെ ശുഭമായി അവസാനിക്കുമെന്ന് കരുതിയെങ്കിൽ തെറ്റി. കഥയുടെ അവസരം നമ്മളെ ഞെട്ടിച്ചുകൊണ്ട് മറ്റൊരു ബ്രിംഡ് ക്യാപ്പ് രംഗപ്രവേശം ചെയ്യുകയാണ്. എന്നാൽ അതിന് ഒരു ശരീരമില്ല, വെറും ഒരു തൊപ്പിയും ഒരു കോട്ടും മാത്രമാണ് വായുവിൽ ഒഴുകി നടക്കുന്നത്. വിലക്കപ്പെട്ട മാന്ത്രികതയിൽ അവർ എത്രത്തോളം ആഴത്തിൽ പോയിട്ടുണ്ടെന്ന് കാണിക്കുന്ന ഒന്നായിരുന്നു ആ കാഴ്ച. അടുത്ത വലിയൊരു കൊടുങ്കാറ്റിന് തുടക്കമായിരുന്നു അത്. തങ്ങളുടെ ആദ്യ പരീക്ഷണം ഇപ്പോൾ പരാജയപ്പെട്ട സ്ഥിതിക്ക് അവിടെ അടുത്ത നീക്കം അതേറെ അപകടമുണ്ടാക്കുന്നത്. ശിഷ്യരെ ഓരോ പരീക്ഷണത്തിന് വിടുമ്പോൾ ഗുരു അവരെ സംരക്ഷിക്കാൻ ഉണ്ടാവില്ല. ശിഷ്യർ ഒറ്റയ്ക്കായിരിക്കും. ആ സമയം നമ്മൾ കൃത്യമായി ഉപയോഗിക്കണം എന്ന പദ്ധതി അവർ മെനയുമ്പോൾ അവിടെ അറ്റീലിലും കുട്ടികളുടെ അടുത്ത പരീക്ഷയുടെ സമയം എത്തിയിരിക്കുകയാണ്. ചിന്തിക്കാൻ പോലും കഴിയാതെ ആ പരീക്ഷകളിൽ കൊടിയ അപകടം ഒളിച്ചിരിക്കുന്നത് കിഫ്രി പോലും അറിയുന്നില്ല. വിച്ച് ഹാറ്റ് അറ്റീലിയുടെ പുതിയ ഭാഗം തുടങ്ങുന്നത് നമ്മുടെ അഗോത്തിൻ്റെ ഒരു വലിയ തിരിച്ചറിവിലൂടെയാണ്. കോക്കോയെക്കുറിച്ചുള്ള അവളുടെ ചിന്തകളൊക്കെ പതുക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് മക്കളെ.
കോക്കോ വെറും ഒരു ഔട്ട്സൈഡർ അല്ലെന്നും അവൾ നന്നായി പഠിച്ച് ബാക്കി മന്ത്രവാദികളെ പോലെ തന്നെ മിടുക്കിയാകുമെന്നും അഗോത്തിനിപ്പോൾ മനസ്സിലാവുന്നുണ്ട്. അവസാനം നമ്മുടെ കോക്കോ അവിടെ തകർത്ത് പഠിക്കുവാണ്. ഓരോ സ്പെല്ലും വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്ത് നമ്മുടെ പെങ്കൊച്ചിനിപ്പോൾ മാജിക്കിൽ നല്ല കോൺഫിഡൻസ് വന്നിട്ടുണ്ട്. ഇതുകൊണ്ട് മാസ്റ്റർ കിഫ്രി പറയുകയാണ് കോക്കോയുടെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് തിരിച്ചറിഞ്ഞ് തുടങ്ങിയിട്ടുണ്ടെന്ന്. ആദ്യമേ കണ്ടപ്പോൾ അവൾ തുണിയിലായി നേർരേഖ വരച്ച ഓർമ്മയില്ലേ, അതുപോലെ തന്നെ മന്ത്രങ്ങളിലും സ്ട്രെയിറ്റ് ലൈൻസ് അവൾ കൃത്യമായി തന്നെ വരയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൾക്ക് നേർരേഖകൾ വരയ്ക്കുന്ന സ്പെല്ലുകളിൽ നല്ല കരവിരുതുണ്ട്. ഇനിയും പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോൾ അവൾക്ക് കൂടുതൽ സ്പെഷ്യാലിറ്റികൾ കണ്ടെത്താൻ കഴിയുമെന്നും കിഫ്രി അവളെ പ്രോത്സാഹിപ്പിക്കുന്നു. ഇത് കേട്ട് ഫുൾ എനർജറ്റിക് ആവുന്ന കോക്കോ പലതരത്തിലുള്ള പുതിയ സ്പെല്ലുകൾ തിരയാൻ തുടങ്ങുന്നു. കിഫ്രി അതിന് വേണ്ടിയിട്ട് കുറേ വിവിധ മന്ത്രങ്ങളുള്ള പുസ്തകങ്ങളും കൊടുത്തങ്ങനെ അവൾ ഓരോ വെറൈറ്റി മന്ത്രങ്ങളും നോക്കി അതിശയിച്ചിരിക്കുകയാണ് റിച്ചെ വരുന്നത്. ആ നീലമുടിക്കാരിയോടും ഇതുപോലെ പുതിയ സ്പെല്ലുകൾ നോക്കാൻ അവൾ പറയുന്നു. പക്ഷേ അതോടെ റിച്ചയ്ക്ക് കലിപ്പാവുകയാണ്. പുതിയത് പഠിക്കാൻ താല്പര്യമില്ലാത്ത അവൾ കിഫ്രിയുമായി ഒരു ചെറിയ വഴക്കൊക്കെ ഉണ്ടാക്കി ദേഷ്യപ്പെട്ട് റൂമിൽ നിന്ന് ഇറങ്ങി പോകുന്നു. കോക്കോ വെറുതെ ഇരിക്കുമോ? അവൾ റിച്ചയുടെ പിന്നാലെ വെച്ച് പിടിച്ചു. അങ്ങനെ ചെന്ന് നോക്കുമ്പോഴാണ് ആ ഞെട്ടിക്കുന്ന സത്യം കോക്കോ കാണുന്നത്. റിച്ചയുടെ റൂമിൽ ഒരു രഹസ്യ ഭൂഗർഭ താവളം അഥവാ ഒരു അണ്ടർഗ്രൗണ്ട് ഹൈഡ് ഔട്ട് ഉണ്ട്. അതീവ മനോഹരമായി ഡെക്കറേറ്റ് ചെയ്തൊരു സ്ഥലം. റിച്ച് സ്വന്തമായി ഉണ്ടാക്കിയ മാലിയബിൾ ക്രിസ്റ്റൽസ്, അതായത് രൂപം മാറ്റാൻ കഴിയുന്ന മാന്ത്രിക ക്രിസ്റ്റലുകൾ കൊണ്ടാണ് ആ സ്ഥലം മുഴുവൻ അലങ്കരിച്ചിരിക്കുന്നത്. റിച്ചയോടെ പിണങ്ങിയിരിക്കുകയാണെങ്കിലും കോക്കോയ്ക്ക് തൻ്റെ മാജിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് അവൾക്ക് മനസ്സിലാവുന്നു. അതോടെ അവളുടെ ദേഷ്യമൊക്കെ പതുക്കെ തണുത്തു. സമ്മാനമായി അവൾ ഉണ്ടാക്കിയ ഒരു ക്രിസ്റ്റൽ കോക്കോയ്ക്ക് കൊടുക്കുകയും ചെയ്തു. ആ ഒരു ഗ്യാപ്പിൽ കോക്കോ ധൈര്യം സംഭരിച്ച് റിച്ചയോട് ആ ചോദ്യം ചോദിക്കുകയാണ്, നിനക്കെന്താ ഈ പുതിയ സ്പെല്ലുകൾ പഠിക്കുന്നതിൽ ഇത്രയ്ക്ക് വെറുപ്പ്? അപ്പോഴാണ് റിച്ചയുടെ ഉള്ളിലെ ആ യഥാർത്ഥ പേടി പുറത്തു വരുന്നത്. തൻ്റെ മാജിക് മറ്റുള്ളവരോ അധ്യാപകരോ നിയന്ത്രിക്കുന്നത് അവൾക്കൊട്ടും ഇഷ്ടമല്ല. പുതിയ കാര്യങ്ങൾ പഠിപ്പിച്ച് അവരെന്നെ ഞാനല്ലാതാക്കി മാറ്റുമോ, തൻ്റെ തനിമ നഷ്ടപ്പെടുത്തുമോ എന്നൊരു ഭയം അവളുടെ ഉള്ളിലുണ്ട്. ഈ ഒരു നേരത്ത് നമ്മളൊരു ഫ്ലാഷ് ബാക്ക് കാണുന്നുണ്ട്. റിച്ചെ അവളുടെ കൂടെപ്പിറപ്പ് പോയി സംസാരിക്കുന്നതാണത്. അവളുടെ സ്പെല്ലുകളെല്ലാം ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരാളായിരുന്നു കൂടെപ്പിറപ്പ്. പക്ഷേ പിന്നീട് റിച്ചയെ ഒരു മന്ത്രവാദിയുടെ അപ്രൻറ്റീസാക്കി അവളെ തനിച്ചാക്കി എങ്ങോട്ടോ പോയി. തന്നെ ഉപേക്ഷിച്ച് പോയതാണെന്നാണ് റിച്ചെ കരുതുന്നത്. ആ ഒരു നീറ്റൽ അവൾക്ക് ഇപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിലുണ്ട്. ഈ സമയത്ത് മുകളിൽ കിഫ്രിക്ക് രണ്ടാമത്തെ പരീക്ഷണത്തിൻ്റെ തീയതി അറിയിച്ചുകൊണ്ടുള്ളൊരു കത്ത് കിട്ടുന്നു. കറക്റ്റ് സമയത്ത് അഗോത്ത് അങ്ങോട്ടേക്ക് വരികയും അവൾക്ക് ആ സന്തോഷ വാർത്ത അപ്പോൾ തന്നെ അറിയാൻ കഴിയുകയും ചെയ്യുന്നു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. കിഫ്രിയും അഗോത്തും ബാക്കിയുള്ളവരും ചേർന്ന് ആ രണ്ടാമത്തെ ടെസ്റ്റ് നടക്കുന്ന സെർപ്പൻ ബാക്ക് കേവിലേക്ക് എത്തിച്ചേരുകയാണ്. അവിടെ വെച്ച് അവർ ഇയുനി എന്നു പേരുള്ള മറ്റൊരു സ്റ്റുഡൻറ്റിനെ കാണുന്നു. പക്ഷെ അവൻ്റെ മാസ്റ്റർ നമ്മുടെ കിഫ്രിയെ പോലെ നല്ലവനല്ലായിരുന്നു. ഇതിനു മുമ്പ് 2 വട്ടം പരീക്ഷ തോറ്റതിൻ്റെ പേരിൽ ആ ക്രൂരനായ അധ്യാപകൻ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ആ പാവം പയ്യനെ പരസ്യമായി നാണം കെടുത്തുകയും ശകാരിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അടുത്തതായി പരീക്ഷാ സൂക്ഷിപ്പുകാരിയ പ്രോക്ടർ അലൈറ അങ്ങോട്ടേക്ക് വരുന്നു. പക്ഷേ ട്വിസ്റ്റുണ്ട്, അവളൊരു ഭീമാകാരനായ ബ്രഷ് ബഡ്ഡിയുടെ വേഷം കിട്ടിയാണ് വരുന്നത്. ഈ അലൈറയെ നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട്, കിഫ്രി ദ ഗ്രേറ്റ് ഹോളിൽ എത്തിയ സമയത്ത്. അങ്ങനെ ഇപ്പോൾ വന്നപാടെ അലൈറ പരീക്ഷയുടെ നിയമങ്ങൾ വ്യക്തമാക്കുന്നു. ഈ സെർപ്പൻ ബാക്ക് കേവിൻ്റെ പ്രവേശന കവാടം, അവിടെ മുതൽ അതിൻ്റെ അവസാനം വരെ തങ്ങൾക്ക് തരുന്ന ലക്ഷ്യത്തെ സുരക്ഷിതമായി എത്തിക്കുക എന്നതാണ് ടാസ്ക്. ആ ലക്ഷ്യം എന്തെന്ന് വെച്ചാൽ പരീക്ഷാർത്ഥികളെല്ലാവരും മിർഫോൺസ്, കാണാനൊരു പെൻഗുലിനെ പോലുള്ളൊരു ജീവി, അതേപോലെ ഡ്രസ്സൊക്കെ ഇട്ട് വേഷം മാറണം. എന്നിട്ട് ഈ മിർഫോണുകളുടെ കുഞ്ഞുങ്ങളെ അവിടെ ആദ്യത്തെ കൂട്ടം തെറ്റിയുള്ള യാത്രയിൽ, അതായത് മൈഗ്രേഷനിൽ ഉടനീളം സഹായിക്കണം. ഈ ഗുഹ എന്ന് പറഞ്ഞാൽ വെറുമൊരു ഗുഹയല്ല, ചതിക്കുഴികളും വഴിതിരിയലുകളും നിറഞ്ഞ ഭയങ്കരമായൊരു മാജിക്കൽ റൂയിൻസ് ആണ്. നിയമങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അലൈറ ഓരോ മിർഫോൺ കുഞ്ഞുങ്ങളെയും യൗവനിക്കും അഗോത്തിനും നോക്കാൻ കൊടുക്കുന്നു. പക്ഷേ എല്ലാവരും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവൾ മൂന്നാമതൊരു കുഞ്ഞിനെ റിച്ചയ്ക്കും കൊടുക്കുകയാണ്. താൻ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തിട്ട് പോലുമില്ലല്ലോ എന്ന് റിച്ച അന്തം വിട്ട് നിൽക്കുമ്പോൾ കിഫ്രി ആ രഹസ്യം വെളിപ്പെടുത്തുന്നു. അവളുടെ ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്തത് മറ്റാരുമല്ല, കിഫ്രി തന്നെയാണ്. ഈ പരീക്ഷയിലൂടെ അവൾക്ക് പുതിയൊരു കാര്യം പഠിക്കാൻ കഴിയുമെന്ന് തനിക്ക് ഉറപ്പാണെന്നും അതുകൊണ്ട് തന്നെ വിശ്വസിക്കാനും കിഫ്രി റിച്ചയോട് പറയുന്നു. ആദ്യം നല്ല കലിപ്പിലായെങ്കിലും ഒടുവിൽ റിച്ച തൻ്റെ മാസ്റ്ററെ വിശ്വസിക്കാൻ തീരുമാനിക്കുന്നു. പക്ഷേ അവളൊരു താക്കീത് നൽകുന്നുണ്ട്. ഈ പരീക്ഷ കാരണം എൻ്റെ സ്വന്തം വ്യക്തിത്വം എനിക്ക് നഷ്ടമായാൽ ഞാൻ നിങ്ങളോട് ഒരിക്കലും ക്ഷമിക്കില്ല. അങ്ങനെ ഒടുവിൽ ആ വലിയ യാത്രയും പരീക്ഷയും ആരംഭിക്കുകയാണ്. 3 കുട്ടികളും ഗുഹയ്ക്കുള്ളിലേക്ക് കടക്കുന്നു. ഉള്ളിലേക്ക് നോക്കുമ്പോൾ മുകളിലേക്കും താഴേക്കും സ്പൈറൽ ആകൃതിയിൽ വളഞ്ഞു പൊളഞ്ഞു കിടക്കുന്ന ആ സങ്കീർണമായ വഴികൾ കണ്ടവർ ഞെട്ടിപ്പോവുകയാണ്. മാജിക്കിൽ നിന്നും സംരക്ഷിക്കാൻ മാജിക് ഉപയോഗിക്കുക എന്നതിനെക്കുറിച്ചുള്ള പരീക്ഷയാണിതെന്ന് അലൈറ കുട്ടികളോട് പറഞ്ഞങ്ങനെ അകത്തേക്ക് കടക്കുകയാണ്. ഇതോടെ പുറത്തു ബാക്കിയുള്ളവർ ഒറ്റയ്ക്കായി. നേരംപോക്കിനായി കിഫ്രി കോക്കോയോടും ടെറ്റിയോടും ഈ സെർപ്പൻ കേവിനെ കുറിച്ചുള്ള ചരിത്രത്തെപ്പറ്റി പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. റൊമോണോൺ എന്നൊരു സമൂഹമുണ്ടായിരുന്നു പണ്ട്. വലിയ അഹങ്കാരികളും തങ്ങൾ വലിയ പ്രമാണിമാരാണെന്ന് ചിന്തിക്കുന്നവരുമായൊരു കൂട്ടം ആളുകളായിരുന്നു അവർ. യോഗ്യതയുള്ളവർക്ക് മാത്രം തങ്ങളുടെ നഗരത്തിലെത്താൻ വേണ്ടിയാണ് അവർ സെർപ്പൻ ബാക്ക്, സർപ്പത്തിൻ്റെ പുറം പോലുള്ള ഈ ഒരു രഹസ്യവഴി ഉണ്ടാക്കിയത്. പക്ഷെ അവസാനം അവരുടെ അഹങ്കാരവും വരേണ്യബോധവും കാരണം അവർ പരസ്പരം തല്ലിപ്പിരിഞ്ഞ് നശിക്കുകയാണ് ഉണ്ടായത്.
അങ്ങനെ ഇതെല്ലാം പറഞ്ഞ് മീനും ചുട്ട് കഴിച്ചിരിക്കെ കോക്കോയ്ക്കൊരു സംശയം. ഇവിടെ മുതിർന്നവരായി വേറെ മന്ത്രവാദികൾ ആരെങ്കിലും എത്തിച്ചേരുമോ? കാരണം ഒരു നിമിഷം ക്ലിഫിന് താഴെ ഒരു രൂപം നിൽക്കുന്ന പോലെ തോന്നി. എന്നാൽ കിഫ്രി അങ്ങനെ ആരും വരാനില്ലെന്ന് പറയുന്നത് കേട്ട് അവൾ അവിടേക്ക് ചെന്ന് നോക്കിയപ്പോൾ പക്ഷെ ആരെയും കണ്ടില്ല. തൻ്റെ തോന്നലാണെന്ന് കരുതി കോക്കോ തിരിക്കുമ്പോൾ എന്നാൽ അതൊരു തോന്നലല്ല, അവിടെ ഒരു നീചശക്തി ഉണ്ട്. പുതുതായി എത്തിയിട്ടുള്ള ശരീരമില്ലാത്ത ആ ബ്രിംഡയ്ക്കാണ്. അപ്പോൾ അപകടമാണ് കാര്യങ്ങൾ. ഇന്നേരം പരീക്ഷണത്തിനായി അകത്തേക്ക് കയറിയവരാകട്ടെ രഹസ്യ വഴിയിലൂടെ എങ്ങനെ പറഞ്ഞ അപ്പുറം കടക്കാം എന്ന സംശയത്തിൽ നിൽക്കുവാണ്. ഡോക്ടർ അലേറയ്ക്ക് ഇതിനുള്ള വഴികൾ പറഞ്ഞു കൊടുക്കാനാകില്ല. വളരെ എളുപ്പമാണെന്ന് കരുതി റിച്ചി മുന്നോട്ട് വരുന്നുണ്ട്. പക്ഷേ അവിടുത്തെ ഗ്രാവിറ്റി അവളെ ചതിച്ചു. കാരണം വളഞ്ഞും പൊളഞ്ഞും കിടക്കുമ്പോൾ ഗ്രാവിറ്റി അതനുസരിച്ച് മാജിക്കിലാണ് പ്രവർത്തിക്കുന്നത്. അവൾക്ക് അവളുടെ ശരീരത്തിന് നിയന്ത്രണം തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയാണ് ഉണ്ടായത്. ഭാഗ്യത്തിന് ഈ സെർപ്പൻ കേവ് ഗുഹ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ഇയൂനിക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു. അതുകൊണ്ട് തക്ക സമയത്ത് അവളെ രക്ഷിക്കാൻ അവൻ തയ്യാറായിരുന്നു. അവൻ അവളെ തിരിച്ച് ആ വഴിയിൽ സുരക്ഷിതമായി എത്തിച്ചതിന് ശേഷം കുട്ടികൾക്കൊരു കാര്യം മനസ്സിലായി. ആ വഴിയിലെ ഓരോ കല്ലുകളും യഥാർത്ഥത്തിൽ ഓരോ കാസ്റ്റിംഗ് സീലുകൾ ആണ്. അപ്പോൾ അതുകൊണ്ട് ഇതിലേതൊക്കെ കല്ലുകളാണ് ഇപ്പോഴും പ്രവർത്തിക്കുന്നത് നോക്കാൻ അഗോത്ത് വാട്ടർ മാജിക് ഉപയോഗിച്ചു. അങ്ങനെ കാര്യങ്ങളൊക്കെ പോസിറ്റീവായി കൊണ്ടിരിക്കെ ഈ സമയത്ത് റിച്ച് അവളുടെ പഴയ ചില കാര്യങ്ങൾ ഓർക്കുകയാണ്. അവളുടെ പഴയ അധ്യാപകൻ എപ്പോഴും അവളുടെ മാജിക്കുകളെ വിമർശിക്കുകയും അതൊക്കെ വെറും പാഴാണെന്ന് പറഞ്ഞ് കളിയാക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ അവർക്ക് ഓർമ്മ വന്നു. ശരിയായ രീതിയിലുള്ള മാജിക് മാത്രമേ ചെയ്യാവൂ എന്ന് ചിന്തിക്കുന്നത് തന്നെ അവൾക്ക് വല്ലാത്ത ദേഷ്യമുണ്ടാക്കുന്ന കാര്യമായിരുന്നു. അതുകൊണ്ട് അവളുടേതായ രീതിയിൽ എന്തെങ്കിലും ചെയ്യാൻ അവൾ തീരുമാനിച്ചു. അവൾ അവളുടെ ക്രിസ്റ്റൽ റിബൺ മാജിക് ഉപയോഗിച്ച് ആ മെർഫൺ വർഗത്തെ ആകർഷിക്കുകയും അതിനെ വഴി നടത്തുകയും ചെയ്തു. മറ്റുള്ളവർ പറയുന്നത് പോലെയല്ല, മറിച്ച് അവളായിട്ട് തന്നെ മുന്നോട്ട് പോകാൻ അവൾക്ക് കഴിയുമെന്ന് അവൾ ഇതുവഴി തെളിയിച്ചു. അതിനുശേഷം ആ സംഘം എളുപ്പത്തിൽ അവളുടെ ലക്ഷ്യത്തിലേക്ക് മുന്നേറി. പക്ഷേ പെട്ടെന്ന് ആ വഴിയിലൊരു വലിയ വിടവ് അവർ കണ്ടു. അതായത് ഇതുവരെ ചെയ്ത പോലെ അവർക്ക് വെറുതെ നടക്കാനോ ചാടാനോ ഇനി കഴിയില്ല എന്ന് ചുരുക്കം. ഇവിടെയും റിച്ച് തന്നെയാണ് ആദ്യം മുന്നോട്ട് വന്നത്. ആ കല്ലുകളിലെ കാസ്റ്റിംഗ് സീൽ അതേപടി കോപ്പി ചെയ്ത് സ്വന്തം മാജിക്കുമായി ചേർത്ത് ഉപയോഗിച്ചാൽ മതി എന്നവൾ പറഞ്ഞു. വളരെ ആത്മവിശ്വാസത്തോടെ അവളൊരു ഫ്ലെക്സിബിളായ കല്ല് കൊണ്ടുള്ള റിബൺ ഉണ്ടാക്കി. അത് അവളുടെയും അവളുടെ മിർഫോണിയും പൊതിഞ്ഞ് അപ്പുറത്തേക്ക് സുരക്ഷിതമായി എത്തിച്ചു. പിന്നാലെ ആഗോത്തും വന്നു. ഈ ഒരു ബുദ്ധി മനസ്സിലാക്കി അവൾ അടുപ്പിച്ചടുപ്പിച്ച് പലതരം കല്ലുകൾ വെച്ച് ഒരു പുതിയ വഴി തന്നെ അവൾ സൃഷ്ടിച്ചു. അപ്പുറത്തെത്തും മുമ്പേ ഈ വഴി തകർന്ന് അവൾ താഴേക്ക് വീഴാൻ പോയെങ്കിലും ഗ്രാവിറ്റി അവളെ തിരിച്ച് തുടക്കത്തിലേക്ക് വലിച്ചിടുന്നതിന് മുമ്പ് തന്നെ അത്ഭുതകരമായി സ്വയം രക്ഷപ്പെട്ടു. കാരണം വീണുപോയ പിന്നെ ഒന്നേയും തുടങ്ങുന്ന പരീക്ഷണമാണിത്. അതോടെ ഇനി ബാക്കിയുള്ളത് ഇയൂനി മാത്രമായി. പക്ഷേ അവനിൽ തന്നെ തീരെ വിശ്വാസമില്ലായിരുന്നു. താൻ ഒരിക്കലും ഈ ടെസ്റ്റ് പാസ്സാകാൻ പോകുന്നില്ല എന്ന് അവൻ വിഷമത്തോടെ പറയാൻ തുടങ്ങി. തനിക്ക് ആവശ്യമായ മാജിക്കുകളൊക്കെ അവൻ നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ വഴിയിൽ ഇങ്ങനൊരു വിടവുണ്ടാവുമെന്ന് അവനൊട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. ഇനി പുതിയൊരു കാസ്റ്റിംഗ് സീൽ അവിടെ വെച്ച് വരയ്ക്കുക എന്നവനെ കൊണ്ട് പറ്റുന്ന കാര്യവുമായിരുന്നില്ല. കാരണം മറ്റുള്ളവരെ നോക്കി നിൽക്കുമ്പോൾ മാജിക് വരയ്ക്കുന്നത് തനിക്ക് വല്ലാത്ത ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യമാണെന്നും അതുകൊണ്ട് നല്ലൊരു സീൽ തനിക്ക് വരയ്ക്കാൻ കഴിയില്ലെന്ന് അവൻ അവരോടായി തുറന്നു പറഞ്ഞു. അവൻ തോൽവി സമ്മതിക്കുന്നതിന് മുമ്പ് അഗോത്ത് അവനോട് ദേഷ്യപ്പെടാൻ തുടങ്ങുന്നുണ്ട്. റിച്ചി അത് നിർത്തി ഒരു ഉപദേശം നൽകി. ഒറ്റയ്ക്കാകുമ്പോൾ മാത്രമേ നിനക്ക് വരയ്ക്കാൻ കഴിയൂ എന്നുണ്ടെങ്കിൽ അതിനായി നീ ഒറ്റയ്ക്കാകാൻ സഹായിക്കുന്ന ഒരു മാജിക് ഉപയോഗിക്കുക തന്നെ വേണം. അവൾ എന്താണ് പറയുന്നതെന്ന് ഇയൂനിക്ക് ആദ്യം മനസ്സിലായില്ല. അവൻ സ്വന്തം വസ്ത്രത്തിനുള്ളിൽ മുഖം ഒളിപ്പിച്ചു. ഈ ബിരുദം കണ്ട് എല്ലാവരും തന്നെ നോക്കി ചിരിക്കുകയാണെന്ന് അവൻ കരുതി. പക്ഷേ അവൻ പതിയെ പുറത്തേക്ക് നോക്കിയപ്പോൾ അവൻ എന്ത് ചെയ്യുമെന്നറിയാൻ എല്ലാവരും ആകാംക്ഷയോടെ കാത്തു നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് അവനൊരു കാര്യം മനസ്സിലായത്. തനിക്ക് തടസ്സമായി നിൽക്കുന്നത് തൻ്റെ ഈ മനസ്സ് തന്നെയാണ്. അങ്ങനെ അവൻ അതിൽ നിന്ന് പുറത്തു വന്ന് അത് ചെയ്യാൻ തീരുമാനിച്ചു. താൻ ധരിച്ചിരിക്കുന്ന കുപ്പായത്തിലെ സീലുകൾ അവൻ ശ്രദ്ധയോടെ വായിച്ചു നോക്കി. അപ്പോൾ അവനൊരു ബുദ്ധി തോന്നി. അതിൽ ചില മാറ്റങ്ങൾ വരുത്തിയാൽ ആ കുപ്പായം ധരിച്ച് അവൻ ഇരുട്ടിൽ മറഞ്ഞിരിക്കാം. അങ്ങനെ ആകുമ്പോൾ ആരും കാണാതെ ടെൻഷനില്ലാതെ വരയ്ക്കാനും കഴിയും. അങ്ങനെ അത്ഭുതകരമായി അലയേറെ വരെ പേടിപ്പിക്കും വിധം അവൻ ആ ഒരു മന്ത്രം പ്രയോഗിച്ചു. ഇപ്പോൾ ആ മെർഫോണിന് അവനെ കാണാൻ കഴിയില്ല. എങ്കിലും ആ മൃഗത്തിൻ്റെ ശബ്ദം മിമിക് ചെയ്യുന്ന സ്പെൽ വെച്ച് അവനതിനെ ആകർഷിച്ചു. അങ്ങനെ വളരെ എളുപ്പത്തിൽ അവനും അവൻ്റെ മിർഫോണും ചേർന്ന് ആ വിടവ് കടന്നു. ഇതിന് റിച്ചിയോട് അവൻ വളരെ നന്ദി പറഞ്ഞു. കാരണം അവൾ നൽകിയ ആത്മവിശ്വാസമാണ് ഇയൂനിക്ക് ധൈര്യം നൽകിയത്. അങ്ങനെ അലേറയും കുട്ടികളെ അഭിനന്ദിച്ച് ആ ഒരു ഘട്ടം ശുഭമായി കഴിഞ്ഞു എന്ന് തോന്നിയ നിമിഷം അപ്പോഴാണ് ആ വലിയ പ്രശ്നമുണ്ടാകുന്നത്. പെട്ടെന്ന് ബ്രിംഡ് ക്യാപ്പ് പ്രത്യക്ഷപ്പെടുകയാണ്. അത് അലേറയെ പിടികൂടുന്നു. നിമിഷ നേരം കൊണ്ടവൾ കുട്ടികളെ സംരക്ഷിക്കാനുള്ള മന്ത്രം ഉപയോഗിച്ച് തൊട്ടടുത്ത നിമിഷം തലയിലെ പോയിന്റഡ് ഹാറ്റ് പറപ്പിച്ചു വിടുന്നു. അതൊരു ദൂത് പോലെ അപായം അറിയിക്കാനായി പറക്കുമ്പോൾ അലേറ കുട്ടികളോടായി ഇത് വിലക്കപ്പെട്ട മന്ത്രം ഉപയോഗിക്കുന്നവരാണെന്നും ഇവരുടെ കയ്യിൽപ്പെടാതെ വളരെ വേഗത്തിൽ ഇവിടുന്നോടി രക്ഷപ്പെടാനും ഷൗട്ട് ചെയ്യുന്നു. എന്നാൽ നിമിഷങ്ങൾക്കുള്ളിൽ ആ ദുർമാന്ത്രികൻ അവളെ അപ്രത്യക്ഷമാക്കി തട്ടിക്കൊണ്ടു പോവുകയാണ്. വളരെ ഉദ്വേഗജനകമായൊരു സന്ദർഭം. ആ പോയിന്റഡ് ഹാറ്റ് എത്രയും പെട്ടെന്ന് എത്തേണ്ട ലെവലിലേക്ക് എത്തി ഈ അപകടം അറിയിച്ചില്ലെങ്കിൽ കുട്ടികളുടെയും അലേറയുടെയും ജീവൻ തന്നെ അപകടത്തിലാകും. ഇതൊക്കെ നടക്കുമ്പോഴും കോക്കയാണ് അവിടെ പ്രധാന ടാർഗറ്റ്. വൻ അപകടമാണ് സെർപ്പൻ കേവിനുള്ളിൽ നടന്നിരിക്കുന്നത്. ഇതൊന്നും അറിയാതെ പുറത്ത് നമ്മുടെ കോക്കോയും ടെറ്റിയെയും
വായുവിൽ വളരെ സന്തോഷത്തോടെ പറന്നു നടക്കുകയാണ്. മന്ത്രവാദത്തിൻ്റെ അത്ഭുതങ്ങൾ ഓരോന്നായി പഠിച്ചിരുന്ന കോക്കോയ്ക്ക് ഇതൊരു പുതിയ അനുഭവമാണ്. അവർ ഒട്ടമിട്ട് പറക്കുമ്പോൾ അവരുടെ മാസ്റ്ററായ കിഫ്രി താഴെ നിന്ന് വളരെ വാത്സല്യത്തോടെയും അഭിമാനത്തോടെയും അവരെ നോക്കി നിൽക്കുന്നുണ്ട്. തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യർ മാന്ത്രിക വിദ്യയിൽ കൈവരിക്കുന്ന ഓരോ ചെറിയ പുരോഗതിയും അദ്ദേഹത്തിന് സന്തോഷമാണ്. ആ വലിയ പറക്കൽ അവസാനിപ്പിച്ച് നിലത്തിറങ്ങുമ്പോൾ കിഫ്രി കോക്കോയോട് ഒരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കുന്നുണ്ട്. അത് അഗോത്തിൻ്റെ സിൽഫ് ഷൂസിനെ കുറിച്ചാണ്. കോക്കോയുടെ വേഗത കാണുമ്പോൾ അപ്പോൾ ഇതാണ് അഗോത്തിനും നല്ല വേഗത വരാൻ കാരണമെന്നും ഇതിന് കാരണം കോക്കോ ഉണ്ടാക്കിയ സിമ്പിളിൻ്റെ കൃത്യതയാണെന്നും പറയുന്നു. അഗോത്ത് ഇതൊക്കെ കൊണ്ട് തന്നെ വളരെ പ്രിയപ്പെട്ടതായി ആ ഷൂസ് സൂക്ഷിക്കുകയാണെന്നും പറയുമ്പോൾ പുറമേക്ക് വളരെ ഗൗരവക്കാരിയാണെങ്കിലും തൻ്റെ കൂട്ടുകാരിക്ക് ഈ സമ്മാനം ഇഷ്ടപ്പെട്ടു എന്നറിയുന്ന കോക്കോയ്ക്കും വലിയ സന്തോഷം നൽകുന്നു. എന്നാൽ ആ സന്തോഷം അധിക നേരം നീണ്ടു നിന്നില്ല. ആ ശാന്തതയെ തകർത്തുകൊണ്ട് അവിടെ ഒരു വലിയ ദുരന്തം പൊട്ടിപ്പുറപ്പെട്ടു. പെട്ടെന്ന് അലേറെ അപകട സമയം വലിച്ചെറിഞ്ഞ ആ തൊപ്പി പുറത്തേക്കെത്തുന്നത് കിഫ്രി കാണുവാണ്. പന്തിയല്ലെന്ന് പറഞ്ഞ് തുടങ്ങുന്നതും അവിടെ മുന്നിലുണ്ടായിരുന്ന സർപ്പൻ ഗേറ്റ് അതിനെ ജീവൻ വയ്ക്കാൻ തുടങ്ങി. ഭയാനക ഭയം, അതും വിലക്കപ്പെട്ട മാന്ത്രിക ശക്തിയാൽ ആ ഗേറ്റ് ഒരു കൂറ്റൻ കല്ല് ഗോലമായി, സ്റ്റോൺ ഗോലമായി രൂപാന്തരപ്പെട്ടു. യാതൊരു മുന്നറിയിപ്പുമില്ലാതെ അതൊരു ആക്രമിക്കാൻ തുടങ്ങി. ഇത് ബ്രിംഡ് ക്യാബിൻ്റെ പ്രവൃത്തി തന്നെയാണെന്നുള്ള അപകടം തിരിച്ചറിഞ്ഞ നിമിഷം കിഫ്രെ തൻ്റെ ജീവൻ പോലും പണയപ്പെടുത്തി ആ കുട്ടികളെ സംരക്ഷിക്കാൻ മുന്നോട്ട് ചാടി. തന്നെ മാന്ത്രിക ശക്തി ഉപയോഗിച്ച് ആ ഗോലത്തെ തടയാൻ അദ്ദേഹം പരമാവധി ശ്രമിച്ചു. പക്ഷേ ആ ശക്തമായ ആക്രമണത്തിൽ ഗോലത്തിൽ നിന്ന് തെറിച്ചു വന്ന ഒരു കൂറ്റൻ പറക്കല്ല് കിഫ്രിയുടെ മേൽ ശക്തമായി വന്നിടിച്ചു. ആഘാതത്തിൽ കിഫ്രിക്ക് നിയന്ത്രണം നഷ്ടപ്പെടുകയും അവർ നിന്നിരുന്ന സ്ഥലം തകർന്ന് താഴേക്ക് പതുക്കുകയും ചെയ്ത് ഒരഗാധമായ കുഴിയിലേക്ക് വീണു പോവുകയാണ്. ഇന്നേരം മുള്ളിലും പ്രശ്നം. അഗോത്തും റിച്ചയും ഇയൂനിയും ദുഷ്ടമന്ത്രവാദിയായ അതിശക്തനായ ശത്രുവിൻ്റെ മുന്നിൽ നിന്ന് ജീവനും കൊണ്ട് ഓടുകയാണ്. ഓടി ഒടുവിൽ മറ്റു വഴികളൊന്നും മുന്നില്ലാതെ വന്നപ്പോൾ ഇയൂനി ഒരു സാഹസികമായ ബുദ്ധി പുറത്തെടുത്തു. അവൻ തൻ്റെ പക്കലുണ്ടായിരുന്ന മാന്ത്രിക പുതപ്പ് അതുപയോഗിച്ചിട്ട് സ്വന്തം ശരീരവും ഒപ്പം അഗോത്തിനെയും റിച്ചയെയും പൂർണ്ണമായി മറച്ചു. ഇതോടെ അവർ 3 പേരും ആ ദുഷ്ടമന്ത്രവാദിയുടെ കണ്ണിൽപ്പെടാതെ പൂർണ്ണമായും അദൃശ്യരായി മാറി. ഇയൂനിയുടെ പ്ലാൻ ആദ്യം വളരെ മികച്ച രീതിയിൽ വിജയിച്ചു. അവരെ തിരഞ്ഞെടുന്ന ആ ദുഷ്ടമന്ത്രവാദി പോലും ഈ മാന്ത്രികതയെ മനസ്സാലെ പ്രശംസിച്ചു പോയി. അത്രത്തോളം സൂക്ഷ്മമായിരുന്നു ഇയൂനിയുടെ ആ ഒരു നീക്കം. എന്നാൽ ആ ആശ്വാസം വളരെ താൽക്കാലികമായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന മീർഫോൺ ജീവികൾ പെട്ടെന്ന് പരിഭ്രാന്തരാകാൻ തുടങ്ങി. കാരണം അവറ്റൊക്കെ നോക്കുമ്പോൾ അഗോത്തും റിച്ചയും ആ വേഷപ്പറിച്ചുള്ള കോട്ടിൽ തന്നെ തങ്ങളെപ്പോലുണ്ട്. എന്നാൽ ഇയൂനി ഇപ്പോൾ ആ കോട്ട് ഉപയോഗിക്കാതെ രക്ഷാകവചമാക്കിയതോടെ അവൻ്റെ വേഷപ്പകർച്ചയില്ലാതായി. ഇതോടെ അവറ്റകളുടെ ആ കാര്യത്തിൽ ദുർമന്ത്രവാദിയെ കൃത്യമായി കണ്ടെത്താൻ സഹായിക്കുന്നു. അവർ സർവ്വശക്തിയും എടുത്ത് മുന്നോട്ട് ഓടി. അങ്ങനെ ഓടുന്നതിനിടയിൽ അവർ ആ പാതയിലെ ഒരു വലിയ അഗാധമായ വിടവിന് മുന്നിലെത്തിച്ചേരുന്നു. മുന്നോട്ട് പോകാൻ വഴിയില്ല. പിറകിൽ മരണം പോലെ ശത്രുവും. ഈ സങ്കീർണമായ അവസ്ഥയിലാണ് അഗോത്തിനൊരു മിന്നൽ ബുദ്ധി തോന്നിയത്. മുൻപ് പ്രോക്ടറെ അലയറ ചെയ്ത ഒരു കാര്യം അവൾ ശ്രദ്ധിച്ചിരുന്നു. വഴി മുഴുവൻ മഞ്ഞുറപ്പിച്ചു കഴിഞ്ഞാൽ മറ്റു സങ്കീർണമായ മാന്ത്രിക വിദ്യകളെക്കുറിച്ച് ആലോചിച്ച് സമയം കളയാതെ തെന്നിപ്പോകാൻ കഴിയും. അങ്ങനെ അഗോത്താകട്ടെ വഴി മുഴുവൻ മഞ്ഞുറപ്പിച്ചു തെന്നി മാറാൻ പാകത്തിലുള്ള പാത ഒരുക്കി. റിച്ചെ പെട്ടെന്നൊരു മഞ്ഞ് രഥം നിർമ്മിച്ചു. അതോടെ എല്ലാവർക്കും ഒരുമിച്ച് സഞ്ചരിക്കാൻ വാഹനം ലഭിച്ചു. തുടർന്ന് വീണ്ടും അഗോത്ത് ആ സിൽഫി ഷൂസ് വെച്ച് ഈസിലൂടെ അതിവേഗത്തിൽ മുന്നോട്ട് കുതിപ്പിച്ചു. അങ്ങനെ രഥത്തിൽ അവർ അതിവേഗം മുന്നോട്ട് നീങ്ങി. കോക്കോയുടെ സ്പെല്ലിൻ്റെ മികവ് കാരണം നല്ല വേഗമായിരുന്നു അതിന്. എന്നാൽ ശത്രു അപ്പോഴും അവരുടെ പിറകെ തന്നെ ഉണ്ടായിരുന്നു. തങ്ങൾക്ക് ഇരട്ടി വേഗത ആവശ്യമാണെന്ന് അവർക്ക് മനസ്സിലായി. അതിനായി ശക്തമായ കാറ്റിൻ്റെ മന്ത്രവാദം വിൻഡ് സ്പെൽസ് വേണമായിരുന്നു. എന്നാൽ റിച്ചിയുടെ പക്കൽ അതിനുള്ള കൃത്യമായ മാന്ത്രിക പലകയോ സാമഗ്രികളൊന്നും ഉണ്ടായിരുന്നില്ല. ഈ സമയത്താണ് ഇയൂനി സഹായത്തിനെത്തുന്നത്. അവൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന പാംക്വയർ കൊച്ചു ബുക്ക് റിച്ചയ്ക്ക് നൽകുകയാണ്. അതൊരു നന്ദി സൂചകമായി കൂടെ കണക്കാക്കാം. ഇതിൻ്റെ സഹായത്തോടെ റിച്ച് ഒരു പുതിയ കാറ്റ് മന്ത്രവാദം വിജയകരമായി പ്രയോഗിക്കുകയും അവിടെ രഥത്തിൻ്റെ വേഗത വർദ്ധിപ്പിക്കുകയും ചെയ്തു. പക്ഷേ എത്ര വേഗത്തിൽ പോയാലും ആ ദുഷ്ടമന്ത്രവാദി തങ്ങളെ വിടില്ലെന്ന് അഗോത്തിന് വ്യക്തമായി അറിയാമായിരുന്നു. കാരണം ആ ബ്രിംഡ് ക്യാബിൻ്റെ യഥാർത്ഥ ലക്ഷ്യം തങ്ങളല്ല, മറിച്ച് കോക്കോ ആണെന്ന് അഗോത്ത് പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. എങ്ങനെയെന്നാൽ സാധാരണ മന്ത്രവാദിനി ശിഷ്യകൾക്ക് വരാറുള്ളതല്ല ഇങ്ങനെ. ഇതിനു പേരിൽ എന്തോ വ്യത്യസ്തത ഉള്ളതായി അവൾക്ക് മനസ്സിലായി. കോക്കോയെ സംരക്ഷിക്കണമെങ്കിൽ ശത്രുവിൻ്റെ ശ്രദ്ധ തിരിക്കുകയല്ലാതെ വേറെ വഴിയില്ലെന്ന് ആ ധീരയായ പെൺകുട്ടി ഉറപ്പിച്ചു. പെട്ടെന്ന് തന്നെ അഗോത്ത് ഓടിക്കൊണ്ടിരുന്ന മഞ്ഞുരഥത്തിൽ നിന്നും താഴേക്ക് ചാടി. ശത്രുവിൻ്റെ നേർക്ക് തിരിഞ്ഞു നിന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, നീ തേടിക്കൊണ്ടിരിക്കുന്ന കോക്കോയുടെ ഓർമ്മകളെല്ലാം പണ്ടേ നൈറ്റ് മൊറാലിസ് മായ്ക്കപ്പെട്ടു കഴിഞ്ഞു. അവളിപ്പോൾ ഞങ്ങളുടെ കൂടെയില്ല. നീ അവളെ തിരയുന്നതിൽ ഒരു കാര്യവുമില്ല. എന്നാൽ ക്രൂരനായ ബ്രിംഡ് ക്യാപ്പിനെ അത്ര എളുപ്പത്തിൽ പറ്റിക്കാൻ കഴിയില്ലായിരുന്നു. ഇത് ശുദ്ധ നുണയാണെന്ന് അവൻ ഒറ്റയടിക്ക് തിരിച്ചറിഞ്ഞു. ഇതിൽ കോപിഷ്ഠനായ ബ്രിംഡ് ക്യാപ്പ് ഒട്ടും ദയയില്ലാതെ അവൾക്ക് നേരെ തിരിഞ്ഞു. അവളെ നിർഷ്ടമായി പിടികൂടിക്കൊണ്ട്, നിനക്ക് മുമ്പ് ജീവിച്ചിരുന്ന വഞ്ചകരായ മന്ത്രവാദികളെപ്പോലെ നീയും ഒരു വെറും കള്ളിയാണ് എന്നവൻ ആക്രോശിച്ചു. എന്നിട്ട് അഗോത്തിൻ്റെ കൈകളിൽ മൂർച്ചയുള്ള ഒരായുധം കൊണ്ട് ആഴത്തിൽ മുറിവേൽപ്പിച്ചു. ആ രക്തത്താൽ അവളുടെ ശരീരത്തിൽ ഒരു നിരോധിത മാന്ത്രിക മുദ്ര ഫോർബിഡൻ സീൽ വരയ്ക്കാൻ അവൻ ആരംഭിച്ചു. മുന്നൊരിക്കൽ നൈറ്റ്സ് മൊറാലിസ് കോക്കോയുടെ ശരീരത്തിൽ നോക്കിയതും ഇതുണ്ടോന്നായിരുന്നു. അഗോത്ത് വേദന കൊണ്ട് പൊളഞ്ഞു.
ഇതുകൊണ്ട് മഞ്ഞുരഥത്തിലുണ്ടായിരുന്ന റിച്ചയും ഇയൂനിയും ഒട്ടും മടിച്ചിരുന്നില്ല. തങ്ങളുടെ കൂട്ടുകാരെ രക്ഷിക്കാൻ ഇയൂനി മന്ത്രവാദി നിന്നിരുന്ന അടിയിലെ പാത പൂർണ്ണമായും തകർത്ത് കളഞ്ഞു. അതേസമയം തന്നെ റിച്ചെ തൻ്റെ സ്റ്റോൺ റോപ്പ് നിർമ്മിച്ച് അഗോത്തിന് എറിഞ്ഞു കൊടുക്കുകയും അവളെ സുരക്ഷിതമായി വലിച്ചെടുപ്പിക്കുകയും ചെയ്തു. തങ്ങളുടെ പെട്ടെന്നുള്ള പ്ലാൻ വിജയിച്ചാൽ ഇയൂനി മനസ്സിൽ ഒരുപാട് സന്തോഷിച്ചു. തങ്ങളുടെ വലിയ പാടത്തിൽ നിന്ന് കൂട്ടുകാരെ രക്ഷിച്ചല്ലോ എന്ന ആത്മവിശ്വാസത്തിൽ അവനൊരു നിമിഷം തൻ്റെ ചിന്തകളിൽ മുഴുകിപ്പോയി. എന്നാൽ അവർ മൂന്നുപേരും ഒരു വലിയ കാര്യം ശ്രദ്ധിക്കാൻ മറന്നിരുന്നു. ആ ബ്രൂംഡിക്ക മന്ത്രവാദി അതൊരു വായിൽ പറന്നുകൊണ്ടാണ് അവരെ ആക്രമിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അടിയിലെ മൺപാത തകർത്തുകൊണ്ട് ആ മന്ത്രവാദിക്ക് യാതൊരു പരിക്കോ കോട്ടമോ സംഭവിച്ചതില്ല. അവൻ വായിൽ തന്നെ സുരക്ഷിതനായി നിന്നു. അങ്ങനെ ഇയൂനയെ സസാറൻ എന്ന ആ ദുഷ്ടമന്ത്രവാദി ഒട്ടും പ്രതീക്ഷിക്കാതെ പിടികൂടി. തനിക്കെതിരെ നിന്നവനിൽ ആ മന്ത്രവാദി തൻ്റെ നിരോധ ഡാർക്ക് മന്ത്രവാദം പ്രയോഗിക്കുന്നു. അവൻ്റെ ശരീരം പെട്ടെന്ന് മൃഗത്തെ പോലെ മാറാൻ തുടങ്ങുന്നു. തങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഇയൂനിയുടെ ശരീരം പെട്ടെന്നൊരു മൃഗത്തെ പോലെ മാറുന്നത് അഗോത്തും റിച്ചയും ഭയത്തോടെ നോക്കി നിന്നു. അവൻ്റെ ശരീരം രൂപാന്തരപ്പെട്ട് ഒരു ഭീകരജീവിയായ സ്കെയിൽ വോൾഫ് ആയി മാറി. അവൻ്റെ മനുഷ്യത്വവും ബോധവും നഷ്ടപ്പെട്ട് ശരീരമാകെ ചെതുമ്പലുകൾ നിറഞ്ഞ ഒരു വന്യമൃഗമായി അവൻ മാറുന്നത് കണ്ട് ഈ പെൺകുട്ടികൾ ഭയന്ന് വിറച്ചുപോയി. അവനെ എങ്ങനെ സഹായിക്കും എന്നറിയാതെ ആ ഒരവസ്ഥ മാറ്റാൻ എന്ത് ചെയ്യണമെന്നറിയാതെ അവർ നിസ്സഹാരായി കരഞ്ഞു. തങ്ങളുടെ ക്രൂരമായ ലക്ഷ്യം നടപ്പിലാക്കിയ ശേഷം ആ ശരീരമില്ലാത്ത ദുഷ്ടമന്ത്രവാദി അവിടെ നിന്നും പെട്ടെന്ന് അപ്രത്യക്ഷമായി. ഇവനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്ന് പറഞ്ഞ റീച്ചെ വാശി പിടിക്കുന്നുണ്ടെങ്കിലും അഗോത്ത് അവളെ തടയുന്നു. കാരണം തങ്ങളുടെ ലക്ഷ്യം പൂർത്തിയാക്കി അവിടുത്തെ മിർഫോൺസ് ജീവികളെ സഹായിക്കുകയും ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് പുറംലോകത്തെ അറിയിക്കുകയും ചെയ്യേണ്ടതുണ്ട്. തനിക്ക് കൂടുതൽ മന്ത്രങ്ങൾ അറിയാവുന്നതുകൊണ്ട് ഇവനോട് പിന്നാലെ താൻ പോയിക്കൊള്ളാമെന്ന് അഗോത്ത് പറയുന്നു. റിച്ചെ കൂടെ വരാനായി നിർബന്ധിക്കുന്നെങ്കിലും ഇങ്ങനൊരു അപകടകരമായ സാഹചര്യത്തിൽ തനിക്കിഷ്ടമുള്ള തുച്ഛമായ മന്ത്രങ്ങൾ മാത്രം അറിയുന്ന റിച്ചയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന കൈപ്പേറിയ യാഥാർത്ഥ്യം അഗോത്ത് അവളെ ബോധ്യപ്പെടുത്തുന്നു. അതുകൊണ്ട് പരീക്ഷണമല്ലെങ്കിലും ആ മിർഫോൺ കുഞ്ഞുങ്ങളെ അതിൻ്റെ കൂട്ടത്തോട് ചേർക്കാൻ റിച്ചെ ഏൽപ്പിച്ചിട്ട് അവൾ ഓടി പോകുമ്പോൾ ഇതേ സമയം ബോധം വന്ന കോക്കോ പതുക്കെ കിഫ്രയും ടെറ്റിയും വിളിച്ചുണർത്തുന്നു. കിഫ്രയ്ക്ക് നല്ല രീതിയിൽ പരിക്കേറ്റിട്ടുണ്ട്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ശരീരത്തെ സാധാരണക്കാരുടെ കണ്ണിൽ നിന്നും മറച്ചു പിടിച്ചിരുന്ന മാന്ത്രിക വിദ്യ ക്യാമഫ്ലാഷ് പൂർണ്ണമായും നഷ്ടപ്പെട്ടിരുന്നു. ഒരു മന്ത്രവാദിയെ സംബന്ധിച്ച് ഇത് വലിയൊരു സുരക്ഷാ ഭീഷണിയാണ്. ഇത് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കി. കാരണം അവിടെയുള്ള റോമണോൺ നഗരത്തിലെ സ്വർണ്ണ മനുഷ്യർ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുന്നു. അവർ മന്ത്രവാദികളെ ശപിക്കപ്പെട്ട് ഈ രൂപത്തിൽ ഇപ്പോഴും അലഞ്ഞു നടക്കുന്ന പ്രേതങ്ങളാണ്. നിലവിൽ അവർക്ക് തങ്ങളുടെ ശത്രുക്കളുടെ സെൻസസ് ഉണ്ടായി അടുക്കുമ്പോൾ അവർക്ക് കിഫ്രയെ മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ. മന്ത്രവാദികളുടെ കടുത്ത വെറുപ്പുള്ള അവർ കിഫ്രയെ ആക്രമിക്കാൻ ഒരുങ്ങുകയാണ്. ഇതുകൊണ്ട് കോക്കോയും ടെറ്റിയും ആകെ പരിഭ്രാന്തരാകുന്നു. എന്നാൽ താൻ അവരെ സംരക്ഷിച്ച് മുന്നിൽ നിൽക്കുമെന്ന് കിഫ്ര ഉറപ്പ് നൽകുന്നു. അദ്ദേഹം അവർക്ക് മുന്നിൽ ധീരമായി നിലയുറപ്പിച്ചുകൊണ്ട് ഒരു വലിയ മന്ത്രവും പ്രയോഗിക്കാൻ തുടങ്ങുന്നിടത്താണ് ആ ഒരു സാഹചര്യം അവസാനിക്കുന്നത്. വിച്ച് അറ്റീലിയർ അതിൻ്റെ യഥാർത്ഥവും ഇരുണ്ടതുമായ ഭാവത്തിലേക്ക് മാറിയിരിക്കുകയാണ്. എപ്പിസോഡിൻ്റെ അവസാനത്തിൽ ഇവനെ രക്ഷിക്കാൻ റിച്ചെ ഉറച്ചു നിൽക്കുന്നുണ്ട്. എന്നാൽ അവനെ രക്ഷിക്കണമെങ്കിൽ ഒരുപക്ഷെ അവനെ ഈ അവസ്ഥയിലാക്കിയ അതേ വിലക്കപ്പെട്ട മന്ത്രവാദം തന്നെ അവൾക്കും പഠിക്കേണ്ടി വരും. ശരിയും തെറ്റും തിരിച്ചറിയാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്കാണ് ബ്രൂംഡിക്യാപ്പ് അവരെ എത്തിച്ചിരിക്കുന്നത്. അവനെ സഹായിക്കുന്നത് തെറ്റാണ്. എന്നാൽ അതിനായി വിലക്കപ്പെട്ട മന്ത്രവാദം ഉപയോഗിച്ചാൽ അത് ലോകത്തെ തന്നെ അപകടത്തിലാക്കാം. നിരോധ മന്ത്രങ്ങളുടെ അപകടങ്ങൾ നമ്മൾ മുമ്പും കണ്ടിട്ടുണ്ട്. എങ്കിലും അതിനും രണ്ടു വശങ്ങളുണ്ട്. ഒരു പാവം കുട്ടിയെ മൃഗമാക്കാൻ കഴിഞ്ഞ അതേ മന്ത്രവാദം തന്നെയാണ് പണ്ട് ആളുകളെ സുഖപ്പെടുത്താനും ദുർബലരെ സംരക്ഷിക്കാനും ഉപയോഗിച്ചിരുന്നത്. അങ്ങനെയുള്ളപ്പോൾ ഇതിനെ പൂർണ്ണമായും ഒരേ തട്ടിൽ വെച്ച് തള്ളിപ്പറയുന്നത് ശരിയാണോ? ആ റോമണോൺ നഗരത്തിലെ മനുഷ്യർ ഇന്നും ജീവനോടെയുണ്ട്. പക്ഷേ തങ്ങളുടെ സ്വർണ്ണ ശരീരമായി ആ പഴയ നഗരത്തിൻ്റെ ഇരുട്ടിൽ ജീവിക്കാൻ അവർ നിർബന്ധിതരായിരിക്കുകയാണ്. തങ്ങളെ അവസ്ഥയിലേക്ക് മന്ത്രവാദികളുള്ള കടുത്ത വെറുപ്പ് മാത്രമാണ് അവരെ മുന്നോട്ട് നയിക്കുന്നത്. ഈ ലോകവും കഥയും എത്ര മനോഹരമായാണ് അവർ ഒരുക്കിയെടുത്തിരിക്കുന്നത്. നല്ലൊരു വേൾഡ് ബിൽഡിങ്ങും കഥയും ആഗ്രഹിക്കുന്നവർ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒന്നാണിത്. കാര്യങ്ങൾ കൂടുതൽ ഗംഭീരമാക്കിക്കൊണ്ട് കുട്ടികളെ രക്ഷിക്കാൻ കിഫ്രെ സ്വയം അപകടത്തിലേക്ക് ഇറങ്ങി നിൽക്കുന്നു. ആ ഒരു മനോഹരമായ ഷോട്ടിലൂടെയാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. എന്നാൽ വിഷമത്തോടെ പറയട്ടെ, ആദ്യ സീസൺ നമ്മളിപ്പോൾ ഇവിടെ തൽക്കാലത്തേക്ക് നിർത്തുകയാണ്. ഇനി രണ്ടാം സീസണിൻ്റെ വരവാണ് നമ്മളെ കാത്തിരിക്കുന്നത്. ഓൾറെഡി അതിൻ്റെ പരിപാടികൾ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട്. സോ അധികം വൈകാതെ തന്നെ ഈ മാതൃലോകത്തിൻ്റെ പുത്തൻ കാഴ്ചകളുമായി നമുക്ക് കാണാമെന്ന പ്രതീക്ഷയോടെ അരിഗാത്തോ ഗോസൈമസ്.